കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ മൂവിനെ കാണിച്ചുകൊണ്ടാണ്. മൂ അവളുടെ ഹൈസ്കൂളിലെ ഫസ്റ്റ് ഡേ തന്നെ സ്കൂളിലേക്ക് പോകാനായി ഭയങ്കരമായി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മൂവിന് ആകെപ്പാടെ ഉള്ളത് അവളുടെ ബ്രദറാണ്. ചേട്ടനായ ഡോങ്ങിന് അവളെ ജീവന്റെ ജീവനാണ്. ഓ, എന്റെ അനിയത്തി ഫസ്റ്റ് ഡേ ഹൈസ്കൂളിൽ പോകാനായിട്ട് ഒരുങ്ങുക, എനിക്ക് സന്തോഷം കൊണ്ട് തുള്ളി ചാടാൻ തോന്നുന്നൊക്കെ ചേട്ടൻ അവിടെ കിടന്ന് ഭയങ്കര എക്സൈറ്റഡ് ആവുന്നുണ്ട്. ചേട്ടൻ തന്നെ ഫസ്റ്റ് ഡേ അവളെ കൊണ്ടുവിടാനായി കൂടെ പോകുന്നുണ്ട്. പക്ഷെ സ്കൂളിലേക്ക് പോകും വഴി വലിയൊരു അപശകുനമായിരുന്നു മൂവിനെ കാത്തു നിന്നത്. മറ്റാരുമല്ല, നമ്മുടെ കഥാനായകനായ ലിയോ. അവൻ കുട്ടിക്കാലം മുതലേ മൂവിന് അറിയാവുന്ന അവളുടെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണ്. ഫ്രണ്ട് എന്ന് പറയണോ എനിമി എന്ന് പറയണോ എന്ന് കുറച്ച് ഡൗട്ടാണ്. കാരണം പറയുമ്പോൾ നമ്മൾ കളിക്കൂട്ടുകാരൻ എന്നൊക്കെയല്ലേ പറയാ. പക്ഷെ ഇവർ കൂട്ടുകൂടി കളിച്ചു നടക്കുന്നതിനേക്കാൾ ഏറെ വഴക്കുണ്ടാക്കി നടക്കലും പരസ്പരം പാരവെപ്പമായിരുന്നു കൂടുതലായി നടക്കാറുണ്ടായിരുന്നത്. ഓ, രാവിലത്തെ ശകുനമേ ശരിയല്ലോ എന്ന് അവൾ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഇവരുടെ കുട്ടിക്കാലത്തെ ചില കാര്യങ്ങൾ നമ്മൾ കാണുന്നത്. രണ്ടുപേരും ചെറുപ്പം മുതലേ ഒന്നിച്ച് പഠിച്ചവരാണ്. രണ്ടുപേരും എക്സ്ട്രീം ക്യാരക്ടേഴ്സ് ആണ്. മൂ ഭയങ്കര ഉഴപ്പി, അത്ര പെർഫെക്ഷൻ ഒന്നും ഒരു കാര്യത്തിലും വേണ്ടാതെ എന്തെങ്കിലും എങ്ങനെയെങ്കിലും കാണിച്ചു കൂട്ടിയാൽ മതി എന്ന് ആ ഒരു രീതിയിൽ ജീവിക്കുന്ന പെൺകുട്ടിയാണെങ്കിൽ ലിയോ പെർഫെക്ഷനിസ്റ്റ് ആണ്. അവൻ എന്ത് കാര്യം ചെയ്താലും അവന് ടോപ്പിൽ വരണം എന്ന ആ ഒരു രീതിയിലേ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ അവൻ ക്ലാസ് ലീഡർ ആണ്. അവന്റെ തൊട്ടടുത്ത സീറ്റിലാണ് ക്ലാസ്സിലെ ഏറ്റവും മോശമായി പഠിക്കുന്ന മൂവിനെ ടീച്ചർ ഇരുത്താറുള്ളത്. അവൾ അങ്ങനെയെങ്കിലും നന്നാവട്ടെ എന്ന് പറ്റില്ല. പക്ഷെ അവളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്ത് തിരുത്തുന്നതിന് പകരം അവൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കുറ്റവും കുറവും കണ്ടുപിടിച്ച് അവളെ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യുന്നത് ലിയോയുടെ പരിപാടിയായിരുന്നു. അവൾക്ക് ആ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ അവനെ കണ്ടുവിടാം. ഇപ്പൊ തന്നെ അവളെ കാണുമ്പോ, ഓ, രാവിലെ സ്കൂളിൽ പോകാൻ പോവാണോ? ഈ ഷൂലേസ് പോലും മര്യാദയ്ക്ക് കെട്ടാതെ നീ എവിടെ പോകണമെന്നൊക്കെ ചോദിച്ച് അവൻ അവളെ കളിയാക്കുമ്പോ, ആ നന്നായി മോനെ പറഞ്ഞത്, അല്ലെങ്കിൽ അവളിപ്പോ ഇത് ശ്രദ്ധിക്കാതെ നടന്ന് തട്ടി മറിഞ്ഞു വീണേനെ, ദേ വേഗം കെട്ടാന്ന് പറഞ്ഞ ചേട്ടൻ തന്നെ അവിടെ ഇരുന്ന് നമ്മുടെ മോന് ഷൂലേസ് കെട്ടിക്കൊടുക്കാനായി തുടങ്ങുമ്പോ, ചേട്ടന് വേറെ പണിയൊന്നുമില്ലേ? അവൾ ഇത്രയും വളർന്നില്ല, അവൾക്ക് തന്നെ ഇത് കെട്ടാവുന്നല്ലേ ഉള്ളൂ, ചേട്ടൻ എന്തിനാ ഇതൊക്കെ കെട്ടിക്കൊടുക്കുന്നതെന്നായിരുന്നു ലിയോയുടെ ചോദ്യം. ആ പിന്നെ ഫസ്റ്റ് ഡേ പോകുന്നതുകൊണ്ട് ഒരു ഉപദേശം തരാം, മര്യാദയ്ക്ക് നല്ല കൊച്ചായിട്ടിരുന്നോ, വെറുതെ ആദ്യത്തെ ദിവസം തന്നെ ടീച്ചർമാരുടെ കണ്ണിലെ കരടായി മാറണ്ടെന്നൊക്കെ അവൻ അവളെ ഉപദേശിക്കുമ്പോ, നീ കുറെ നേരമായിട്ട് എന്നെ അതും ഇതും പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഞാൻ ഇന്നത്തെ ദിവസം നിന്നോട് ദേഷ്യപ്പെടും, ഞാൻ വയലന്റ് ആവും, ഞാൻ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ വിചാരിച്ചിട്ട് എന്നെ എരിവ് കയറ്റാനായിട്ടാ നീ ഇതൊക്കെ പറയുന്നതെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. നിന്റെ എപ്പോഴത്തെ മടവ് ഇത്തവണ നടക്കാനേ പോകുന്നില്ലടാ. നീ അതൊക്കെ വെറുതെ മനസ്സിൽ കണക്ക് കൂട്ടണ്ട. ഞാൻ വയലന്റ് ആവാൻ പോകുന്നില്ല. കാരണം ഇന്നത്തെ ദിവസം എന്റെ സ്പെഷ്യൽ ഡേ ആണ്. ഞാൻ നല്ല കൂൾ ആൻഡ് കാം ആയിട്ട് തന്നെ ഇന്നത്തെ ദിവസം ഫുൾ ഉണ്ടാവും എന്നൊക്കെ അവള് പറയുമ്പോ അവൻ ഒരുമാതിരി അവളെ നോക്കുന്നുണ്ടായിരുന്നു. എന്റെ എത്ര നാളത്തെ ആഗ്രഹം ഇന്ന് നടക്കാൻ പോകുന്നത് നിനക്കറിയാവോ? എത്രയോ വർഷങ്ങളായിട്ട് നീ പഠിക്കുന്ന അതേ സ്കൂളിൽ, നീ പഠിക്കുന്ന അതേ ക്ലാസ്സിൽ, നിന്റെ ബെഞ്ചിന്റെ തൊട്ടടുത്തിരുന്ന് എനിക്ക് മടുത്തായിരുന്നു. ഇന്ന് ആദ്യമായിട്ട് ഞാൻ ആഗ്രഹിച്ച കാര്യം നടക്കുന്നു. നമ്മൾ രണ്ടുപേരും രണ്ടിടങ്ങളിൽ പഠിക്കാൻ പോവാ. ആദ്യം കൂടുതൽ ഒരു സന്തോഷം എനിക്കില്ലടാന്ന് പറഞ്ഞ് അവള് ഭയങ്കര തുള്ളിച്ചാടിയാണ് ചേട്ടന്റെ കൂടെ അങ്ങനെ ക്ലാസ്സിലേക്ക് പോകുന്നത്. ഇവർക്ക് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ രണ്ട് ടൈപ്പ് ക്ലാസ്സുകളാണ് ഉള്ളത്. ഒന്ന് നന്നായി പഠിക്കുന്ന കുട്ടികൾക്കും മറ്റേത് നന്നായി പഠിക്കാത്ത കുട്ടികൾക്കും. ആ നന്നായി പഠിക്കാത്ത കുട്ടികൾക്കുള്ള ക്ലാസ്സിലാണ് മൂ പഠിക്കുന്നത്. നന്നായി പഠിക്കുന്ന ലിയോ മറ്റേ ക്ലാസ്സിലാണെന്നുള്ള സന്തോഷത്തിലാണ് അവൾ ഇങ്ങനെ പറയുന്നത്. പക്ഷെ സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് അവൾക്കാകെപ്പാടെ ഇരുട്ടടി കിട്ടിയ കണക്കായി പോയി. കാരണം അവളുടെ അതേ ക്ലാസ്സിൽ തന്നെ ദേ ഇരിക്കുന്നു ലിയോ. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് കാലി വരുന്ന അവൾ നേരെ അവന്റെ അടുത്ത് എന്ന് ചോദിക്കുമ്പോ, ഹൈസ്കൂളിലേക്ക് കയറേണ്ട എൻട്രൻസ് എക്സാമിന് അവൻ ഒരു വിഷയത്തിന് അറ്റംപ്റ്റ് ചെയ്യാനേ സാധിച്ചിരുന്നില്ല. അന്ന് പനി വന്നതുകൊണ്ട് അവൻ എക്സാം എഴുതാത്തത് കൊണ്ടാണ് അവനിപ്പോ അതിൽ അത്രയും മാർക്ക് പറഞ്ഞ് ഈ ഒരു ക്ലാസ്സിൽ വരേണ്ടി വന്നതെന്ന് അവൻ അപ്പോഴാണ് അവളോട് പറയുന്നത്. ഇവള് മുന്നേ അവനെ കണ്ടപ്പോ അത്രയും ഡയലോഗ് അടിച്ചപ്പോഴൊന്നും നീയുള്ള അതേ ക്ലാസ്സിൽ തന്നെയാണ് ഞാൻ എന്ന കാര്യം അവൻ അവളോട് അറിഞ്ഞിട്ടും മിണ്ടാതിരുന്നതാണ്. ക്ലാസ്സിൽ വരുമ്പോ അവളൊന്ന് ഞെട്ടട്ടെ എന്ന് തന്നെ കരുതി. എന്തായാലും അവൾക്ക് ഇത് ഭയങ്കര ഷോക്കായി പോയി. നിന്നെ രാവിലെ കണ്ടപ്പോ പോലും നീ സ്കൂൾ യൂണിഫോം അല്ലല്ലോ ഇട്ടിരുന്നത്, അതുകൊണ്ട് ഞാൻ ഒട്ടും ഈ ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാലും ഒരു വാക്കെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരാതെ എങ്ങോട്ടേലും ഓടിപ്പോയിനെന്നൊക്കെ അവൾ പറയുമ്പോ അവൻ വലിയ കാര്യമൊന്നും ആക്കുന്നില്ല. എന്തായാലും ഇവൻ ഉള്ളത് കൊണ്ട് എന്റെ ഈ 3 വർഷം കോളവാക്കാനും ഞാൻ റെഡിയല്ല. ലൈഫിൽ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത 3 വർഷമാണ് ഇനി ഇവിടെ ഉള്ളത്. എന്റെ ദൈവമേ മിന്നിച്ചേക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ച് അവൾ അങ്ങനെ ക്ലാസ്സിലിരിക്കുന്നു. അങ്ങനെ ക്ലാസ് ടീച്ചർ എത്തുന്നുണ്ട്. ഫസ്റ്റ് ഡേ തന്നെ ക്ലാസ് ലീഡറിനെ സെലക്ട് ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ. അപ്പോ ആർക്കാണ് ക്ലാസ് ലീഡർ ആവാൻ താല്പര്യം എന്ന് സാറ് ചോദിക്കുമ്പോൾ ആദ്യം തന്നെ ലിയോ മുന്നോട്ട് വരുന്നു. ഞാൻ ഇതിനു മുന്നേ പഠിച്ച ക്ലാസ്സിലൊക്കെ ക്ലാസ് ലീഡർ ആയിരുന്നു. അപ്പോ എനിക്ക് ഇനിയും ക്ലാസ് ലീഡർ ആവുന്നതിൽ ഒരു കുഴപ്പമില്ല, ഞാൻ ഇതിന് തയ്യാറാണെന്നല്ല അവൻ പറയുമ്പോ, എങ്കിൽ അവനെ തന്നെ ക്ലാസ് ലീഡർ ആക്കിയേക്കാം എന്ന മട്ടില് വേറെ ആരും മുന്നോട്ട് വരാത്തത് കൊണ്ടും അല്ലെങ്കിൽ അവനൊരു കോമ്പറ്റീറ്ററായി വോട്ടെടുപ്പിന് വേണ്ടി അവിടെ ആരും ഇല്ലാത്തത് കൊണ്ടും സാറ് പറയുന്നുണ്ട്. പക്ഷെ അത് ഒട്ടും തന്നെ നമ്മുടെ മൂവിന് സഹിക്കാനേ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ അത് പറ്റത്തില്ല, ലിയോയെ ക്ലാസ് ലീഡർ ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എതിർത്ത് അവളും ക്ലാസ് ലീഡർ ആവാൻ താല്പര്യപ്പെടുന്നു എന്ന് മുന്നോട്ട് വരുന്ന സമയത്ത്, എങ്കിൽ ഇപ്പൊ രണ്ടുപേരുണ്ടല്ലോ, നമുക്ക് വോട്ടെടുത്ത് ആരാവണം ക്ലാസ് ലീഡർ എന്ന കാര്യം തീരുമാനിക്കാമെന്ന് സാർ അവിടെ പറയുന്നുണ്ട്. ഇതേ സമയം പഠിക്കുന്ന കുട്ടികൾക്ക് തനിയൊരു സെഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അവിടെയാണ് വേ എന്ന പെൺകുട്ടി പഠിക്കുന്നത്. അവൾ അവിടുത്തെ കുറച്ച് പോപ്പുലർ ആയ ഒരു പെൺകുട്ടിയാണ്. എപ്പോഴും അവൾ തന്നെയാണ് ക്ലാസ് ലീഡർ ആവാറുള്ളത്. ഇത്തവണയും അവൾ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ അവളെ ഇംപ്രസ് ചെയ്യാനായി അതേ ക്ലാസ്സിലുള്ള ചെൻ അവൾക്ക് സീറ്റൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയും, നിന്റെ അതേ ക്ലാസ്സിലെത്താനേ ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ച ഇതേ ക്ലാസ്സിലെത്തിയെന്നൊക്കെ പറഞ്ഞ് അവളോട് ഭയങ്കര കാര്യമായി സംസാരിക്കുകയും ചെയ്യുന്നു. ഒപ്പം എല്ലാ കൊല്ലത്തെയും പോലെ
പോലെ നീ തന്നെ ക്ലാസ് ലീഡർ ആവണം. അതുകൊണ്ട് തന്നെ ഇവിടെ വേറെ ആരും ക്ലാസ് ലീഡർ ആവാനുള്ള നോമിനേഷനിൽ നിന്നക്കരുതെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടെന്നെല്ലാം ചെൻ വേയോട് ഭയങ്കര കാര്യമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്നൊക്കെ തന്നെ അവന് വേയോട് ഒരു താല്പര്യമുണ്ട് എന്നത് വ്യക്തവുമാണ്. എന്തായാലും അന്ന് ക്ലാസ് കഴിഞ്ഞ് മൂ പോകുന്നത് എങ്ങനെങ്കിലും അടുത്ത ദിവസം താൻ തന്നെ ലീഡർ ആവണം, ലിയോയെ ഇത്തവണെങ്കിലും തോപ്പിച്ചേ പറ്റൂ, അവന്റെ മുന്നിൽ എനിക്കൊന്ന് ജയിച്ചേ പറ്റൂന്നൊക്കെ അവൾ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് നടക്കുന്ന ടീം അതിലൂടെ വരുന്ന വേയുടെ വണ്ടി ചെറുതായി ഒന്ന് അവളുടെ സൈക്കിളിൽ തട്ടുന്നുണ്ട്. വേ ആകട്ടെ ഇറങ്ങി വന്ന ശേഷം ആ സൈക്കിൾ ചെറുതായി തട്ടിയതിന് അവൾക്ക് കുറച്ച് കാശൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. ഓൾറെഡി പല കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷനിലുണ്ടായിരുന്ന മൂവിന് വേയുടെ ഈ പ്രവൃത്തി തീരെ ഇഷ്ടപ്പെടുന്നില്ല. വലുതായിട്ടൊന്നും തട്ടിയില്ല, ചെറുതായി ഒന്ന് ഇതായതിന് അവൾ ഇങ്ങനെ കാശൊക്കെ തന്ന് തന്നെ ഇൻസൾട്ട് ചെയ്യുന്ന കണക്ക് സംസാരിക്കുന്നത് ഇഷ്ടപ്പെടാതെ മൂ ആ ഒരു കാശ് അവൾക്ക് തിരിച്ച് ദേഷ്യത്തിൽ കൊടുത്തു തന്നെയാണ് അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ അടുത്ത ദിവസം ലീഡർ ആവാൻ മത്സരിക്കുന്ന ആളുകൾ ക്ലാസ്സിൽ ഒരു സ്പീച്ച് നൽകേണ്ടതായിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും വോട്ടെടുപ്പ്. ഈ സ്പീച്ചിൽ ക്ലാസ് ലീഡറായ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഈ രാഷ്ട്രീയക്കാർ വോട്ടെടുപ്പിന് മുന്നേ വാഗ്ദാനങ്ങൾ നൽകില്ല, അതേ കണക്ക് ഉള്ള പരിപാടി തന്നെ. ലിയോ കറക്റ്റ് സമയത്ത് ക്ലാസ്സിലെത്തി സ്പീച്ച് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൂ ഇതുവരെ ക്ലാസ്സിൽ എത്തിയിട്ട് പോലും ഇല്ല. അവൾ ഓട്ടമാണ്. എങ്ങാനും സമയം കഴിഞ്ഞാൽ അല്ലെങ്കിൽ കറക്റ്റ് സമയത്ത് അവൾക്ക് അവിടെ എത്താൻ കഴിയാതെ പോയാൽ ലിയോ തീർച്ചയായും മത്സരത്തിൽ വിജയിക്കുമെന്നതിൽ ഒരു മാറ്റവും ഇല്ല. അതുകൊണ്ട് തന്നെ അവൾ സ്കൂളിലേക്ക് ഓട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവളുടെ തന്നെ ക്ലാസ്സിലെ രണ്ടുപേരെ അവിടെ അവൾ കാണുന്നത്. അവന്മാര് അത്യാവശ്യം നല്ല തരികിട പരിപാടികളൊക്കെ കയ്യിലുള്ളതാണ്. അവരുടെ സഹായത്തോടു കൂടി മാത്രമാണ് കറക്റ്റ് സമയത്ത് മൂവിന് ക്ലാസ്സിൽ എത്താനായി സാധിക്കുന്നത്. അല്ലെങ്കിൽ ലേറ്റ് ആയതിന്റെ പേരിൽ ഗേറ്റിന്റെ അവിടെ അവളെ പിടിച്ചു വെച്ച് അങ്ങനെ അതിന്റെ പണിഷ്മെന്റ് വാങ്ങി ആകെപ്പാടെ എല്ലാം കുളവായേനെ. അങ്ങനെ ഒരുവിധം ക്ലാസ്സിൽ എത്തുന്ന അവൾ സ്പീച്ച് പറയാനായി നിൽക്കുമ്പോൾ ഇങ്ങനെ ഒന്നും കാര്യമായി ആരുടെ മുന്നേ സംസാരിച്ച് ഒരു ശീലമില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് അവൾക്കുണ്ടെങ്കിലും അവൾ ഓർക്കുന്നത് ഒരൊറ്റ കാര്യമാണ്. ഇപ്പോ മുന്നും പിന്നും നോക്കാതെ സ്പീച്ച് എങ്ങനെയല്ല നല്ല രീതിയിൽ പറഞ്ഞ് വോട്ടുകൾ വാരിക്കൂട്ടി ലീഡർ ആവുന്നതാണോ നല്ലത്, അതോ ലിയോ ലീഡർ ആവുന്നത് കണ്ട ഒരു മൂലയ്ക്ക് അവനെ പേടിച്ചിരിക്കേണ്ട അവസ്ഥയാണോ നല്ലതെന്ന്. ഒടുക്കം ആദ്യത്തേത് തന്നെയാണ് നല്ലതെന്ന് മനസ്സിൽ ഉറപ്പിച്ച് അവൾ ലിയോയെ തോൽപ്പിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ട് ഒരു നാണോ മടിയോ ഒന്നും ഇല്ലാണ്ട് അവിടെ കിടുക്കനൊരു സ്പീച്ച് അങ്ങ് പറയുന്നുണ്ട്. ഇതാകട്ടെ അത്ര നന്നായി പഠിക്കാത്ത കുട്ടികളുടെ ഒരു ക്ലാസ് ആണെന്ന് അറിയാലോ. ഒരു എക്സാം എഴുതാത്തതിന്റെ പേരിൽ ഈ ക്ലാസ്സിൽ വന്നുപെട്ട ഭയങ്കര പഠിപ്പിയായ ലിയോ ഈ ക്ലാസ് ലീഡർ ആയാല് പിന്നെ അവൻ എന്ത് സ്ട്രിക്റ്റ് ആയിരിക്കും, നമുക്ക് ഒരു സ്വൈര്യം തരത്തില്ല, അവൻ നമ്മളെ ടോർച്ചർ ചെയ്ത് കൊല്ലുന്നൊക്കെ പറഞ്ഞ പല കാര്യങ്ങളും മൂ അവിടുത്തെ കുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്യാനായി പറയുന്നുണ്ട്. ഒരു രീതിയിലും അവനെ ലീഡർ ആക്കരുത്, ആക്കിയാൽ നിങ്ങൾ അനുഭവിക്കും, എനിക്ക് അവനെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണെന്നൊക്കെ അവൾ എന്തൊക്കെയോ അവളുടെ എതിരാളിയെ തോൽപ്പിക്കണം എന്ന ആ ഒരു ഒറ്റ ഉദ്ദേശത്തിൽ പറഞ്ഞ് എന്തായാലും ഒടുക്കം അവൾ തന്നെ ലീഡറായി അങ്ങനെ വിചാരിച്ച കാര്യം നേടിയെടുക്കുന്നുണ്ട്. ലൈഫിൽ ആദ്യമായി, അതായത് ഓർമ്മ വെച്ച അന്ന് മുതൽ ഇന്ന് വരെ അവളുടെ മുന്നിൽ ലിയോ ഉണ്ട്. അവനുമായിട്ടുള്ള ഏറ്റുമുട്ടലായിരുന്നു തകൃതിയിൽ ഇത്രയും നാളെ നടന്നിരുന്നത്. ഇപ്പോ ആദ്യമായി അവന്റെ മുന്നിൽ ജയിച്ചതിന്റെ ഭയങ്കരമായ സന്തോഷത്തിലായിരുന്നു അവൾ ഉണ്ടായിരുന്നത്. അതിന് അവളെ സഹായിച്ച അവളുടെ ക്ലാസ്സിലെ ആ രണ്ട് പയ്യന്മാരില്ലേ, ഇരട്ടകളാണ് അവര്. അവരെയും കൂട്ടി അവൾ ഒരു ട്രീറ്റിനും പോകുന്നുണ്ട്. കാര്യം അങ്ങനെ ലീഡർ ആയതിന്റെ സന്തോഷവും ആഘോഷവും ഒക്കെ തകർത്ത് നടക്കുന്നുണ്ടെങ്കിലും ലൈഫിൽ ആദ്യമായി ഒരു ക്ലാസ് ലീഡർ ആവുന്ന മൂന്ന് ലീഡർ ആയാൽ എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഒരു ലീഡറിന്റെ കടമ എന്നതിനെ പറ്റി ഒരു ധാരണയില്ല. അവൾക്ക് ലിയോയെ തോൽപ്പിക്കണം, അതിനായിട്ട് അവൾ അങ്ങനെയായി. അങ്ങനെ അവിടേക്ക് എത്തുന്ന ലിയോ ആകട്ടെ ഓനോട് സംസാരിക്കാൻ വരുമ്പോഴേക്കും അവൾ അവനെ നന്നായി തന്നെ കളിയാക്കി വിടുന്നുണ്ട്. ഇത്രയും നാൾ നീ ക്ലാസ് ലീഡർ ആയിട്ട് പഠിച്ച ക്ലാസ്സിലെല്ലാം വിലസി നടന്നില്ലേ, ഇനി നീ ഒന്നുമല്ല, ക്ലാസ്സിലെ ഒരു സാധാരണ സ്റ്റുഡന്റ് മാത്രം. നിനക്ക് എന്ത് വേണേലും എന്നെ പേടിച്ച് എന്നോട് ചോദിച്ച് ക്ലാസ്സിൽ ചെയ്യാൻ സാധിക്കും. വല്ല വെളച്ചിലും എടുത്താലുണ്ടല്ലോ എന്നെല്ലാം അവൾ പേടിപ്പിക്കാൻ നോക്കുമ്പോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നീ വെറും ഡമ്മി ലീഡർ, ഞാൻ തന്നെ ആയിരിക്കും എപ്പോഴും ഒറിജിനൽ ലീഡർ. കാണാൻ പോകുന്ന പൂരം പറയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവൻ നൈസായിട്ട് അവളെ ഒന്ന് ഇങ്ങനെ എന്താണ് ഇവൻ ചെയ്യാൻ പോകുന്നത്, എന്താണ് ഇവന്റെ ഉദ്ദേശം എന്ന ഒരു ക്ലൂ കൊടുക്കാത്ത രീതിയിൽ ഒന്ന് പേടിപ്പിക്കുന്നുണ്ട്. അവൻ ആ പറഞ്ഞതൊന്നും അവൾ വലിയ കാര്യമാക്കിയിട്ടില്ല. അടുത്ത ദിവസം ക്ലാസ്സിൽ വെച്ച് അവനെ കാണുമ്പോഴും അവൾ പേടിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഞാൻ ആ ലീഡർ, ആ പേടിയിലൊക്കെ ഇരുന്നോളാനായി പറഞ്ഞ് അവൾ നൈസായി അവന്റെ അടുത്ത് ചെന്നൊന്ന് പേടിപ്പിക്കുമ്പോ വെറും 15 ദിവസം, അതുവരെ നീ ലീഡർ ആവും, അപ്പോഴേക്ക് നീ ഈ ലീഡറും വേണ്ട ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഓട്ടം ഓടിയില്ലെങ്കിൽ എന്നെ നീതേ ഇങ്ങനെ ഞൊട്ടി വിളിച്ചോളാനായി പറഞ്ഞ് അവൻ അവളെ വീണ്ടും കളിയാക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുമ്പോ ഇവൻ എന്ത് ഇത് ഇന്നലെ പറഞ്ഞ തന്നെ വീണ്ടും പറയുന്നത്, ആക്ച്വലി എന്ത് ഇവന്റെ ഉദ്ദേശം, എന്തോ ഇവന്റെ മനസ്സിൽ പ്ലാനിങ് തകൃതിയിൽ നടക്കുന്നുണ്ടെന്ന് അവൾ ഓർക്കുന്നു. അങ്ങനെ എന്തായാലും ഒഫീഷ്യലി ആ ക്ലാസിന്റെ ലീഡറായി ഏറ്റെടുത്തിരിക്കുന്ന മൂവിന് ലൈഫിൽ ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളാണ് പിന്നീട് അങ്ങോട്ട് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ലീഡർ എന്നത് ചുമ്മാ ഒരു പദവിയല്ലല്ലോ, ആ ഒരു സ്ഥാനത്തിരുന്ന് ചെയ്യേണ്ട ഒരുപാട് ജോലികളുണ്ട്. ക്ലാസ് ടീച്ചർ അവൾക്ക് ആ ഒരു ലോഡ് വർക്കുകൾ കൊടുക്കുന്നുണ്ട്, ഒരു ലീഡറായി അവൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. പക്ഷെ അതൊന്നും ചെയ്ത് ശീലമില്ലാത്തവൾ അതൊക്കെ ചെയ്ത് ആകെ കുഴയുന്നുണ്ട്. ഏറ്റവും പ്രധാനം രാവിലെ തന്നെ ക്ലാസ്സിലെത്തണം, ക്ലാസ്സിന്റെ ഡോർ അവൾ തുറക്കണം, ക്ലാസ്സിലെ കാര്യങ്ങളെല്ലാം ബാക്കി കുട്ടികൾ വരുന്നതിന് മുന്നേ സെറ്റ് ചെയ്യണം എന്നതൊക്കെയാണ്. ക്ലാസ്സിൽ അങ്ങനെ നേരത്തെ വന്ന ശീലമില്ലാത്തവൾ ശരിക്കും പെട്ടുപോകുന്നുണ്ട്. പിന്നെ ക്ലാസ്സിലെ മറ്റു കുട്ടികളാകട്ടെ എന്തിനും ഏതിനും ലീഡറിനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ കാര്യം ചെയ്യാവോ, ആ കാര്യം ചെയ്യാൻ പറ്റില്ലയോ, ഇത് ചെയ്ത കുഴപ്പമുണ്ടോ എന്നിങ്ങനെ ഒരു 100 ഡൗട്ടുമായി അവളുടെ പുറകെയുണ്ട്. ഇതൊന്നും തന്നെ ശീലമില്ലാതെ ഇതിനൊക്കെ ഉത്തരം പറയേണ്ടി വരുന്ന സാഹചര്യത്തിൽ അവൾ നന്നായി കുഴയുന്നു. ഫസ്റ്റ് ഡേ തന്നെ ഈ നാനാഭാഗത്തുനിന്ന് വരുന്ന സ്ട്രെസ് അവൾക്ക് ഹാൻഡിൽ ചെയ്യാനേ കഴിയുന്നില്ല. അവൾ ആകെ കുഴഞ്ഞ്
സീറ്റിൽ വന്നിരിക്കുമ്പോ ഫസ്റ്റ് ഡേ തന്നെ ഇങ്ങനെ ഡെസ്പ് ആയാൽ എങ്ങനെയാ? വലിയ ആവേശത്തില് എനിക്കെതിരെ ഘോരം പ്രസംഗിച്ച് നേടിയെടുത്ത പദവിയല്ലേ. ഇനി ഒരു 14 ദിവസം കൂടി നിനക്ക് സമയമുണ്ട്. ഫസ്റ്റ് ഡേ തന്നെ ഇങ്ങനെ ആയാല് ഓ ആ 14 ദിവസം നീ എന്ത് ചെയ്യും? എനിക്ക് ആലോചിക്കാറേ വയ്യാന്നില്ല. പാവം നമ്മുടെ മോന്റെ അവസ്ഥ കണ്ട് ലിയോ അവളെ കളിയാക്കുന്നു. സംഭവം മോന് ഡീൽ ചെയ്യാനായി കുറച്ച് പാടാണെങ്കിലും അവൾ ലിയോയുടെ മുന്നിൽ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല. എങ്ങനെയും അവൻ പറഞ്ഞ ആ ഒരു കാര്യങ്ങള് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് അവന്റെ മുന്നിൽ ഞാൻ പ്രൂവ് ചെയ്യും. 15 ദിവസമല്ല, ഈ ക്ലാസ് തീരുന്നത് വരെ ഞാൻ തന്നെ ആയിരിക്കും ലീഡർ. അതിലൊരു മാറ്റമില്ല. എങ്ങനെയും ഈ സിറ്റുവേഷൻ എല്ലാം ഞാൻ ഹാൻഡിൽ ചെയ്യുന്നു അവള് മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ടെങ്കിലും ഒരു ഭാഗത്തൂടെ നല്ല ടെൻഷനിലാണ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു. അങ്ങനെ ഒരു ഭാഗത്ത് ലൈഫിൽ ആദ്യമായി നഷ്ടപ്പെട്ട ലീഡർ സ്ഥാനം എങ്ങനെയും തിരിച്ചു നേടിയെടുക്കുമെന്ന വാശിയില് ലിയോയും ആദ്യമായി കിട്ടിയ ലീഡർ സ്ഥാനം അത് ലിയോയുടെ മുന്നിൽ ജയിക്കാനായി ആദ്യമായി തനിക്ക് കിട്ടിയ ഒരു അവസരമാണ്. എത്രയോ വർഷങ്ങളായുള്ള തന്റെ പ്രതികാരമാണ് അതിലൂടെ നടക്കാൻ പോകുന്നത്. അതൊരിക്കലും വിട്ടുകൊടുക്കില്ല. ഏതറ്റം വരെ പോയും അത് പിടിച്ചു നിർത്തുമെന്ന് മൂവ്. അങ്ങനെ കുട്ടിക്കാലം മുതലേ കളിക്കൂട്ടുകാരായും ആജന്മ ശത്രുക്കളായും പരസ്പരം പാരവെച്ച് മുന്നോട്ട് പോകുന്ന ഇവർ ഹൈസ്കൂളിൽ എത്തിയിരിക്കുന്ന ഈ ഒരു സമയത്തും ആ ഒരു അവസ്ഥയ്ക്ക് ഒട്ടും മാറ്റമില്ല. അങ്ങനെ ഇപ്പോ ലിയോയെ തോൽപ്പിച്ച് ക്ലാസ് ലീഡർ ആയിരിക്കുന്ന മൂ ആദ്യമൊക്കെ ഈ ജോലിയൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ട് ആയി അവൾക്ക് തോന്നുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് തോറ്റു പിന്മാറാതെ മുന്നോട്ട് പോകാനായി തന്നെ തീരുമാനിക്കുന്നു. അവൾക്ക് ഒറ്റയ്ക്ക് ഈ ജോലികളൊക്കെ നോക്കി നടത്താനുള്ള കഴിവും സാമർത്ഥ്യവും ഇല്ലാന്ന് അവൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തോൽക്കാതിരിക്കാനായി അവൾ തന്റെ ജോലികൾ ഡിവൈഡ് ചെയ്യുകയാണ്. ലാബിന്റെ കാര്യങ്ങൾക്ക് അവൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവളുടെ ഫ്രണ്ട്സ് ആയ ആ ഇരട്ടകളുടെ തലയിൽ വെച്ചു കൊടുക്കുന്നു. നിങ്ങളാണ് ഇനി ലാബിന്റെ ഇൻചാർജ്, നിങ്ങൾ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവരെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് അവളുടെ ജോലി അവർക്ക് അങ്ങ് നൽകുകയാണ്. പിന്നെ ക്ലാസിന്റെ കാര്യങ്ങളിൽ അവൾ ചെയ്യേണ്ട ചില ഡ്യൂട്ടീസ് ഒക്കെ മറ്റൊരു പെൺകുട്ടിയുടെ തലയിലും നൈസ് ആയിട്ട് കെട്ടിവെച്ച് കൊടുക്കുന്നുണ്ട്. നീയാണ് ഇതിന്റെ ഇൻചാർജ്, നീ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ഒരുവിധം കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി സീറ്റിൽ വന്നിരുന്നു കൊണ്ട് ഓ ഇത്രയുള്ളല്ലേ ഒരു ലീഡറിന്റെ പണി, എന്ത് എളുപ്പമാ, എനിക്കിതൊക്കെ നിസ്സാരമൊന്നും പറ്റില്ല. ഡയലോഗ് അടിക്കുമ്പോൾ അവൻ ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവൾക്കാകട്ടെ ഉള്ള മറ്റൊരു ടാസ്ക് ഇവരുടെ ക്ലാസ്സിൽ 2 കുട്ടികൾ ഇപ്പൊ വരാതെ ലീവ് എടുത്തിരിക്കുന്നു എന്നതാണ്. അവർക്ക് എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കി അവരെ കൂട്ടിക്കൊണ്ടുവരണം. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ട്. അവരൊന്നും ഇനി ക്ലാസ്സിൽ വരാൻ പോകുന്നില്ല എന്ന് അവളിരുന്ന് വരാത്ത കുട്ടികളുടെ കാര്യം പറയുന്നത് കേട്ട് ലിയോ മൂവിനോട് പറയുമ്പോ അവര് വരും. ബെറ്റ് വെക്കുന്നോ, നീ പോയി ആ പയ്യനെ വിളിച്ചോണ്ട് വരാൻ നോക്കും, ഞാൻ ആ പെൺകുട്ടിയെ വിളിച്ചോണ്ട് വരാൻ നോക്കാം, ആര് ജയിക്കുമെന്ന് കാണാന്നും പറഞ്ഞ് മൂ അങ്ങനെ ഒരു ചലഞ്ച് ലിയോയുടെ മുന്നിൽ വെക്കുന്നുണ്ട്. തുടർന്ന് മൂ ക്ലാസ്സിൽ വരാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആ പെൺകുട്ടിയെ കാണാനായി പോകുന്നുണ്ട്. അവൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടല്ല ക്ലാസ്സിൽ വരാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നത്. ചുമ്മാ പഠിക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് വീട്ടിൽ ഇരുന്ന് ടൈം പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാതെ ലീവ് എടുത്തിരിക്കുന്ന അവൾ താൻ അങ്ങനെ ചെന്ന് വിളിച്ചാൽ വരുമോ എന്നൊരു ഡൗട്ട് മൂവിന് ഇവളുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ കാണുമ്പോൾ വരുന്നുണ്ടെങ്കിലും ഒരു ലീഡർ എന്ന നിലയിൽ അവൾ ആ കാര്യങ്ങളൊന്ന് ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്കും ക്ലാസ്സിൽ വരാത്ത ആ പയ്യനെ കാണാനായി ലിയോ പോയിട്ടുണ്ടല്ലോ. അവൻ എത്തുന്നത് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്. അവിടെ ചെന്ന് ആ പയ്യനെ വിളിക്കാനായി ലിയോ ഒരു ശ്രമം നടത്തുമ്പോൾ ലിയോ കാണാൻ പോയ പയ്യന്റെ പേര് ജാക്ക് എന്നാണ്. അവൻ ഒരു കൊച്ചു സെലിബ്രിറ്റിയാണ്, ഒരുപാട് പേർ ഇഷ്ടപ്പെടുന്ന ഒരു ഐഡൽ. സെലിബ്രിറ്റി ആവുമ്പോ തന്നെ പബ്ലിക് എങ്ങനെ സ്വസ്ഥമായിട്ട് ഇറങ്ങി നടക്കാനൊന്നും കഴിയില്ലല്ലോ. ഫാൻസ് എപ്പോ കണ്ടാലും ചുറ്റി വളയും. ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് അവൻ പഠിക്കാൻ വരാതെ പഠനം നിർത്താനായി തീരുമാനിച്ചത്. ആ പെൺകുട്ടിയാകട്ടെ ഡ്രാമ വളരെയധികം കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് നമ്മൾ മുന്നേ കണ്ട ജാക്കിന്റെ ഒരു ഫാൻ ഗേൾ ആണ് അവൾ. ഇവൾ വീട്ടിലെ ക്ലാസ്സിൽ പോവാതെ ഇരുന്ന് ഡ്രാമാസ് കാണുന്നതാണ് മെയിൻ പരിപാടിയായി ചെയ്യുന്നത്. ഈ ജാക്ക് നമ്മുടെ ക്ലാസ്സിൽ പഠിക്കാൻ വരുന്നുണ്ട്, അതുകൊണ്ട് നീ വന്നാല് നിനക്ക് പുള്ളിയെ നേരിട്ട് കാണാം, നിന്റെ ഫേവറേറ്റ് ഐഡലിനെ കൂടെ ഇരുന്ന് പഠിക്കാന്നൊക്കെ പറഞ്ഞ് അവളെ ബ്രെയിൻ വാഷ് ചെയ്യുമ്പോൾ അവൾ ക്ലാസ്സിൽ വരാൻ റെഡി ആവുന്നുണ്ട്. ഇതേ സമയം ജാക്കിനോട് ഫാൻസിനെ പേടിച്ച് ക്ലാസ്സിൽ വരാതിരിക്കരുത്, അതിനുവേണ്ട ഹെൽപ്പ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞ് അപ്പൊ പോലും ഫാൻസിന്റെ അടുത്ത് നിന്ന് ജാക്കിനെ രക്ഷപ്പെടുത്താനായി ലിയോ കുറച്ച് പണിപ്പെടുന്നുണ്ട്. അതിന്റെ പേരിൽ അവന്റെ ഡ്രസ്സൊക്കെ കീറി അങ്ങനെ മറ്റൊരു ടീഷർട്ട് ഇട്ടാണ് അവൻ ക്ലാസ്സിലേക്ക് വന്നിരുന്നത്. ഈ ഒരു കാര്യം കണ്ടാണ് ഇനി ജാക്ക് വരില്ല എന്ന് കരുതി അമ്മു താനാണ് ജയിച്ചതെന്ന് പറഞ്ഞ് ലിയോയെ കളിയാക്കിയത്. പക്ഷെ പിന്നീട് ജാക്ക് ക്ലാസ്സിലേക്ക് എത്തുമ്പോഴാണ് താൻ ആ പെൺകുട്ടിയെ കൊണ്ടുവന്ന കണക്ക് തന്നെ ലിയോ ഏറ്റെടുത്ത് ജാക്കിനെയും കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. ഇതേ സമയം തന്നെ മൂവിന് അടുത്ത പ്രശ്നം, അവൾ ലാബിന്റെ ഇൻചാർജ് ആക്കിയ ആ ഇരട്ടകൾ ഉണ്ടല്ലോ, അവന്മാര് ലാബിൽ കയറി നൈസായി അതും ഇതും ഒക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആക്കി അങ്ങനെ അവിടെ വലിയ പ്രശ്നം നടക്കുന്നുണ്ട്. ഈ കെമിക്കൽസ് ശരിയായ രീതിയിൽ മിക്സ് ചെയ്തില്ലെങ്കിൽ പൊട്ടിത്തെറിയും ഒക്കെ സംഭവിക്കുമല്ലോ. അതേ കണക്ക് ഒരു ഇൻസിഡന്റ് അവിടെ ഉണ്ടാവുന്നു. അതേപോലെ തന്നെ ക്ലാസ് റൂമിന്റെ ഇൻചാർജ് ആക്കി നിർത്തിയ അവളുടെ അസിസ്റ്റന്റ് കണക്കുള്ള ആ പെൺകുട്ടിയും ക്ലാസ് റൂമിൽ ചില പ്രശ്നങ്ങൾ ഒപ്പിക്കുന്നു. അങ്ങനെ അതിന്റെ പേരിൽ തന്റെ പണി കുറയ്ക്കാനായി മറ്റുള്ളവരുടെ തലയിലേക്ക് ആ പണി തരം തിരിച്ചു കൊടുത്ത ആ പണി കിട്ടിയവര് നല്ലൊരു പണി തിരിച്ചു കൊടുത്തത് കൊണ്ട് 8ന്റെ പണി വാങ്ങിയപ്പോ നിൽക്കാണ്. അവൾ ആ കാര്യങ്ങൾ ഓടി നടക്കുമ്പോ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ നിന്നെ കൊണ്ട് ഇത് കൂട്ടിയാ കൂടില്ലാന്ന്, അതുകൊണ്ട് മര്യാദയ്ക്ക് ഇതൊക്കെ മാറ്റിയിട്ട് പൊക്കോളനെ അത് ശ്രദ്ധിക്കുന്ന ലിയോ അവളെ അപ്പോഴും കളിയാക്കുന്നുണ്ട്. ലിയോ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിന്റെ ഇടയിൽ അവൻ നന്നായി തന്നെ പഠിക്കാനായി സമയം കണ്ടെത്തുന്നുണ്ട്. അവനൊരു പഠിപ്പായതുകൊണ്ട് സ്കൂളിൽ ഇരുന്നും ഫുൾ ടൈം പഠിത്തമാണ്. ഇത് ശ്രദ്ധിക്കുന്ന ഈ പഠിക്കുന്ന കുട്ടികളുടെ സെക്ഷനിലുള്ള വേ എന്ന പെൺകുട്ടിയില്ലേ, അവൾ ഇത് കണ്ട് ആകെ അമ്പരക്കുന്നുണ്ട്. ഈ പയ്യൻ എന്താ ഈ ക്ലാസ്സിൽ ഇരുന്ന് ഇങ്ങനെ
എങ്ങനെ പഠിക്കുന്നതെന്ന്. സാധാരണ പഠിക്കാത്ത കുട്ടികളുടെ ഒരു ക്ലാസ് ആണല്ലോ ഇത്. അപ്പൊ അവിടെ അങ്ങനെ ആരും ഈ ക്ലാസ് ടൈമിലൊന്നും ഇരുന്ന് പഠിക്കാൻ മെനക്കെടാറില്ല. അതുകൊണ്ടാണ് ഇത് കാണുന്ന വേക്ക് ഒരു ഡൗട്ട്. അങ്ങനെ ലിയോയെ കണ്ട് അവനെ പറ്റി കൂടുതൽ അറിയാനായി താല്പര്യം തോന്നുന്ന വേ അന്വേഷിക്കുന്ന സമയത്താണ് അവൻ നന്നായി പഠിക്കുന്ന ഒരു പയ്യനാണെന്നും പക്ഷെ എൻട്രൻസ് എക്സാമില് ഒരു വിഷയത്തിന് അവന് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല എന്ന കാരണം കൊണ്ട് മാർക്ക് കുറഞ്ഞാണ് അവൻ ഈ കുറച്ച് കുറവ് പഠിക്കുന്ന കുട്ടികളുടെ ഡിവിഷനിലേക്ക് വന്നതെന്നും അവൻ എങ്ങാനും ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ അവൻ ഏറ്റവും അധികം മാർക്ക് മേടിച്ച് വേ പഠിക്കുന്ന ആ ക്ലാസ്സിൽ തന്നെ ടോപ്പറായി മാറിയനെ. വേ ആണ് ഇപ്പൊ ആ ക്ലാസ്സിലെ ടോപ്പർ. പക്ഷെ അവൻ ഉണ്ടായിരുന്നെങ്കിൽ വേക്ക് സെക്കൻഡ് പൊസിഷനെ കിട്ടുള്ളായിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല എന്നൊക്കെ ചെൻ പറയുമ്പോൾ അത് കേൾക്കുന്ന വേക്ക് ഭയങ്കര കൗതുകം. അത്ര നന്നായി പഠിക്കുന്ന ഒരു പയ്യൻ അങ്ങനെ ചുമ്മാതെ ഒരു എക്സാം മിസ്സാക്കുകയോ അല്ലെങ്കിൽ മാർക്ക് കുറവ് മേടിക്കുകയോ ചെയ്യില്ല. ഇതിന് പിന്നിൽ വേറെ എന്തെങ്കിലും ഉണ്ടോന്ന് അവൾക്ക് ഇത് കേട്ട് ഡൗട്ട് വരുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം മൂ കൂട്ടിക്കൊണ്ട് വന്ന ക്വീ എന്ന പെൺകുട്ടി ഉണ്ടല്ലോ, അവളോട് മൂ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജാക്ക് അങ്ങോട്ടേക്ക് എത്തുന്നത്. ജാക്ക് വീണ്ടും പഠിക്കാനെത്തിയ ഒരു കാര്യം കൊണ്ട് തന്നെ ഫാൻസ് ഒക്കെ സ്കൂളിനെ ചുറ്റി വളഞ്ഞ് ആകെപ്പാടെ ഭയങ്കര തിരക്കും ബഹളവും ഒക്കെ ആയിരുന്നു. അവൻ ഒരുവിധം ക്ലാസ്സിലെത്തി കഴിയുമ്പോൾ ക്വീ അവനെ കണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആവുന്നുണ്ട്. അവളുടെ ഫേവറേറ്റ് ഐഡലിന്റെ കൂടെ ഇരുന്ന് പഠിക്കാലോ എന്നുള്ള എക്സൈറ്റ്മെന്റ്. അവളുടെ സന്തോഷം കണ്ട് മൂവും ഹാപ്പി. നമ്മുടെ ക്ലാസ്സില് ജാക്കിനെ പോലെ തന്നെ സുന്ദരനായ വേറൊരു പയ്യനും കൂടി ഉണ്ടെന്ന് പറഞ്ഞ് ക്വീ സംസാരിക്കുമ്പോൾ ആണോ ആരതെന്ന് അതറിയാനായി മൂന്ന് ഭയങ്കര ഒരു ആകാംക്ഷ വരുന്നുണ്ടെങ്കിലും ക്വീ പറയുന്നത് ലിയോയെ പറ്റിയാണെന്ന് കേൾക്കുമ്പോൾ മൂവിന്റെ മുഖത്ത് വരുന്നത് പരമ പുച്ഛമാണ്. നിന്റെ ടേസ്റ്റ് ഇത്രയും ലോക്കലാന്ന് ഞാൻ അറിഞ്ഞില്ല എന്നും കൂടി അവൾ ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴാണ് ജാക്ക് അവരോട് മിണ്ടാനായി വരുന്നത്. പക്ഷെ ആ ടീം ജാക്കിനെ കാണുമ്പോൾ എവിടെയോ കണ്ട് നല്ലൊരു പരിചയം മൂന്ന് തോന്നുന്നുണ്ട്. എന്നെ വല്ല ടിവിയിലൊക്കെ കണ്ടതായിരിക്കും അവൻ പറയുമ്പോൾ അല്ലല്ല, ഈ പ്രായത്തിലല്ല, കുട്ടിക്കാലത്ത് എവിടെയോ കണ്ട കണക്ക് തന്നെ ഉണ്ടെന്ന് മൂ വീണ്ടും ഓർത്തെടുക്കാനായി നോക്കുമ്പോൾ പെട്ടെന്ന് ജാക്കിന് ദേഷ്യം വരുന്നുണ്ട്. എന്നെ കാണാൻ ഒരു ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു പോകുന്നവൻ വീണ്ടും വീണ്ടും അവളുടെ മുന്നിൽ വന്ന് കുട്ടിക്കാലത്തൊന്നും അവനെ കണ്ട ഒരു ഓർമ്മ അവൾക്കില്ല, ഇപ്പൊ കണ്ട ഒരു കണക്ഷൻ തോന്നുന്നതാണെന്ന് സ്ഥാപിച്ചെടുക്കാനായി പലതും ചെയ്ത് നോക്കുന്നുണ്ടെങ്കിലും അവൾ അപ്പോഴും അല്ലല്ല എനിക്ക് കുട്ടിക്കാലത്ത് കണ്ട് നല്ല ഓർമ്മയുണ്ടെന്ന് പറഞ്ഞ് അത് റിപ്പീറ്റ് മോഡിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവന് നല്ല ദേഷ്യം വരുന്നുണ്ട്. എനിക്കൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്നും പറഞ്ഞ് അവൻ മൂവിനെ വിളിക്കുന്നുണ്ട്. പക്ഷെ മൂവിനെ ജാക്കിന്റെ അടുത്തേക്ക് ഒറ്റയ്ക്ക് വിടാനായി ജാക്കിന്റെ ഫാൻ ഗേളായ ക്വീക്ക് താല്പര്യമില്ല. അവൾക്ക് നല്ല കുശുമ്പ്. അതുകൊണ്ട് തന്നെ അവൾ നൈസ് ആയിട്ട് കൂടെ പോന്നു. എന്നെ കുട്ടിക്കാലത്തൊന്നും കണ്ടിട്ടില്ലാന്ന് പറയാതെ ഇവിടുന്ന് വിടത്തില്ലാന്ന് അവളോട് ആ സമയത്ത് ജാക്ക് പറയുന്നുണ്ട്. അല്ലല്ല ശരിക്കും ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് വീണ്ടും അവൾ പറയുമ്പോൾ അവൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്ന കൂടെ ഉണ്ടായിരുന്ന ക്വീക്ക് ഇവൻ ദേഷ്യപ്പെട്ടാലും എന്തൊരു ഹാൻസം അല്ലേ എന്ന ഒരു തോന്നലാണ് വരുന്നത്. അങ്ങനെ പിന്നീട് ജാക്ക് മൂവിനോട് കാര്യങ്ങൾ തുറന്ന് പറയുന്നുണ്ട്. ഞാൻ കുട്ടിക്കാലത്തും ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ അന്ന് ഞാൻ നല്ല ശരീരഭാരമുള്ള ഒരു കുട്ടിയായിരുന്നു. അതിന്റെ പേരിൽ കുറെ കളിയാക്കലുകളും കാര്യങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഒരുവിധം റിക്കവർ ആയാണ് ഞാനിപ്പോ ഈ ഒരു ലുക്കിൽ നിൽക്കുന്നത്. സത്യത്തിൽ ഞാൻ കുറച്ച് ഹാൻസം ആയുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് അംഗീകാരങ്ങൾ ലഭിക്കുന്നത്. ആളുകൾക്ക് ആ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ടീം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ വണ്ണം കുറച്ചാണ് ഇങ്ങനെ ആയെന്നൊക്കെ പറഞ്ഞ് അവൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങനൊന്നുമില്ല, നിന്നെ ആ രീതിയിലും ഇഷ്ടപ്പെട്ടിരുന്ന ആളുകളുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ഇപ്പൊ നിന്നെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ ഏറെ ആ പഴയ നിന്നെ ശ്രദ്ധിച്ചിരുന്നു. അന്ന് നീ എന്ത് രസമായിരുന്നു, എന്ത് ചബിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവൾ അവനോട് പണ്ട് അവനെ ആ ഒരു TV പ്രോഗ്രാമിൽ കണ്ട് അവന്റെ ഫാൻ ആയിരുന്നു അവൾ എന്ന ആ ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇതേ ടീം തന്നെ എന്തോ ഒരു കാര്യമുള്ളത് കൊണ്ട് മനഃപൂർവ്വം മാർക്ക് കുറവ് വാങ്ങി ആ ഒരു ക്ലാസ്സിൽ ലിയോ പഠിക്കുകയാണെന്ന് മനസ്സിലാക്കുന്ന വേ അവനോട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട്. അവനെ കണ്ടപ്പോഴും അവൾക്ക് ഒരു താല്പര്യം തോന്നിയത് കൊണ്ടാവാം അവനെ തന്റെ ക്ലാസ്സിലേക്ക് മാറ്റാനായി അവൾ ഒരു എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിലും അവൻ അതിലൊന്നും ഒട്ടും താല്പര്യം കാണിച്ചതേ ഇല്ല. അങ്ങനെ പിന്നീട് ക്ലാസ്സിലിരുന്ന് സംസാരിക്കുന്ന ടീം എങ്ങനെയുണ്ട് എന്റെ ലീഡർഷിപ്പ്, നന്നായി തന്നെ ഇല്ലെന്നല്ല മൂ ലിയോയും മറ്റു ഫ്രണ്ട്സും കേൾക്കാൻ ചോദിക്കുന്നുണ്ടെങ്കിലും എന്തിനു കൊള്ളാം നിന്റെ ലീഡർഷിപ്പ് ഒന്നും നന്നായി പോകുന്നില്ല. ദേ ഈ ക്വീയെ നോക്ക്, ക്ലാസ്സിലിരുന്ന് ടീച്ചർ പഠിപ്പിക്കുമ്പോൾ പോലും ഒളിച്ചും പാത്തും സ്നാക്സ് കഴിച്ച് ക്ലാസ് റൂം ഫുള്ള് വൃത്തിയേടാക്കുന്നു. നിന്റെ ഈ വലങ്കയായ ഈ ഇരട്ട പയ്യന്മാരില്ലേ ഇവന്മാര് കാണിക്കാത്ത കുരുത്തക്കേട് വല്ലതും ഉണ്ടോ? പിന്നെ ഈ ജാക്ക് അവനങ്ങട്ടെ ക്ലാസ് ഇരുന്ന് ഫുള്ള് പാട്ട് പാടി മനുഷ്യനെ ടോർച്ചർ ചെയ്തോണ്ടിരിക്കുക. നീ ഒരു ലീഡർ ആണോ? മര്യാദയ്ക്ക് കോട്ടിന്റെ ബട്ടൺസ് പോലും ഇടാൻ അറിയാത്ത നീയാണോ ലീഡർ എന്നല്ല ലിയോ ചോദിക്കുമ്പോ ഇത് ഞാൻ സ്റ്റൈലിന് ഊരിയിട്ടിരിക്കുന്നതാണെന്ന് അവൾ മറുപടി പറയുന്നുണ്ട്. സ്റ്റൈലോ? ഉള്ള ഫുഡെല്ലാം കൂടി കഴിച്ച് ബട്ടൺസ് ഇടാൻ പറ്റാത്ത അവസ്ഥയിലായിട്ട് സ്റ്റൈൽ എന്നങ്ങ് പറഞ്ഞാൽ മതിയല്ലോ എന്നും പറഞ്ഞ് അവൻ കളിയാക്കുമ്പോൾ ആര് പറഞ്ഞു എനിക്ക് ബട്ടൺസ് ഇടാൻ കഴിയില്ലാന്ന്, ഇപ്പൊ ഇട്ട് കാണിച്ചു തരാമെന്നും പറഞ്ഞ് അവൾ ഒരുവിധം ശ്വാസം പിടിച്ചകത്ത് ഇങ്ങനെ വെച്ച് ആ ബട്ടൺസ് ഇടുന്നുണ്ടെങ്കിലും ശ്വാസം ഒന്ന് എടുക്കുമ്പോഴേക്കെന്തേ ആ ബട്ടൺസ് നേരെ തെറിച്ച് ചെല്ലുന്നത് അങ്ങോട്ടേക്ക് ലിയോയെ കാണാനായി എത്തിയ വേയുടെ നെറ്റിയിലേക്കാണ്. അപ്പേന്നും പറഞ്ഞ ബട്ടൺസ് വന്ന് അടിക്കുമ്പോൾ അവൾക്ക് നല്ല വേദന എടുക്കുന്നുണ്ടായിരുന്നു. ആകെപ്പാടെ നാണക്കേട് വന്ന കുറച്ച് വെയിറ്റ് കുറയ്ക്കണം അല്ലെങ്കിൽ ശരിയാവില്ല എന്ന് തോന്നി നല്ലവണ്ണം വെയിറ്റ് കുറച്ചിപ്പോ വേറെ ലുക്കിലായി മാറിയിട്ടുള്ള നമ്മുടെ ജാക്കിന്റെ അടുത്ത് അതിന് ഹെൽപ്പ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അവൻ അവൾക്ക് നല്ല ഡയറ്റും വർക്കൗട്ടും ഒക്കെ നൽകും. വർക്കൗട്ട് ഒന്നും ചെയ്ത് ശീലമില്ലാത്ത അതൊക്കെ ചെയ്ത് അടുത്ത ദിവസം അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ക്ലാസ്സിലേക്ക് വരുന്നത്. ക്ലാസ്സിലുള്ളപ്പോൾ മാത്രമല്ല അവധി ദിവസം പോലും വീട്ടിലെത്തി മൂവിന്റെ ഡയറ്റ് ജാക്ക് നോക്കുന്നുണ്ട്. ഉള്ള പച്ചിലകളും പച്ചക്കറികളും കഴിക്കാനായി കൊടുക്കുകയും പാവയ്ക്കയുടെ ജ്യൂസ് അടിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇത് കാണുന്ന അവളുടെ ചേട്ടൻ പോലും അയ്യോ എന്റെ പാവു അനിയത്തിന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും
സഹായിക്കാൻ ഒരു വഴിയില്ലാതെ അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്. ഒരു ഭാഗത്ത് ജാക്കിനെ കൊണ്ട് ഡയറ്റ് കൊണ്ടുള്ള ശല്യം കൂടുമ്പോ മറുഭാഗത്ത് ലിയോയുടെ കാല് പിടിച്ച് അവനെ കൊണ്ട് ജാക്ക് കാണാതെ ചോക്ലേറ്റ് ഒക്കെ വാങ്ങിപ്പിച്ച് മൂ കഴിക്കുന്നുണ്ടായിരുന്നു. ജാക്ക് ആകട്ടെ മൂവിനോട്, ഞാൻ നിന്നെ മനഃപൂർവ്വം ടോർച്ചർ ചെയ്തു എന്ന് വിചാരിക്കണ്ട, ഈ വെയിറ്റ് കുറയ്ക്കുന്ന കാര്യം എത്തുമ്പോ എനിക്ക് ഭ്രാന്ത, എനിക്ക് എല്ലാവരെയും അതിൽ ഹെൽപ്പ് ചെയ്യാനേ വലിയ ഇഷ്ടം. കാരണം നമുക്ക് നമ്മുടെ ശരീരഭാരം ഒരു പക്ഷെ പ്രശ്നമായിരിക്കില്ല, പക്ഷെ അത് കാണുന്ന മറ്റുള്ളവര് നമ്മളോട് കാണിക്കുന്ന ആറ്റിറ്റ്യൂഡും ആ ഒരു ബുള്ളിങ് കാരണം മനസ്സും അടുത്താണ് ഞാൻ ആക്ച്വലി വെയിറ്റ് കുറയ്ക്കാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ എനിക്ക് വെയിറ്റ് ഭയങ്കര സെൻസിറ്റീവ് ആയ ഒരു ടോപ്പിക്കാണ്, അതുകൊണ്ട് അങ്ങനെ പെരുമാറുന്നുള്ളൂ, നീ അത് പേഴ്സണൽ ആക്കരുതെന്നല്ല അവൻ പറയുമ്പോൾ അത് അവൾക്ക് നന്നായി തന്നെ അറിയാവുന്നതുകൊണ്ട് അവൾ അത് ഒട്ടും കാര്യമാക്കുന്നില്ല. പക്ഷെ ഇതിന്റെ ഇടയിൽ വേറെ ചില കാര്യങ്ങൾ സംഭവിക്കുന്നു. ഇവരുടെ സ്കൂളിന്റെ അവിടെ ഒരു ഡോഗിനെ കാണുന്ന ലിയോ അതിന് ഫുഡ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ ഡോഗിനെ ആകട്ടെ ഈ സ്കൂളിന്റെ ഈ പരിസരത്ത് കറങ്ങി നടക്കുന്നത് ഇഷ്ടപ്പെടാതെ ഇവരുടെ ഡയറക്ടർ അതിനെ പട്ടിപ്പിടുത്തക്കാർക്ക് പിടിച്ചു കൊടുക്കാനായി ഒരു പ്ലാനിങ്ങിലായിരുന്നു. പക്ഷെ ആ ഡോഗ് വളരെ ക്യൂട്ടാണ്, അതിനെ അങ്ങനെ പിടിച്ചു കൊടുക്കാൻ മാത്രം അത് ഒരു ഉപദ്രവകാരിയല്ല എന്നുള്ള രീതിയിൽ അതിനെ ഒന്ന് കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കി എടുക്കാനൊക്കെ മൂ ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഈ ഡോഗ് ആണെങ്കിൽ കുളിക്കാൻ ഒരു രീതിയിലും വരില്ല, അത് മനസ്സിലാക്കുന്ന അവൾ ഒരുവിധം റിസ്ക് എടുത്ത് ആ ഡോഗിനെ കുളിപ്പിച്ചെടുക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഡയറക്ടർ ആ ഡോഗ് ക്യൂട്ടാണ്, അതിനെ വെറുതെ ഉപദ്രവകാരി അല്ലാത്തതുകൊണ്ട് പറഞ്ഞു വിടണ്ട എന്ന ഒരു രീതിയിലും ചിന്തിക്കാതെ അതിനെ പട്ടിപിടുത്തക്കാർക്ക് തന്നെ പിടിച്ചു കൊടുക്കാനായി നോക്കുമ്പോൾ അപ്പോഴേക്കും ഡയറക്ടറിന്റെ കണ്ണിലുണ്ണിയായി മാറിയിട്ടുണ്ടായിരുന്ന ലിയോ, സാർ ഞാൻ ആ ഡോഗിന്റെ കാര്യങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞ് ആ പട്ടിപിടുത്തക്കാർക്ക് അവൻ തന്നെ അതിനെ ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട്. അതിനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടിക്കാതിരിക്കാനായി ഒരുപാട് പരിശ്രമിച്ച മൂവിന് ഇത് കാണുമ്പോൾ ഭയങ്കര ദേഷ്യമൊക്കെ തോന്നുന്നുണ്ട് ലിയോട്. അതിന്റെ പേരിൽ അവൾ അവനോട് ഭയങ്കരമായി പിണങ്ങുകയും ദേഷ്യത്തിൽ അവന്റെ ദേഹത്ത് വെള്ളം എടുത്ത് ഒഴിക്കുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷെ ആക്ച്വലി അവൻ അതിനെ പറഞ്ഞു വിട്ടതായിരുന്നില്ല, ഈ ഡയറക്ടറിന് മുന്നിൽ പറഞ്ഞു വിടുന്ന കണക്ക് കാണിച്ച് അവൻ അതിനെ വീട്ടിലേക്ക് വളർത്താനായി കൊണ്ടുപോയിരുന്നു. അത് പക്ഷേ മൂന്ന് അറിയാതെയാണ് അവൾ ഈ ദേഷ്യം കാണിക്കുന്നത്. ആ കലിപ്പിന് അവൾ പിന്നീട് അവരോട് നന്നായി മിണ്ടിയിട്ട് പോലും ഇല്ല. എന്തായാലും അങ്ങനെ ഇരിക്കാണ് ഇവരുടെ ക്ലാസ്സിൽ ആരോ പ്രണയിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്ന സാർ, ഇപ്പൊ പ്രണയിക്കേണ്ട പ്രായമല്ല, പഠിക്കണം, ആ കാര്യങ്ങളെ മാത്രം ശ്രദ്ധിച്ചാൽ മതിയെന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കാനായുള്ള ടാസ്ക് മൂവിനും ലിയോയ്ക്കും നൽകുന്നത്. അവളാകട്ടെ അവരോട്, നീ ഈ കാര്യത്തിലൊന്നും ഇടപെടണ്ട, ഞാനിത് നോക്കിക്കോളാം, നിനക്ക് പ്രണയം എന്താന്ന് പോലും അറിയില്ലല്ലോ, നീ ഒരു മൊഷടന, പിന്നെ നീ എങ്ങനെ പ്രണയിക്കുന്നവരെ ഉപദേശിക്കുമെന്നെല്ലാം അവൾ ദേഷ്യപ്പെടുമ്പോ, ഓ നിനക്ക് പിന്നെ പ്രണയം എന്താന്ന് നല്ലവണ്ണം അറിയാലോ അല്ലേ എന്നല്ല അവൻ തിരിച്ച് അവളെ കളിയാക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ ഇവർ ക്ലാസ്സിൽ കുറെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് ആരാണ് ആ കപ്പിൾ എന്ന് കണ്ടുപിടിക്കാനായി. പക്ഷെ ഇവർക്ക് അതിന് സാധിക്കുന്നേയില്ല. എന്നിരുന്നാലും സാർ അങ്ങനെ ഒരു ടാസ്ക് കൊടുത്തത് കൊണ്ട് തന്നെ ഇവർ അത് ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള പരിശ്രമത്തിലാണ്. ഈ സാർ കുട്ടികളുമായി വളരെ ചേർന്ന് നിൽക്കുന്ന, കുട്ടികളെ മനസ്സിലാക്കി പെരുമാറുന്ന ഒരു അധ്യാപകനാണ്. സ്കൂളിൽ ഇതുപോലെയൊക്കെ പ്രണയമുള്ളത് അങ്ങനെ ഇവരുടെ ആ കർക്കശക്കാരനായ ഡയറക്ടർ സാർ കണ്ടുപിടിച്ചാൽ നല്ല പണിഷ്മെന്റ് കൊടുക്കും. അതുകൊണ്ടാണ് ഇത് വേറെ ലെവലിലേക്ക് ആളുകൾ അറിയുന്നതിന് മുന്നേ ഒന്ന് ഹാൻഡിൽ ചെയ്യാനായി സാർ മുൻകൈ എടുക്കുന്നത്. എന്തായാലും അങ്ങനെ ആ കപ്പിളിനെ കണ്ടുപിടിക്കാനായി രണ്ടുപേരും തീരുമാനിക്കുന്നു. ആ ഡോഗിന്റെ കാര്യത്തിലുള്ള പിണക്കം കൊണ്ട് ലിയോയെ മൈൻഡ് ആക്കാതെ നടന്ന് ഒറ്റയ്ക്ക് ഇത് സാധിക്കില്ല. ലിയോയ്ക്കും ഇതിന് ഒറ്റയ്ക്ക് അത്ര എളുപ്പമല്ല. ഒന്നിച്ച് നിന്നാലേ മുന്നോട്ട് പോയി ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന് മനസ്സിലാക്കി അവർ അങ്ങനെ ഒന്നിച്ച് ആ പ്രണയ ജോഡിയെ കണ്ടെത്താനായി തീരുമാനിക്കുകയാണ്. എന്നിട്ട് അങ്ങനെ ക്ലാസ്സിലെ ആ പ്രണയ ജോഡികളെ കണ്ടുപിടിക്കാനായി ലിയോയും മൂവും ഒന്നിച്ചിപ്പോ പ്രവർത്തിക്കാനായി തീരുമാനിച്ചിരിക്കുന്നു. രണ്ടുപേരും രണ്ടായി ശ്രമിച്ചിട്ട് നടക്കാത്തത് കൊണ്ടാണ് ഒന്നിച്ച് അവരിപ്പോ അന്വേഷണം ആരംഭിക്കുന്നത്. അങ്ങനെ ക്ലാസ്സിലെ ഒരു പയ്യനും പെണ്ണും വീക്കെൻഡ് പുറത്തു പോകുന്നു എന്നവർക്ക് മനസ്സിലാവുന്നുണ്ട്. അവരവിടെ അവരെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. ഈ ഒന്നിച്ച് പഠിക്കുന്ന രണ്ടുപേർ ഒരു അവധി ദിവസം പുറത്തു പോയി എന്ന് പറഞ്ഞ് അവർ പ്രണയത്തിലാണെന്ന് ഉറപ്പിച്ചു പറയാനായി സാധിക്കില്ലല്ലോ. എന്താ ഫ്രണ്ട്സിന് ഔട്ടിങ്ങിന് പൊക്കൂടെ അല്ലേ? അതുകൊണ്ട് തന്നെ ഇവർ ലവേഴ്സ് ആണോ എന്ന് കൺഫേം ചെയ്യാനായി അവരുടെ പിറകെ നടന്ന് അവർ എന്ത് ചെയ്യുന്നു എന്ന് കണ്ടുപിടിച്ച് ഒടുക്കം കൺക്ലൂഷനിൽ എത്തിക്കാം എന്നൊരു രീതിയിലാണ് ഇവർ പിറകെ നടക്കുന്നത്. അങ്ങനെ കുറെ നേരം അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. അവർ കയറുന്ന കടകളിലും അവർ കയറുന്ന ഗെയിം സെന്ററിലും അവർ കയറുന്ന കഫേയിലും ഒക്കെ കയറി ഇവർക്ക് ഒരു ഡേറ്റ് കണക്കായി പോയി. ഇപ്പൊ അങ്ങനെ ഒടുക്കം ഒരു റെസ്റ്റോറന്റിൽ കയറുന്ന സമയത്ത് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് ഇവർ റിലേഷൻഷിപ്പിലാണോ. ഇതുവരെ അവരൊന്ന് കെട്ടിപ്പിടിക്കുന്നതോ കിസ് ചെയ്യുന്നതോ ഒന്ന് കൈ കോർത്ത് പിടിച്ച് നടക്കുന്നതോ പോലും നമ്മൾ കണ്ടില്ല. പിന്നെ എങ്ങനെ അവർ ലവേഴ്സ് ആണെന്ന് പറയാൻ സാധിക്കുമെന്നല്ല അവൻ ചോദിക്കുമ്പോ, ശരിയാ ഇനി അവരെ ഫോളോ ചെയ്താലേ നമുക്കൊരു തീരുമാനത്തിൽ എത്താനേ കഴിയൂന്ന് മൂവും പറയുന്നുണ്ട്. അപ്പോഴാണ് അവരുള്ള ഒരു റെസ്റ്റോറന്റിന്റെ ഓണർ അവിടേക്ക് എത്തുന്നത്. ഇവർ ആ കപ്പിളിനെ ഫോളോ ചെയ്ത് ഇവിടെ വന്നതാണ്. പക്ഷെ ഇവരവിടെ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ 100th കപ്പിൾ കസ്റ്റമർ ആണെന്ന് പറഞ്ഞ് അവരെ ഭയങ്കര സ്പെഷ്യലായി തന്നെ പരിഗണിക്കുന്നുണ്ട്. ഞങ്ങൾ കപ്പിൾസ് ഒന്നും അല്ലാന്നെല്ലാം അത് കേട്ട് നമ്മുടെ മൂ ഇഷ്ടപ്പെടാതെ ബഹളം വെക്കുന്നുണ്ടെങ്കിലും 100ാമത്തെ കപ്പിളിന് സ്പെഷ്യൽ ആയിട്ട് ഒരു ഐസ്ക്രീം ഉണ്ടെന്ന് പറഞ്ഞ് ആ ഐസ്ക്രീം അങ്ങ് കൊടുക്കുമ്പോൾ അവളുടെ കംപ്ലൈന്റ് എല്ലാം പോകുന്നുണ്ട്. അതെ ഞങ്ങൾ കപ്പിളാണെന്ന് പറഞ്ഞ് അവൾ ആ ഐസ്ക്രീം ഇരുന്ന് ഭയങ്കര ടേസ്റ്റിൽ കഴിക്കുമ്പോൾ ഫുഡ് കണ്ട അവിടെ കമന്നടിച്ച് വീഴുന്ന ഒരെണ്ണം എന്നുള്ള മട്ടില് ലിയോ മൂവിനെ നോക്കുന്നുണ്ടായിരുന്നു. ഐസ്ക്രീം കൊണ്ട് മാത്രം നിന്നില്ല, അതിനുശേഷം കപ്പിൾ ഫോട്ടോഷൂട്ടിനും ഇവരെ പിടിച്ചു നിർത്തുന്നുണ്ട്. കപ്പിളാണെന്ന് പറഞ്ഞ് ഐസ്ക്രീം കഴിച്ചത് കൊണ്ട് തന്നെ ഇനിയിപ്പോ കപ്പിളല്ല എന്ന് പറഞ്ഞ് ഫോട്ടോഷൂട്ടിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ താല്പര്യമില്ലെങ്കിലും ഫോട്ടോഷൂട്ടിന് നിൽക്കാണ്. അങ്ങനെ വീണ്ടും അവിടെ നിന്ന് അവരെ ഫോളോ ചെയ്യുമ്പോൾ അവരുടെ കണ്ണി പെടാതിരിക്കാനായി മുഖം മറയ്ക്കാനൊക്കെ രണ്ടുപേരും പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. എന്തായാലും അതിനുശേഷം ആ ഒരു കപ്പിള് പോകുന്നത് സിനിമയ്ക്കാണ്. അതുകൊണ്ട് തന്നെ അവരെ ഫോളോ ചെയ്ത് വന്ന ലിയോയും മൂണും സിനിമയ്ക്ക് പോകുന്നുണ്ട്. ലിയോ അവരെ ഫോളോ ചെയ്യുന്നതിൽ തന്നെ 100% കോൺസെൻട്രേഷനിൽ ഇരിക്കുമ്പോൾ മൂവിന്റെ ശ്രദ്ധ എവിടേക്കോ പാളുന്നുണ്ട്. അവളേതാണ്ട് ശരിക്കും സിനിമ കാണാൻ വന്ന മട്ടില് സ്നാക്സും വാങ്ങിച്ച് എൻജോയ് ചെയ്ത് കണ്ടോണ്ടിരിക്കുകയാണ്. സാധാരണ പ്രേമിക്കുന്നവര് റൊമാൻറ്റിക് ഫിലിംസ് അല്ലെ കൂടുതൽ
കൂടുതലായി തിയേറ്ററിൽ പോയി കാണാൻ സാധ്യത. പക്ഷെ ഇവിടെ ഇവർ കാണാൻ വന്നിരിക്കുന്നത് സോംബി സിനിമയാണ്. അത് കാണുമ്പോഴും നമ്മുടെ ലിയോയ്ക്ക് നല്ല ഡൗട്ട് ഉണ്ട്, ഇവര് ശരിക്കും പ്രേമിക്കുന്നവർ തന്നെയാണോ എന്ന്. അങ്ങനെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നവരെ വീണ്ടും ഫോളോ ചെയ്യുന്നു. അവരിപ്പോ പോകുന്നത് ഒരു ഫ്ലവർ ഷോപ്പിലേക്കാണ്. ഇതുവരെ നമുക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ, പക്ഷെ ഇപ്പൊ കൺഫേം ചെയ്യാം. അവൻ അവൾക്ക് റോസാപ്പൂവാണ് വാങ്ങിച്ചു കൊടുക്കുന്നതെങ്കിൽ അവൻ അവളെ പ്രേമിക്കുന്നു എന്ന് തന്നെ അർത്ഥം. നമുക്ക് നോക്കാന്നും പറഞ്ഞ് അവർ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുമ്പോ റോസാപ്പൂ അല്ല, പകരം ലില്ലിയാണ് അവൻ ആ പെൺകുട്ടിക്ക് ഗിഫ്റ്റ് ചെയ്യുന്നത്. ഓ, വീണ്ടും പണി പാളിയല്ലോ. ആ ഒരു സമയത്താണ് ഇവരാണ് ഇവിടെ വന്നിരിക്കുന്ന 100th കസ്റ്റമർ എന്ന് പറഞ്ഞ് അവരെ പിടിച്ചു നിർത്തി ബൊക്കെയൊക്കെ കൊടുത്ത് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടെ അന്വേഷിച്ചാലേ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞ് വീണ്ടും അവരെ ഫോളോ ചെയ്യുന്ന ടീം അവരൊരു റെസ്റ്റോറന്റിൽ അടുത്തതായി കയറുന്നുണ്ട്. എന്തോരം സ്ഥലത്തല്ലേ രാവിലെ തൊട്ട് കറങ്ങി നടക്കുന്നത്. എന്തായാലും ആ റെസ്റ്റോറന്റിൽ അവരങ്ങനെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ കൊണ്ട് ഇവർ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ആണെന്ന് കൺഫേം ചെയ്യാൻ സാധിക്കുമെന്നും ചോദിച്ചു കഴിഞ്ഞാൽ ഡൗട്ടാണ്. എന്തായാലും അവരവിടെ ഫുഡ് കഴിച്ച് സംസാരിച്ചിരിക്കുമ്പോൾ ഇവർക്ക് എന്താ ഇത്ര സംസാരിക്കാനുള്ളതെന്ന് ലിയോയ്ക്ക് ഒരു ഡൗട്ട്. നമുക്കൊന്നും ഡബ് ചെയ്ത് നോക്കിയാലോ എന്ന് പറഞ്ഞ് അങ്ങനെ മൂവും ലിയോയും അവിടെ ഇരുന്ന് ആ പയ്യനും പെണ്ണും എന്തായിരിക്കും പറയുന്നത് എന്നതിന് ഒരു ഏകദേശം ഡബിങ് കൊടുത്തോണ്ടിരിക്കും. ഞാൻ ഇന്ന് വളരെ ഹാപ്പി ആയിരുന്നു, നിന്റെ കൂടെ ഇന്ന് കുറെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി, ഐ എം സോ ഹാപ്പി എന്നൊക്കെ പറഞ്ഞ് അവൾ സംസാരിക്കുമ്പോൾ ഞാനും ഇന്നത്തെ ഡേ വളരെ എൻജോയ് ചെയ്തു. സാധാരണ ഷോപ്പിംഗ് ഒക്കെ എനിക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമില്ല, പക്ഷെ നിന്റെ കൂടെ ഷോപ്പിങ്ങിന് വന്നപ്പോൾ സമയം പോയതേ അറിഞ്ഞില്ല എന്ന് അവനും ആ പയ്യൻ പറയുന്ന കണക്ക് പറയുന്നുണ്ട്. അങ്ങനെ അവര് മറ്റേ ആളുകൾക്ക് ഡബ് ചെയ്ത് ഏതാണ്ട് ഇവർ ശരിക്കും ഡേറ്റിങ്ങിന് പോയ കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ലിയോയ്ക്ക് ഒരു ഡൗട്ട്, നല്ല ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുന്നവരുടെ ഇടയിൽ പ്രണയം ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോന്ന് അവൻ ആ ഒരു കാര്യം മൂനോട് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല, കാരണം എനിക്ക് അങ്ങനെ ബോയ് ബെസ്റ്റ് ഇല്ലല്ലോ എന്നെല്ലാം അവൾ പറയുമ്പോ അവൻ ഒരുമാതിരി അവളെ എന്താ അങ്ങനെ ഒരു ടോക്ക്, അപ്പൊ ഞാൻ പിന്നെ എന്തിനാ എന്നാ ഒരു മട്ടിൽ നോക്കുമ്പോ അതിന് നീ എന്റെ ബെസ്റ്റ് ഒന്നും അല്ലല്ലോ, നീ എന്റെ ജസ്റ്റ് ഒരു എന്നിങ്ങനെ അവൾ എന്തോ പറയാൻ വരുമ്പോ ഒരു ഫ്രണ്ട് അല്ലേ എന്നിങ്ങനെ അവൻ ചോദിക്കുന്നുണ്ട്. അല്ല ഫ്രണ്ട് പോലും അല്ല, നീ എന്റെ അയൽക്കാരൻ, ജസ്റ്റ് ഒരു അയൽക്കാരൻ അത്രേ ഉള്ളൂ എന്ന് അവൾ പറയുമ്പോ അവൻ അവളെ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു. തുറച്ചു നോക്കണ്ട, ഒരു കാര്യം കൂടി ഉണ്ടെന്ന് പറഞ്ഞു, അയൽക്കാരൻ മാത്രമല്ല എന്റെ ആജന്മ ശത്രുവാ നീ, എനിക്ക് നിന്നെ കണ്ണി കണ്ടുകൂടാന്നൊക്കെ പറഞ്ഞ് അവൾ അവനെ വായി വന്നതൊക്കെ പറയുമ്പോ നിനക്ക് എന്നെ അത്ര ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ എന്റെ കൂടെ കുട്ടിക്കാലത്ത് കളിക്കാൻ വന്നിട്ടുള്ളതെന്ന് അവൻ ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട്. ആര് കളിക്കാൻ വന്നു, ആ സമയത്ത് കളിക്കാൻ വേറെ ആരും ഇല്ലാത്തോണ്ട് വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് അവളും തിരിച്ച് തറുതല പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് ഇങ്ങനെ 100th കസ്റ്റമർ അവരാണെന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്യുമ്പോൾ അവർക്ക് 50% ഇന്നിവിടെ നിന്ന് കഴിക്കുന്ന ഫുഡിന്റെ റേറ്റിൽ ഓഫ് ഉണ്ടെന്നും അനൗൺസ്മെന്റ് നടത്തുന്നുണ്ടായിരുന്നു. അപ്പൊ ആരാണ് ഈ ലക്കി കപ്പിൾ അല്ലെങ്കിൽ ലക്കി കസ്റ്റമർ എന്ന് അറിയാനായി എല്ലാവരും അവരെ നോക്കുമ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ഇവർ ഫോളോ ചെയ്ത് വന്ന ഇവരുടെ ആ ക്ലാസ്മേറ്റ്സും ഇവരെ കാണുന്നത്. തുടർന്ന് ഇവരുടെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ നിങ്ങളെ ഫോളോ ചെയ്ത് ഞങ്ങൾ വന്നതാണെന്ന് പറയാൻ പറ്റാതെ അവരാകെ ചമ്മി പോകുന്നുണ്ട്. ഇപ്പൊ ഇവരേതാണ്ട് ഡേറ്റിങ്ങിന് വന്ന് അവരെ കണ്ടുമുട്ടിയ അവസ്ഥയിലാണ് ഇവരുടെ നിപ്പ്. അങ്ങനെ അന്നത്തെ CID പരിപാടി എല്ലാം കഴിഞ്ഞ് തിരിച്ച് തന്റെ വീട്ടിലേക്ക് എത്തുന്ന ലിയോ ഭയങ്കര റിലാക്സ്ഡ് ആയി ബെഡിൽ കിടക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, എന്നാലും പഠിക്കാൻ പറ്റിയില്ലല്ലോ, അത് കഷ്ടമായി പോയെന്നോർത്ത് അവൻ ഇങ്ങനെ ആ ഒരു സങ്കടത്തിൽ ഇരിക്കുന്ന സമയത്താണ് കയ്യിലൊരു ഗോളി ഉള്ളത് നമ്മൾ കാണുന്നത്. ആ ഗോളി ഒരു ഫ്ലാഷ് ബാക്കിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. കുട്ടിക്കാലത്ത് കളിക്കൂട്ടുകാരായിരുന്നല്ലോ മൂവും ലിയോയും. മൂവിന്റെ ചേട്ടൻ എവിടെയെങ്കിലും പോണെങ്കിൽ ഏൽപ്പിക്കാൻ അച്ഛനും അമ്മയും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ലിയോയുടെ അടുത്ത് മൂവിനെ നിർത്താറുണ്ടായിരുന്നു. അന്നും അതുപോലെ അവളെ അവന്റെ അടുത്ത് ആക്കിയിട്ട് പോയപ്പോ ലിയോയ്ക്ക് പഠിക്കാൻ ഒരു ഗ്യാപ്പ് കൊടുക്കാതെ മൂ ഭയങ്കര ശല്യമായിരുന്നു അവനെ. ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യാതിരുന്നൂടെ, ഞാനൊന്ന് പഠിച്ചോട്ടെ എന്നൊക്കെ ചോദിച്ച് ഗോളി കൊണ്ട് കളിച്ചോണ്ടിരിക്കുന്ന അവളോട് അവൻ ദേഷ്യപ്പെടുമ്പോ എന്റെ കൂടെ സാറ്റ് കളിച്ചാല് ഞാൻ ശല്യപ്പെടുത്തില്ല എന്ന് അവൾ പറയുന്നുണ്ട്. ആ സാറ്റ് കളിക്കാന്ന് പറഞ്ഞ് അവൻ കൗണ്ട് ചെയ്യും, അവൾ ഒളിക്കാൻ പോവുകയും ചെയ്യുന്നു. അവൾ ഒളിക്കുന്ന ആ ഒരു ഗ്യാപ്പില് അവളെ കണ്ടുപിടിക്കാൻ മെനക്കെടാതെ ലിയോ ആകട്ടെ അവൾ അങ്ങനെ ഒളിച്ചിരിക്കുന്ന സമയത്ത് സ്വസ്ഥമായിട്ട് പഠിക്കാമല്ലോ എന്ന് കരുതി അവളെ കണ്ടുപിടിക്കാൻ പോവാതെ ഇരുന്ന് പഠിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ സമയം പോകുന്നുണ്ട്. അവൻ പഠിച്ച് മതിയാവുന്നില്ല, അവളെ തപ്പിയതുമില്ല. അങ്ങനെ കുറെ കഴിഞ്ഞ് ചേട്ടൻ വരുമ്പോഴാണ് അവൾ ഇപ്പോഴും ഒളിച്ചിരിക്കുകയാണല്ലോ എന്ന കാര്യം അവൻ ഓർക്കുന്നത്. അവൻ ആകെ ടെൻഷൻ ആവുന്നു. അവൻ അവളെ അവിടെ എല്ലാം തപ്പി നടക്കാനായി തുടങ്ങുന്നുണ്ട്. പെട്ടെന്ന് അവളെ കണ്ടെത്താൻ സാധിക്കാതെ ഭയങ്കരമായി ടെൻഷൻ ആകുന്ന അവൻ ദൈവത്തോട് അപ്പോൾ ഒരു നേർച്ച പറയുന്നുണ്ട്. ദൈവമേ, എത്രയും പെട്ടെന്ന് അവളെ സേഫായി എന്റെ മുന്നേ ഒന്ന് കാണിക്കണേ. അവൾക്ക് ഒരു ആപത്തില്ലാതെ എനിക്കിപ്പോ തിരിച്ചു തന്നു കഴിഞ്ഞാൽ അവളെ ഞാൻ പൊന്നു പോലെ നോക്കും. അവളുടെ കുരുത്തക്കേടൊക്കെ മാറ്റി അവളെ നല്ല ഉത്തരവാദിത്തമുള്ള മിടുക്കി പെൺകുട്ടിയാക്കി ഞാൻ മാറ്റുന്നല്ല അവൻ ദൈവത്തോട് പറഞ്ഞ ശേഷമാണ് അവളെ അവന് കണ്ടുപിടിക്കാനേ സാധിക്കുന്നത്. എടാ, ഇത്രയും നേരം എടുക്കും നീ എന്നെ കണ്ടുപിടിക്കാനെന്നെല്ലാം ആ ടീം അവൾ അവനോട് ദേഷ്യപ്പെടുമ്പോ പോട്ടെന്നെ, അടുത്ത തവണ നിന്നെ ഞാൻ നേരത്തെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞ് അവൻ വലിയ കാര്യത്തെ അവളെ കൂട്ടിക്കൊണ്ടുപോയിരുന്നു. ഇതൊക്കെയാണ് സംഭവിച്ചത്. അന്ന് അവളെ പെട്ടെന്ന് കണ്ടുപിടിക്കാനായി ടെൻഷനായി അവൻ ദൈവത്തോട് പറഞ്ഞ ഒരു നേർച്ചയുണ്ടല്ലോ, അവളെ കുരുത്തക്കേടില്ലാത്ത നല്ല മിടുക്കി പെൺകുട്ടിയാക്കി മാറ്റുന്നത്. അതിനായിട്ടായിരുന്നു അവൻ പിന്നീട് ശ്രമിച്ചിരുന്നത്. അവളൊരു തല്ലിപ്പൊളിയാണ്, ഭയങ്കര കുരുത്തക്കേടാണ്, പഠിക്കാനൊന്നും ഒട്ടും താല്പര്യമില്ല. ലിയോയുടെ നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ്. അതിൽ നിന്ന് അവളെ മാറ്റി നല്ല മിടുക്കിയാക്കി മാറ്റാനായിട്ടാണ് അവൻ അവളുടെ അടുത്ത് എപ്പോഴും സ്ട്രിക്റ്റ് ആയി പെരുമാറിക്കൊണ്ടിരുന്നത്. അവൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലെയും കുറ്റവും കുറവും കണ്ടുപിടിച്ച് അത് പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരാനായി അവൻ ശ്രമിച്ചിരുന്നത്. പക്ഷെ അവൾക്ക് ഇതൊന്നും അറിയാതെ അവളാകട്ടെ അവൻ തന്നെ ഓരോ ചെറിയ കാര്യത്തിലും ടോർച്ചർ
ചെയ്യുന്നു എന്ന മട്ടിലാണ് അവനോട് ദേഷ്യം കാണിച്ചിരുന്നത്. അന്നേരം അവൾക്ക് അവൻ തന്നോടുള്ള കെയർ ആണ് ഈ ഒരു പെർഫെക്ഷൻ വേണമെന്ന് ആവശ്യപ്പെട്ട് തന്റെ പിറകെ നടക്കുന്ന കാര്യത്തിലെല്ലാം അവന്റെ ഉള്ളിലുള്ളതെന്ന് അവൾക്കറിയില്ല. കൂടാതെ അവളുടെ കൂടെ എപ്പോഴും വേണം, എന്നല്ല തനിക്ക് അവളെ നന്നായി ശ്രദ്ധിക്കാൻ കഴിയൂ എന്ന ഒരൊറ്റ കാര്യം കൊണ്ടാണ് അവനാകട്ടെ പഠിച്ച് നല്ല മാർക്ക് നേടി അങ്ങനെയുള്ള കുട്ടികൾ പഠിക്കുന്ന ക്ലാസ്സിൽ പോയി പഠിക്കാൻ ഒരു എഫേർട്ട് എടുക്കാതെ മനഃപൂർവ്വം തന്നെ ഒരു എക്സാം എഴുതാതെ ആ രീതിയിൽ മാർക്ക് കുറവ് മേടിച്ച് കുറവ് മാർക്കുള്ള കുട്ടികൾ പഠിക്കുന്ന മൂവിന്റെ അതേ ക്ലാസ്സിൽ വന്ന് ചേർന്നതും. അത്രയും നാൾ അവർ ഒന്നിച്ച് ഒരേ ക്ലാസ്സിൽ പഠിച്ചപ്പോൾ അവൻ അവളെ നന്നായി കെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ മാറുന്ന ടീം അവളെ നോക്കാൻ സാധിക്കില്ലല്ലോ എന്ന പേടിയിൽ അവൻ ചെയ്ത ഒരു പ്രവൃത്തിയായിരുന്നു അത്. അതിൽ പോലും അവൻ അവളോടുള്ള കെയർ ആണ് ഉള്ളത്. പക്ഷെ അവൾക്ക് അതും അറിയില്ല. ഓ, ഈ ശല്യം വീണ്ടും എന്റെ പുറകെ വന്നു എന്നുള്ള മട്ടിലായിരുന്നു. ഒന്നിച്ചാണ് ഇനിയും പഠിക്കാൻ പോകുന്നത് എന്ന കാര്യം അറിഞ്ഞപ്പോ അവളുടെ ഫസ്റ്റ് റിയാക്ഷൻ. അങ്ങനെ എന്തായാലും അടുത്ത ദിവസം ക്ലാസ്സിലെത്തുന്ന മൂന്നൊരു കാര്യം നടക്കുന്നു. അവൾ ക്യാൻറ്റീനില് ഫ്രൈഡ് ചിക്കൻ വിൽക്കുന്ന അറിഞ്ഞ് അത് വാങ്ങാനായി പോകുന്നുണ്ട്. പക്ഷെ പോകുന്ന സമയത്തേക്ക് ഉള്ളതെല്ലാം കൂടി ഒരു പയ്യൻ വാങ്ങിച്ചോണ്ട് പോകുന്നു. ഫ്രൈഡ് ചിക്കൻ കഴിക്കാനായി ഭയങ്കര കൊതിയിൽ വന്നിട്ട് കിട്ടാതായപ്പോ അവർക്ക് കുറച്ച് സങ്കടം വന്നെങ്കിലും അത് കാര്യമാക്കുന്നില്ല. പക്ഷെ ഈ ഒരു സംഭവം തുടരുന്നുണ്ട്. അവനാകട്ടെ ആ ഫ്രൈഡ് ചിക്കൻ മുഴുവനും വാങ്ങി കണ്ടിന്യൂസ് ആയി ഇങ്ങനെ കൊണ്ടുപോകുന്നത് കാണുന്ന അവൾ, നീ ഇത് ആർക്കായി കൊണ്ടു കൊടുക്കുന്നത്? ബാക്കിയുള്ളവർക്കും കൂടി വേണ്ടേ? നീ നിനക്ക് കഴിക്കാനുള്ളത് വാങ്ങിച്ചോട്ടെ, ഇത് കുറെ ഉണ്ടല്ലോ, എന്തിനിങ്ങനെ വാങ്ങിച്ചോണ്ട് പോകുന്നത്? ബാക്കിയുള്ളവർക്കും കൂടി വേണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ സോറി എനിക്ക് വേറെ വഴിയില്ലെന്നും പറഞ്ഞ് അതങ്ങ് വാങ്ങിച്ചോണ്ട് പോകുമ്പോൾ ഇവൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാണെന്ന് അവൾക്ക് ഡൗട്ട്. അവൾ അതുകൊണ്ട് തന്നെ അവനെ പിന്തുടർന്ന് പോകുന്ന സമയത്താണ് ആക്ച്വലി അവന് വാങ്ങിച്ച ചിക്കൻ ഒന്നും അവന് കഴിക്കാനായിട്ടല്ല, മറിച്ച് അവൻ സീനിയേഴ്സിന് വാങ്ങിച്ചു കൊടുക്കുന്നതാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. ഈ സീനിയേഴ്സ് അവനെ ഇട്ട് ഭീഷണിപ്പെടുത്തി അവന്റെ കയ്യിൽ നിന്ന് കാശ് മുടക്കിച്ച് ചിക്കൻ വാങ്ങിപ്പിക്കുന്നതാണ്. അതായത് അവനെ ഇട്ട് അവർ ബുള്ളി ചെയ്യാണ് എന്നത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. അത് നന്നായി തന്നെ മൂവിനും മനസ്സിലാവുന്നുണ്ട്. അവൾ അതുകൊണ്ട് തന്നെ അവനോട്, ഇങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ? സീനിയേഴ്സ് നിന്നെ ഉപദ്രവിക്കുന്നുണ്ടോ? നിന്നെ ഭീഷണിപ്പെടുത്തി നിർബന്ധിച്ച് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല അങ്ങനെയൊന്നും ഇല്ലെന്നേ, അവരൊക്കെ എന്റെ ഫ്രണ്ട്സ് ആന്നൊക്കെ പറഞ്ഞ് ഈ പയ്യൻ അത് ഉഴപ്പി വിടുന്നുണ്ടെങ്കിലും അങ്ങനെയല്ല കാര്യമൊന്നും മനസ്സിലാക്കുന്ന ഇവൻ ഒരു പാവമാണ്, പേടിത്തൊണ്ടനാണ്, കുറച്ച് ധൈര്യമൊക്കെ ഇവന് വേണം, ഇവന് ചോദിക്കാനും പറയാനും കൂട്ടുകാരുണ്ടെന്നൊരു തോന്നൽ ഇവന് വേണം, ഇവനൊന്ന് മുന്നോട്ട് കൊണ്ടുവരണം എന്ന് മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ട്. അതിനായിട്ട് ഇവൻ എന്താണ് ഒരു ടാലന്റ് ഉള്ളതെന്ന് അവനെ മനസ്സിലാക്കാനായി നോക്കുന്നുണ്ട്. എല്ലാ മനുഷ്യർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അവർക്ക് അതിലൊരു പ്രത്യേക ഒരു കഴിവ് കാണും. അപ്പൊ അതെന്താണെന്ന് കണ്ടുപിടിക്കുകയാണ് പ്രധാനം. അതിനായി ഈ പയ്യനെ പറ്റി ശ്രദ്ധിക്കുന്ന മൂവിന് ഇവൻ നന്നായി ഓടും, സ്പീഡിൽ അങ്ങനെ ഓടും എന്നത് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അവൻ ഇന്നുവരെ സ്കൂളിലെ റണ്ണിംഗ് ടീമിലോ അങ്ങനത്തെ മത്സരങ്ങളോ ഒന്നും ഭാഗമായിട്ടില്ല. പക്ഷെ മുൻകൈ എടുത്ത് അവനെ അങ്ങനെ മത്സരത്തിലൊക്കെ പങ്കെടുപ്പിക്കാനായി റണ്ണിംഗ് ടീമിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. ആദ്യം അവനെ കാണുമ്പോൾ അവൻ നന്നായി ഓടും എന്നൊക്കെ അവർക്കൊരു ഡൗട്ട് വരുന്നുണ്ട്. കാരണം ഇന്നുവരെ അവൻ ഇങ്ങനെ ഒന്നിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലല്ലോ. പക്ഷെ അവൻ അവരുടെ മുന്നിൽ ഒന്ന് ഓടി കാണിക്കുമ്പോൾ അവൻ നന്നായി ഓടുന്നു മനസ്സിലാക്കുന്ന അവർ അവനെ ടീമിൽ എടുക്കുന്നുണ്ട്. അങ്ങനെ അവൻ ആ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ പതിവായി സീനിയേഴ്സിനെ പേടിച്ച് അവർക്ക് ഫ്രൈഡ് ചിക്കൻ വാങ്ങിച്ചു കൊടുക്കാറുണ്ടായിരുന്ന അവന് അന്ന് ആ സമയത്ത് പോയത് വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. തുടർന്ന് ആ സീനിയേഴ്സ് അവൻ അന്വേഷിച്ചു വരുന്നുണ്ട് ഫ്രൈഡ് ചിക്കൻ കിട്ടാത്തതിനെ കാലിപ്പ് അവനോട് തീർക്കാനായി. പക്ഷെ അവനെ അങ്ങനെ അങ്ങ് കയ്യേറ്റം ചെയ്യാനായി അവന്റെ കൂടെയുള്ള ഈ ഒരു റണ്ണിംഗ് ടീമിലെ പയ്യന്മാര് സമ്മതിച്ചില്ല. അവന്മാര് ആ പയ്യന്റെ കൂടെ കട്ടയ്ക്ക് നിന്ന് സീനിയേഴ്സിനോട് എതിർക്കുമ്പോൾ ഈ സീനിയേഴ്സിന് ചുമ്മാ ആളുകളെ ഇങ്ങനെ തണ്ടും തടിയും കാണിച്ച് പേടിപ്പിച്ച് കാര്യങ്ങൾ നേടാനേ അറിയൂ. ഒരു പ്രശ്നം വന്നാൽ അടിക്കിറങ്ങാനുള്ള ധൈര്യമൊന്നുമില്ല. പക്ഷെ ഇവന്മാർ അങ്ങനെയല്ല, നല്ല ചങ്കൂറ്റുള്ള പിള്ളേരാണെന്ന് മനസ്സിലാക്കുന്ന സീനിയേഴ്സ് അടി കൊള്ളാതിരിക്കാനായി പ്രശ്നം ഉണ്ടാക്കാതെ ആ പയ്യനെ വെറുതെ വിട്ട് ഇനി ശല്യപ്പെടുത്തില്ല എന്ന് ഉറപ്പ് കൊടുത്ത് എസ്കേപ്പ് ആവുന്നുണ്ട്. അങ്ങനെ തന്റെ ക്ലാസ്സിലെ ഒരു പയ്യന്റെ വലിയൊരു ഇഷ്യൂ സോൾവ് ആക്കിയിരിക്കുന്നു. അവൻ അവളോട് ഒരുപാട് താങ്ക്സ് പറയുന്നുണ്ട്. അങ്ങോട്ട് ചെന്ന് ചോദിക്കാതെ തന്നെ തന്റെ പ്രശ്നം മനസ്സിലാക്കി തന്നെ ഹെൽപ്പ് ചെയ്തതിന്. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും നമ്മുടെ വേയുടെ ക്ലാസ്സിലെ ഒരു പെൺകുട്ടിക്ക് ഈ ഫ്യൂച്ചർ പ്രഡിക്ഷൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കാണ്. അവൾ ആളുകളെ അവരുടെ ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത്തവണ ആ പെൺകുട്ടി വേ ചോദിക്കാതെ തന്നെ അവളോട്, ഇന്ന് നീ നിന്റെ ട്രൂ ലവിനെ കണ്ടുപിടിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രഡിക്ഷൻ പറയുമ്പോൾ ആദ്യം വേ അത് വിശ്വസിക്കുന്നില്ല. പക്ഷെ ആ പെൺകുട്ടി നിന്റെ ട്രൂ ലവ് ഇന്ന് നിന്റെ മുന്നിൽ വെള്ള കുതിരപ്പുറത്ത് വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു ക്ലൂ നൽകുമ്പോൾ വേ അത് കാര്യമാക്കിയില്ലെങ്കിലും പിന്നീട് അവൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ലിയോയെ കാണുന്നുണ്ട്. അവനായിട്ട് അവന്റെ ക്ലാസ്സിലെ ആ ഇരട്ട പയ്യന്മാരില്ലേ, അവന്മാര് കാണിക്കുന്ന കുരുത്തക്കേട് അവസാനിപ്പിക്കാനായിട്ടുള്ള പരിശ്രമത്തിലായിരുന്നു. അവന്മാർ ഒരു വെള്ള തുണിയൊക്കെ കൊണ്ട് കുതിര പോലെ അത് തലവഴി മൂടി കളിച്ചോണ്ടിരിക്കുമ്പോൾ അത് തടുക്കാനായി ലിയോ ചെന്ന് പിടിക്കുമ്പോൾ അവൻ ആ പയ്യന്മാരുടെ പൊക്കത്തായി പോകുന്നുണ്ട്. അങ്ങനെ ആ ഒരു കാഴ്ച കാണുന്ന വേക്ക് ഇവനാണോ അവൾ പറഞ്ഞ എന്റെ ട്രൂ ലവ് എന്ന് ഒരു ഡൗട്ട് വരുന്നുണ്ട്. രണ്ടാമതായ പെൺകുട്ടി വീണ്ടും നിന്റെ ട്രൂ ലവിനെ നീ മറ്റൊരു സാഹചര്യത്തിൽ ഇന്ന് തന്നെ കണ്ടുമുട്ടെന്നും പറഞ്ഞ് അടുത്തൊരു സൂചന നൽകുന്നുണ്ട്. അവൾ അപ്പോഴും അത് വലിയ കാര്യമാക്കുന്നില്ലെങ്കിലും അതേ കണക്കൊരു സിറ്റുവേഷനിൽ ലിയോ അവളുടെ മുന്നിൽ വീണ്ടും വരുന്നു. അതും കൂടി ആവുമ്പോൾ വേക്ക് വീണ്ടും ഡൗട്ട് ആവുന്നു.
വീണ്ടും മറ്റേ പെൺകുട്ടി നിന്റെ ട്രൂ ലവ് ഇന്ന് നിന്നെ കിസ് ചെയ്യുന്നും കൂടി പറയുമ്പോ വേ ആകെ പാടെ ടെൻഷൻ ആവുന്നുണ്ട്. കിസ്സോ എന്നല്ല, നമ്മുടെ ലിയോ ആകട്ടെ മുന്നേ വേ തട്ടി മറിച്ചിട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന് സോറി പറയാനേ അവളുടെ അടുത്തേക്ക് വരുമ്പോ ഇവൻ തന്നെ കിസ് ചെയ്യാനുള്ള വരവാണോ എന്ന് പേടിച്ച് അവളൊന്ന് പുറകോട്ട് ഇങ്ങനെ നടന്ന് കബോർഡിൽ ചെന്ന് വീഴുമ്പോ അവളെ പിടിക്കാൻ നോക്കി അവനും കബോർഡിനകത്തായി പോകുന്നുണ്ട്. അതിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ഒരു വിധമാണ്. നീ ഒന്ന് പോയെന്നും പറഞ്ഞ് അവൻ തന്നെ കിസ് ചെയ്യുമെന്നുള്ള പേടിയിൽ അപ്പോഴും അവൾ അവനെ ഓടിച്ചു വിടാനേ നോക്കുന്നുണ്ടായിരുന്നു. അവനാകട്ടെ സോറി ചോദിക്കുന്നതിന്റെ ഒരു പ്രതീകമായി അവൾക്കൊരു ജ്യൂസ് വാങ്ങിച്ചു കൊടുക്കുന്നു. ഈ ഫ്ലേവർ എനിക്ക് ഇഷ്ടമല്ല, ഇത് ചോക്ലേറ്റ് ഫ്ലേവർ അല്ലല്ലോ, എനിക്ക് ചോക്ലേറ്റ് മതി എന്ന് അവൾ പറയുമ്പോൾ ഇത് ചോക്ലേറ്റ് അല്ലേ, ഞാൻ ചോക്ലേറ്റ് മതി എന്നാണല്ലോ അവിടെ പറഞ്ഞിരുന്നെന്ന് പറഞ്ഞ് അവൻ ആ ജ്യൂസ് ഒന്ന് വായി വെച്ച് കുടിച്ചു നോക്കിയിട്ട് ഇത് ചോക്ലേറ്റ് അല്ല, ഞാൻ ചോക്ലേറ്റ് വാങ്ങിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ ആ ജ്യൂസ് കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ ഇവൻ ഞാൻ വിചാരിക്കുന്ന പോലെ കുഴപ്പക്കാരനൊന്നും അല്ല, കൊള്ളാം സ്വീറ്റാ എന്നൊക്കെ പറഞ്ഞ് അവൾ ഓർക്കാപ്പുറത്ത് ആ ജ്യൂസ് കുടിക്കുന്നുണ്ട്. കുടിച്ച ശേഷമാണ് അവൻ കുടിച്ച അതേ സ്ട്രോ ആണല്ലോ താൻ ഇപ്പൊ കുടിക്കാനായി ഉപയോഗിച്ചതെന്ന് അവൾ ഓർക്കുന്നത്. അപ്പോ ഇതൊരു ഇൻഡയറക്റ്റ് കിസ് ആണോ, ഇവൻ തന്നെയാണോ എന്റെ ട്രൂ ലവ്, ഇവന്റെ കാര്യം തന്നെയാണോ മറ്റേ ആ പെണ്ണ് പ്രവചിച്ചത് എന്നൊക്കെ വേക്ക് ഇപ്പോ ലിയോയെ പറ്റി ഭയങ്കരമായി ഒരു ഡൗട്ട് അടിക്കുന്നുണ്ട്. അവൻ അവളെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. ക്ലാസ് റൂമിൽ ഇരുന്ന് ലിയോയെ സോപ്പ് ഇടുന്ന മൂനെയാണ്. ഇവളെന്താ പതിവില്ലാതെ ഇത്ര കാര്യമായി സംസാരിക്കുന്നതെന്ന് ആ വർത്താനം കേട്ട് അവന് ഡൗട്ട് ആവുന്നുണ്ട്. സംഭവം മറ്റൊന്നുമല്ല, അവർക്ക് എക്സാം വരുന്നുണ്ട്. ആ എക്സാമിന് അവൾ ഒരു വക പഠിച്ചിട്ടില്ല. അവളുടെ തൊട്ടടുത്ത സീറ്റിലിരിക്കുന്ന ലിയോ കനിഞ്ഞാല് അവൻ നല്ല പഠിപ്പിയാണല്ലോ, അവൻ എഴുതുന്ന ആൻസേഴ്സ് ഒക്കെ ഒന്ന് കാട്ടിക്കൊടുത്താല് അവൾക്ക് പാസ് ആവാനുള്ള മാർക്കെങ്കിലും കിട്ടുമല്ലോ എന്നുള്ള ആ ഒരു രീതിയിലാണ് അവൾ അവനെ സോപ്പിട്ട് ഈ തകർക്കുന്നത്. പക്ഷെ അവൻ ആരാമോൻ ഒരു രീതിയിലും കാട്ടിക്കൊടുക്കാനേ തയ്യാറാവുന്നില്ല. അങ്ങനെ ആ കാര്യം അവൻ പറയുമ്പോ തന്നെ ദേഷ്യം വരുന്ന അവൾ നീ കാണിച്ചു തരണ്ടാ, ഞാൻ എങ്ങനെയല്ലേ എഴുതിക്കൊള്ളാന്ന് പറഞ്ഞ് കോപ്പി അടിക്കാനായിട്ടുള്ള സർവ്വ സന്നാഹവും സെറ്റ് ചെയ്യുന്നു. ബിറ്റ് എഴുതി അവിടെ ഇവിടെ ഒക്കെ വെക്കുന്നുണ്ടെങ്കിലും ഇവരുടെ ടീച്ചർക്ക് ഈ പിള്ളേർ എന്തെങ്കിലും ഉടായ്പ ഒപ്പിക്കുമെന്ന് നല്ല ഉറപ്പുണ്ടായിരുന്നത് കൊണ്ട് തന്നെ പുള്ളിക്കാരി ബോക്സും വാട്ടർ ബോട്ടിലും അതും ഇതും ഒന്നും വേണ്ട, എക്സാം എഴുതാനുള്ള പേപ്പറും പെന്നും മാത്രം മതി നിങ്ങളുടെ അടുത്തെന്ന് പറഞ്ഞ് ബാക്കി എല്ലാം അവിടെ നിന്ന് മാറ്റിക്കുമ്പോ അങ്ങനെ കോപ്പി അടിക്കാനുള്ള മൂവിന്റെ സർവ്വ പ്രതീക്ഷകളും അവിടെ തകരുന്നുണ്ട്. തുടർന്ന് വേറെ വഴിയില്ലാതെ കോപ്പി അടിച്ച് എഴുതാനായി ഒരു നിവൃത്തിയില്ലാതെ അവളുടെ എക്സാമിന് ഫെയിൽ ആവുന്നുണ്ട്. അവൾ മാത്രമല്ല നമ്മുടെ ഐഡലായ ജാക്കും ക്യൂയും അങ്ങനെ ഒട്ടുമിക്ക പേരും ഫെയിൽ ആവുന്നുണ്ടായിരുന്നു. ഇവരുടെ ഡയറക്ടർ കണക്കിന് അവരെ വഴക്ക് പറയുകയും ചെയ്തിട്ടുണ്ട്. നീയൊക്കെ പിന്നെ എന്തിനാ ക്ലാസ് വരുന്നതെന്നൊക്കെ ചോദിച്ചാൽ പുള്ളിക്കാരൻ ഷൗട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വായിരിക്കുന്നത് കേൾക്കുന്നതിന് നല്ലത് എങ്ങനെയും ഒന്ന് പാസ് ആവുന്നായിരുന്നു എന്ന് അവർ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അവർക്കാകട്ടെ ഈ ഒരു എക്സാം ഇപ്പോ ഫെയിൽ ആയെങ്കിലും ഒരു റീടെസ്റ്റ് നടത്താനായി മിസ്സിനോട് പറഞ്ഞ വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ലിയോ സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ വരാൻ പോകുന്ന എക്സാമിനെങ്കിലും നല്ലവണ്ണം പഠിച്ചെഴുതിയാൽ മതി, കുഴപ്പമൊന്നുമില്ല എന്നല്ല അവൻ കൂട്ടുകാരെ സമാധാനിപ്പിക്കുമ്പോ ഞങ്ങൾ എങ്ങനെ പഠിച്ചെഴുതാനാ, ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നു പറഞ്ഞ് അവരെല്ലാവരും കൂടി ലിയോയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. വേറെ പണിയൊന്നുമില്ല നിങ്ങൾക്കെന്ന മട്ടില് ഇത് കണ്ട് ഇഷ്ടപ്പെടാതെയാണ് മൂവിന്റെ നിൽപ്പെങ്കിലും കൂട്ടുകാരെല്ലാവരും അവന്റെ അടുത്ത് പഠിക്കാൻ പോകുമ്പോൾ അവൾക്കും ഒഴിഞ്ഞു മാറാൻ സാധിക്കുന്നില്ല. അവളും അങ്ങനെ അവന്റെ അടുത്ത് പഠിക്കാനായി തന്നെ ചെല്ലുന്നു. ഇവൻ മര്യാദക്ക് എന്നെ വല്ലതും കാണിച്ചു തന്നിരുന്നെങ്കിൽ ഞാനെങ്കിലും എക്സാം പാസ്സായനെ, മനഃപൂർവ്വം എന്നെ ഇവൻ തോപ്പിച്ചത്, എന്നിട്ട് പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു കണ്ടില്ലെന്നൊക്കെ ഇഷ്ടക്കേടോടുകൂടി തന്നെയാണ് അവൾ പഠിക്കാനായി പോകുന്നത്. അങ്ങനെ മോന്റെ വീട്ടില് കമ്പൈൻ സ്റ്റഡിക്ക് വേണ്ടി എല്ലാവരും ഒത്തുകൂടുമ്പോ ചേട്ടനാകട്ടെ നല്ല ഫുഡൊക്കെ കുക്ക് ചെയ്ത് കൊടുത്ത് അവരെ എന്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചേട്ടൻ ഇവിടെ ഇരുന്ന ഇവരുടെ ഫുഡ് കഴിപ്പ് തകൃതിയിൽ നടക്കും. ഒരു വക ഇവർ പഠിക്കില്ല എന്ന് മനസ്സിലാക്കുന്ന ലിയോ ചേട്ടൻ ഇനി പഠിപ്പിച്ച് തീരുന്നത് വരെ ഈ പരിസരത്തോട്ട് വരണ്ടെന്ന് പറഞ്ഞ് ചേട്ടനെ ഓടിച്ചു വിടുന്നു. അങ്ങനെ പിള്ളേരെല്ലാവരെയും അവൻ പഠിപ്പിക്കുന്നുണ്ട്. പഠിപ്പിച്ച് ക്ഷീണം കാരണം അവര് ഉറങ്ങി പോകുമ്പോഴും മൂനെ ഉറക്കാതെ അവൻ അടുത്തിരുത്തി അവളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ പഠിപ്പിച്ച് രണ്ടുപേരും വളരെ അടുത്തേക്ക് എത്തുമ്പോഴാണ് അയ്യോ ഇതെന്തേ നടക്കുന്നതെന്നുള്ള ബോധം വരുന്നത്. തുടർന്ന് മാറിയിരിക്കുന്നു. അങ്ങനെ ഒരുവിധം അവൻ പഠിപ്പിച്ച് ഇവരെയൊക്കെ പാസ് ആവാനുള്ള മാർക്ക് മേടിച്ചു കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് പാസ് ആവുമ്പോൾ തന്നെ അവരുടെ സന്തോഷം ഒന്ന് കാണണമായിരുന്നു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിൽ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. മറ്റേ പഠിക്കുന്ന പിള്ളേരുടെ ക്ലാസ്സിലുള്ള ഇടയ്ക്കിടയ്ക്ക് തന്റെ ക്ലാസ്സിൽ വരുന്നതും അവൾ പ്രത്യേകിച്ച് ലിയോയെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ എൻജോയ് ചെയ്ത് നിൽക്കുന്നതും ഒക്കെ കണ്ട് അല്ല എന്താ കാര്യം, എന്തിനാ അവന്റെ ഫോട്ടോ എടുക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോ അത് പിന്നെ മാഗസിനിൽ കൊടുക്കാനാ, വേറെ ഒന്നിനും അല്ലാന്നല്ല അവൾ പറഞ്ഞു ഒപ്പിക്കുന്നുണ്ടെങ്കിലും ആണോ അപ്പൊ എന്റെ ഫോട്ടോ കൂടി മാഗസിനിൽ കൊടുത്തോ, ഞാനാണ് ഈ ക്ലാസിന്റെ ലീഡർ എന്ന് പറഞ്ഞ് അവൾ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നു. സ്കൂളിൽ വെച്ച് മാത്രമല്ല കേട്ടോ, പുറത്തു വെച്ചും ലിയോ അറിയാതെ അവനെ ഫോളോ ചെയ്ത് ഫോട്ടോ എടുക്കുന്നുണ്ട്. അതായത് അവൾക്ക് അവനോട് പ്രണയം തുടങ്ങി, പ്രണയം തലയ്ക്ക് പിടിച്ചിരിക്കുന്നു എന്നതിന്റെ സൂചനയാണിത്. ഇതിന്റെ ഇടയിൽ ഒരു പാർട്ടിക്ക് വേണ്ടി നമ്മുടെ കൂട്ടുകാരൊക്കെ തന്നെ പോകുന്നുണ്ട്. പക്ഷെ അവിടെ വെച്ച് ജാക്ക് വളരെ കാഷ്വലായി മൂനോട് സംസാരിക്കുമ്പോൾ അവൾക്ക് അത് കേൾക്കാൻ പറ്റുന്നില്ല. അവിടുത്തെ സൗണ്ടില് അവനാണെങ്കിൽ കുറച്ച് അടുത്ത് നിന്ന് സംസാരിക്കുന്ന ആ ഒരു കാര്യം ആരോ ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നു. ഫോട്ടോ ക്ലിക്ക് ചെയ്യുമ്പോൾ അതൊരു തെറ്റിദ്ധരിക്കുന്ന രീതിയിലുള്ള ഫോട്ടോ ആയി മാറുന്നുണ്ട്. ഏതാണ്ട് ഇവർ തമ്മിൽ അടുപ്പമാണ്, കിസ് ചെയ്യാൻ പോകുന്ന കണക്കൊരു ഫോട്ടോ പോലെ. ആ ഫോട്ടോ വൈറൽ ആവുന്നുണ്ട്. പ്രത്യേകിച്ച് അവനൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ അവന്റെ സീക്രട്ട് റിലേഷൻഷിപ്പ്, അവന്റെ ഗേൾ ഫ്രണ്ട് എന്ന രീതിയിലാണ് ആ ഫോട്ടോ വൈറൽ ആവുന്നത്. പക്ഷെ ഈ സംഭവം ഒന്നും തന്നെ നമ്മുടെ അറിഞ്ഞിട്ടില്ലെങ്കിലും അവളെ ഈ ഒരു സംഭവത്തിലൂടെ അറിഞ്ഞ് കുറെ പേര് ഫോളോ ചെയ്ത് വരുന്നുണ്ട്. ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ടോ, വീണ്ടും യഥാർത്ഥത്തിൽ എന്താണ് റിലേഷൻഷിപ്പ് എന്നതൊക്കെ അറിയാനായി കുറെ പാപ്പരാസികളും മറ്റും. പാപ്പരാസികൾ എന്ന് പറഞ്ഞാൽ ഈ വലിയ സെലിബ്രിറ്റീസ്, അറിയപ്പെടുന്ന ആളുകൾ, അങ്ങനെയുള്ളവരുടെ ലൈഫിലേക്ക് ഏത് സമയം ക്യാമറ കണ്ണുകൾ തുറന്നു വെച്ച് അവരുടെ ഓരോ മൊമെന്റ്സ് ക്യാപ്ചർ ചെയ്യാൻ ഈ അവസരം നോക്കിയിരിക്കുന്ന ആളുകളെയാണ് പാപ്പരാസികൾ എന്ന് പറയുന്നത്. നമുക്കിപ്പോ ഈ അടുത്തായിട്ട്
ഒരുപാട് അങ്ങനത്തെ ഇൻസിഡൻസ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ തുറന്നാൽ കാണാൻ സാധിക്കും. ഈ അടുത്താണെന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഈ പാപ്പരാസി കൺസെപ്റ്റിലുള്ള കാര്യങ്ങൾ തുടങ്ങിയത്. പക്ഷെ ഇത് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഹോളിവുഡ് ബോളിവുഡിലൊക്കെ. പക്ഷെ നമ്മുടെ നാട്ടിലിപ്പോ ഈ അടുത്താണ്. എന്തായാലും അങ്ങനെയുള്ളവരൊക്കെ ഫോളോ ചെയ്ത് വരുമ്പോൾ ഒന്നും മനസ്സിലാവാതെ മൂവാകെ പേടിച്ചരണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതേ സമയം ഈ കാര്യങ്ങളൊക്കെ ലിയോ കണ്ടിരുന്നു. ഇനി ഇവര് തമ്മിൽ റിലേഷൻഷിപ്പ് ആണോന്ന് അത് കണ്ട് ഇഷ്ടപ്പെടാതെ അവൻ എന്താണ് സെലിബ്രിറ്റി ഇങ്ങനെ ഒളിച്ചും പാത്ത് നോക്കുന്നതെന്നൊക്കെ അവളെ കളിയാക്കുന്നുണ്ടാവും. അവിടെ അത് നിപ്പ് കണ്ട ശേഷം എടാ പോവല്ലേ ഞാനും വരുന്നു, ഇവർക്ക് എന്തിനാ എന്നെ ഫോളോ ചെയ്യുന്നത്, ഇവർക്ക് ആരാന്ന് മനസ്സിലാവാതെ അവൾ ചോദിക്കുമ്പോൾ അവളുടെയും ജാക്കിന്റെയും ഒന്നിച്ചുള്ള ഫോട്ടോയും അവരെ പറ്റി വന്നിരിക്കുന്ന ന്യൂസും കാര്യങ്ങളും ഒക്കെ തന്നെ ലിയോ മൂവിനെ കാട്ടി കൊടുക്കുമ്പോ അയ്യേ ഏതവനാ ഇതൊക്കെ പടച്ചു വിട്ടേന്ന് പറഞ്ഞ ദേഷ്യത്തില് അവൾ കയ്യിലിട്ടായിരുന്ന ഫോൺ എറിഞ്ഞു പൊട്ടിക്കാനായി ഒടുങ്ങുമ്പോഴേക്കും അവൻ അവളെ തടയുന്നുണ്ട്. ഹലോ, ഇത് എന്റെ ഫോണാ, ഞാനല്ല ഇതൊന്നും വൈറലാക്കിയത്, അതുകൊണ്ട് ഈ ഫോൺ പൊട്ടിച്ച് വെറുതെ എനിക്ക് പണി ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞ് അവൻ ആ ഫോൺ വാങ്ങിച്ചു വെച്ചിട്ട് അല്ല അറിയാൻ മേലാത്തോണ്ട് ചോദിക്കാം നിങ്ങൾ തമ്മിൽ ശരിക്കും വല്ല ഡേറ്റിംഗും ആണോ എന്ന് അവൻ മൂനോട് തിരക്കുന്നുണ്ട്. ഒരിക്കലും അങ്ങനൊന്നുമില്ല, ഇതൊക്കെ ആരോ പടച്ചുവിട്ട വെറും കഥയാണെന്ന് പറഞ്ഞ് അവൾ അവനോട് സംസാരിച്ച് സ്കൂളിന്റെ ഇവിടെ എത്തുമ്പോഴേക്കും അവളെ കൈ കിട്ടിയ കൊല്ലാനായിട്ടുള്ള കലിപ്പിലായിരുന്നു നമ്മുടെ ക്വീയുടെ നിൽപ്പ്. ക്വീ ജാക്കിന്റെ കട്ട ഫാനാണല്ലോ, അതുകൊണ്ട് തന്നെ അവന്റെ കാര്യത്തിൽ അവള് ഭയങ്കര പോസസീവ് ആണ്. അവനെ പ്രേമിച്ചാൽ കൊള്ളാന്നൊക്കെ അവക്കുണ്ട്. എന്തായാലും അവൾ ആ കലിപ്പില് മൂവിനെ കൈ കിട്ടിയ തല്ലുന്നുള്ള മട്ടിൽ നിൽക്കുമ്പോൾ ലിയോ ആണ് തൽക്കാലം മൂവിനെ ക്വീയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടുത്തുന്നത്. അപ്പോഴേക്കും ഈ ഒരു പ്രശ്നം ജാക്കിനെ ബാധിച്ചിട്ടുണ്ട്. അവന്റെ മാനേജർ അവനോട് കുറച്ച് നാളത്തേക്ക് സ്കൂളിൽ പോകണ്ട, ഈ കോൺട്രവേഴ്സി ഒക്കെ മാറട്ടെ, അല്ലെങ്കിൽ അത് കരിയറിനെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞ് അവനെ സ്കൂളിൽ നിന്ന് മാറ്റാനും അതിനെപ്പറ്റി ഒരു പ്രസ് മീറ്റ് നടത്താനും ഒക്കെ നോക്കുമ്പോൾ അത് മനസ്സിലാക്കുന്ന അവന്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചെല്ലുന്നുണ്ട്. നമ്മളൊക്കെ ഫ്രണ്ട്സ് ആയിട്ട് ഇത്രയും നാള് അടിച്ചു പൊളിച്ച് നടന്നത് ഇങ്ങനെ നിനക്ക് ഒരു ഇഷ്യൂ ഉണ്ടായപ്പോ പാതി വഴിയിൽ പഠനം ഉപേക്ഷിച്ച് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഉപേക്ഷിച്ച് പോകാനായിട്ടായിരുന്നോ, ഇതായിരുന്നോ നിന്റെ ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ എന്നൊക്കെ അവനോട് ചോദിക്കുന്ന ആ ഒരു സമയത്ത് മൂവാകട്ടെ നീ വളരെ ധൈര്യശാലിയാ, ഈ ഒരു ചെറിയ ഇഷ്യൂന് ലൈഫിൽ നിന്ന് പേടിച്ച് മാറി നിൽക്കുകയല്ല വേണ്ടത്. കുട്ടിക്കാലത്ത് അത്രയും ബോഡി ഷേമിങ് നേരിട്ട നീ ഇന്ന് ഈ ലെവലിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ, നിന്നെ കണ്ട ആളുകൾ അഡ്മയർ ചെയ്യുന്ന ലെവലിലേക്ക് നീ മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ നിന്റെ ഡിറ്റർമിനേഷനും നിന്റെ ധൈര്യവും മാത്രമാണ്. നീ ഇങ്ങനെ ഇല്ലാത്ത കഥ ഒരാൾ പറഞ്ഞൊന്നും പറഞ്ഞ് അല്ലെങ്കിൽ അത് ആൾക്കാർ ഏറ്റുപിടിച്ചു എന്നും പറഞ്ഞ് അതിന്റെ പേരിൽ പഠനം ഉപേക്ഷിച്ച് ഫ്രണ്ട്ഷിപ്പ് വേണ്ട ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് മാറുന്നത് എത്ര ഭീരുത്വമാണെന്നെല്ലാം അവൾ എല്ലാവരുടെ മുന്നിൽ വെച്ച് തന്നെ അവനോട് ചോദിക്കുമ്പോൾ അത് ശരിയാണെന്ന് അവനും തോന്നുന്നുണ്ട്. ഈ വണ്ണം കുറച്ച് ട്രാൻസ്ഫർമേഷൻ നടത്തിയ കാര്യമൊക്കെ അവനൊരു രഹസ്യമാക്കി വെച്ചിരുന്ന കാര്യം തന്നെയാണ്. എന്നിരുന്നാലും അതിപ്പോ മറ്റുള്ളവർ അറിഞ്ഞു കേട്ടു എന്നതിന്റെ ഒരു പ്രശ്നം അവനില്ല. അവൾ അത് വിളിച്ചു കൂവി പറഞ്ഞതിലൂടെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്നത് അവൻ കാണുന്നുള്ളൂ. ശരിയാ, എനിക്ക് എന്റെ ഫ്രണ്ട്ഷിപ്പും എന്റെ സ്കൂൾ പഠനവും ഒക്കെ ഇമ്പോർട്ടന്റാ. ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞൊന്നും പറഞ്ഞ് ആ പേരിൽ ഒന്നും ഇട്ടിട്ട് പോകാൻ ഞാൻ റെഡിയല്ല. ഞാൻ എന്റെ സ്കൂളിൽ തന്നെ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ തന്നെ പഠിക്കാൻ പോവാ. എന്താന്ന് വെച്ചാൽ ഞാൻ ഫേസ് ചെയ്യുന്നുള്ള ആറ്റിറ്റ്യൂഡിൽ ആ പ്രസ് മീറ്റിന്റെ അവിടെ നിന്ന് അവൻ ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഇഷ്യൂ സോൾവ് ആയി കഴിയുമ്പോഴാണ് നമ്മുടെ വേക്ക് എങ്ങനെങ്കിലും ലിയോയുമായുള്ള പ്രണയം ഒന്ന് സ്റ്റാർട്ട് ആവണം, അതിനായിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യണമെന്ന് തോന്നുന്നത്. അവൾ അതിനെ മനസ്സിൽ ചില പ്ലാനുകൾ നടത്തുന്നു. ഫസ്റ്റ് വൺ അവനുമായി കൂട്ടിമുട്ടി ബുക്കൊക്കെ ഇങ്ങനെ തെറിച്ചു വീഴുമ്പോൾ അത് എടുക്കാനായി അവൻ ഹെൽപ്പ് ചെയ്യും. അപ്പൊ കയ്യിലൊക്കെ തൊടും, അവൻ തന്നെ റൊമാൻറ്റിക് ആയി നോക്കും എന്ന ഒരു രീതിയാണ്. അവൾ അതിനായി തന്നെ കോറിഡോറിന്റെ അവിടെ കാത്തിരുന്ന് അവൻ വരുന്ന സമയം കൂട്ടിമുട്ടുന്നുണ്ട്. ബുക്കൊക്കെ തെറിച്ചു വീഴുന്നുണ്ട്. മേളിലോട്ട് തെറിച്ചു പോയൊരു ബുക്ക് താഴേക്ക് നേരെ അവളുടെ തലമണ്ടയ്ക്ക് തന്നെ വന്ന് വീഴുന്നുണ്ട്. വേദന സഹിച്ചുകൊണ്ട് ബുക്ക് പിറക്കുമ്പോ ഒന്ന് കൈ തൊടാന്ന് മറ്റുള്ള അവൾ ഇരിക്കുമ്പോ അങ്ങോട്ടേക്ക് എത്തുന്ന ചെൻ അതിന് അനുവദിക്കാതെ അവളെ മാറ്റി നിർത്തി ആ ബുക്കൊക്കെ അവൻ പിറക്കിയെടുക്കാണ്. അവൾ എന്ത് മൊമെന്റ് ആണോ ലിയോയുടെ കൂടെ വേണമെന്ന് വിചാരിച്ചത് അതിപ്പോ ചെൻ വന്ന് കൊളവാക്കി. ഫസ്റ്റ് ഐഡിയ പ്ലാൻ ആയെങ്കിൽ എന്താ, പ്ലാൻ എക്ക് പകരം നമ്മുടെ ഈ പ്ലാൻ ബി ഇല്ലേ. അങ്ങനെ പ്ലാൻ ബി പ്രകാരം അവൾ ഒരു ശ്രമം നടത്തുന്നുണ്ടെങ്കിലും കറക്റ്റ് ആ ടൈം തന്നെ അവൾ ഓടി വരുന്ന ആ ഒരു കെമിസ്ട്രി ലാബിന്റെ മുന്നിലൂടെയായിരുന്നു. ആ ലാബിനകത്ത് നമ്മുടെ ഇരട്ട തല്ലിപ്പൊളി ബ്രദേഴ്സ് അതിനകത്ത് ഉണ്ടായിരുന്നു. അവരുടെ എപ്പോഴത്തെയും കണക്ക് ലാബിൽ കയറി അതും ഇതൊക്കെ മിക്സ് ചെയ്ത് അവിടെ ഒരു കുട്ടി സ്ഫോടനം ഉണ്ടാക്കുമ്പോ അതിന്റെ മുന്നിലൂടെ ഓടി വന്ന വേടെ കോലം തന്നെ മാറുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് സിനിമയ്ക്കകത്ത് ആ വെളുത്ത പൊടിയില് വീണ് ഒരു കോമഡി ഉണ്ടല്ലോ, അതേ കണക്ക് അവളിപ്പോ മൊത്തത്തിൽ വെളുത്ത് കുളിച്ച് നിൽക്കാണ്. അവന്മാർ അവിടെ നിന്ന് ഓടി പോകുമ്പോഴേക്കും അത് കണ്ട് അങ്ങോട്ടേക്ക് എത്തുന്ന ലിയോ കറക്റ്റ് തന്നെ വേടെ ഈ ഒരു കോലം കാണുന്നുണ്ട്. ഇവനെ ഇംപ്രസ് ചെയ്യാനേ നല്ലവണ്ണം മേക്കപ്പ് ചെയ്ത് സിനിമ സ്റ്റൈലില് സ്ലോ മോഷനെ ഓടി വരാന്ന് വിചാരിച്ചപ്പോ എന്റെ കോലം കണ്ടില്ലേന്ന് അവളാകെ ചമ്മി നിൽക്കുമ്പോ അവൻ തുടക്കാനായി ടിഷ്യൂ അവളുടെ കൊടുത്തിട്ട് ഒരു പോക്കായിരുന്നു. ഇനി അടുത്ത പ്ലാൻ അല്ലാതെ വേറെ വഴിയില്ലെന്ന് മനസ്സിലാക്കുന്ന അവൾ പക്ഷെ പ്ലാൻ ഒന്നും കിട്ടാത്തതുകൊണ്ട് എങ്കിൽ നേരിട്ട് അവനോട് ചെന്ന് തനിക്ക് ഇഷ്ടമാണ്, നിനക്കെന്നെ ഇഷ്ടമാണോ, നിനക്കെന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം, അതൊന്നും പറഞ്ഞു വിടുന്ന പറ്റില്ല ഒന്ന് സംസാരിക്കാനായി പോകുമ്പോഴേക്കും അവൾ എന്തിനാണ് വരുന്നതെന്ന് മനസ്സിലാക്കി തന്നെ അവൻ മാക്സിമം അവോയ്ഡ് ചെയ്യാനായി നോക്കുന്നുണ്ട്. പക്ഷെ വിടാതെ അവൾ പിറകെ തന്നെയാണ്. അങ്ങനെ പോവല്ലേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടം, ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞ് അവൾ അവനെ പ്രപ്പോസ് ചെയ്യുമ്പോൾ അത് കേൾക്കുന്ന അവൻ ഒന്നും മിണ്ടാതെ നേരെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ വന്നിരുന്ന് ഭയങ്കരമായ ആലോചനയിലാണ്. ലൈഫിൽ ആദ്യമായിട്ട് ഒരു പെണ്ണിനെ ഇഷ്ടമാണെന്ന് ഇങ്ങോട്ട് പറഞ്ഞിരിക്കുന്നു. എന്താ ഇപ്പൊ പറയണ്ടേ, ഇഷ്ടമല്ലാന്ന് എങ്ങനെ പറയും എന്നൊക്കെ അവൻ ഇങ്ങനെ മനസ്സിലാക്കി കൺഫ്യൂസ്ഡ് ആയിരിക്കാണ്. എന്തായാലും അടുത്ത ദിവസം സ്കൂളിൽ ലിയോയുടെ മറുപടിക്കായി അവനെ അന്വേഷിച്ച് നടക്കുമ്പോൾ അവൻ അവളുടെ കണ്ണിൽ പെടാതിരിക്കാനായി കുറ്റിക്കാട്ടിലൊക്കെ ഒളിച്ചിരിക്കുകയാണ്. അതേ കുറ്റിക്കാട്ടിൽ തന്നെയായിരുന്നു നമ്മുടെ ഡയറക്ടർ സാറിനിട്ട് ഒരു പണി കൊടുത്ത് സാറിന്റെ കണ്ണിൽ പെടാതിരിക്കാനായി ആ ഇരട്ടകളും ഒളിച്ചിരിക്കുന്നത്. നേരിട്ട് അവളുടെ മുഖത്ത് നോക്കി ഇഷ്ടമല്ല എന്ന് പറയാനായിട്ട് അവനൊരു മടി, കാരണം റിജക്ട് ചെയ്യുമ്പോൾ എന്തായാലും സങ്കടാവുമല്ലോ. അതുകൊണ്ട് തന്നെ എന്നാ ഒരു കത്ത് പോലെ എഴുതി കൊടുക്കാന്ന് വിചാരിച്ച്
വെച്ച് അതിനൊരു ശ്രമം നടത്തുന്നുണ്ടെങ്കിലും അതും ശരിയാവുന്നില്ല. ഇപ്പൊ എന്ത് ചെയ്യും, എങ്ങനെ അവൾക്ക് വിഷമാവാത്ത രീതിയിൽ റിജക്ട് ചെയ്യുന്ന ആലോചിക്കുന്ന അവൻ മൂവിനോട് ഇതിനെപ്പറ്റി ഒന്ന് ഹെൽപ്പ് ചോദിച്ചാലോ എന്ന് കരുതി അവളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അതെ, നിന്നെ ആരെങ്കിലും പ്രൊപ്പോസ് ചെയ്തിട്ട് നീ റിജക്ട് ചെയ്തിട്ടുണ്ടോ, അല്ലെ ആരെങ്കിലും നിന്നെ പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ടോ എന്നിങ്ങനെയെല്ലാം ചോദിക്കുമ്പോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് അവൾ ഉടനെ മറുപടി പറയുന്നുണ്ട്. അപ്പൊ പിന്നെ നിന്നോട് ഹെൽപ്പ് ചോദിച്ചിട്ട് കാര്യമില്ല, നിനക്കിതിൽ എക്സ്പീരിയൻസ് ഇല്ലല്ലോ എന്ന് അവളെ ഒരുമാതിരി കളിയാക്കി അവൻ അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോ, അങ്ങനെ പോയി എങ്ങനെ ശരിയാവും, എന്നോടൊരു കാര്യം നീ ചോദിച്ചാല് അത് ഒന്നെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പറ, അല്ലെങ്കിൽ ചോദിക്കാൻ വരരുത്, ചുമ്മാ അതെന്താന്ന് ആലോചിച്ച് എന്റെ ടെൻഷൻ അടിച്ച് ഞാൻ ചത്തുപോകുന്നു പറഞ്ഞു അവനോട് കാര്യം പറയാനായി അവൾ നിർബന്ധിക്കുമ്പോ, അത് പിന്നെ ഞാൻ പറയാം, എന്റെ ഒരു ഫ്രണ്ടിന്റെ കാര്യമാ കേട്ടോ എന്ന് പറഞ്ഞു തുടങ്ങുന്നവൻ അവന്റെ കാര്യമാണെന്ന് പറയാതെ അവന്റെ ഫ്രണ്ടിന്റേത് എന്ന രീതിയിൽ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നന്നായിട്ട് പഠിക്കും, അവൻ ഇന്ന് വരെ ഒരു പെണ്ണിനെ പോലും ലൈൻ അടിച്ചിട്ടില്ല, അവനെ ഇങ്ങോട്ടൊരു പെണ്ണ് വന്ന് പ്രപ്പോസ് ചെയ്തു, പക്ഷെ അവന് താല്പര്യമില്ല, അതുകൊണ്ട് റിജക്ട് ചെയ്യണം, പക്ഷെ എങ്ങനെ റിജക്ട് ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ലാന്നല്ല അവൻ ഇങ്ങനെ പറയുമ്പോ, ഈ പറയുന്ന ഫ്രണ്ട് അവൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നവൾ, എന്നാലും അതേതാ പെണ്ണ്, നിന്നെ പോലെ ഒരുത്തനെ ഇങ്ങോട്ട് വന്ന് പ്രപ്പോസ് ചെയ്ത ആ പെണ്ണ് ഏതാന്നൊക്കെ ഒരുമാതിരി അവനെ കളിയാക്കുമ്പോ, പിന്നെ എന്റെ കാര്യമല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഫ്രണ്ടാ എന്നവൻ തിരിച്ചുമ്പോ, ശരി ഫ്രണ്ടാ, സമ്മതിച്ചു, ആ ഫ്രണ്ടിനെ പ്രപ്പോസ് ചെയ്ത പെണ്ണ് എന്താണാവോ എന്നിങ്ങനെ അവള് ചോദിക്കുന്ന സമയത്ത് അത് മറ്റേ വേയില്ല അപ്പുറത്തെ ക്ലാസ്സിലെ അവളാണെന്ന് അവൻ പറയുമ്പോ ഒരു പൊട്ടിച്ചിരിയായിരുന്നു മൂവിന് വരുന്നത്. ബെസ്റ്റ്, നീയും അവളും നല്ല ചേർച്ചയാണെന്ന് പറഞ്ഞ കാര്യമെല്ലാം മനസ്സിലായി മൂ ലിയോയെ കളിയാക്കുമ്പോ, നിനക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന അവൾ കളിയാക്കുന്നത് കണ്ട് അവൻ ദേഷ്യപ്പെടുമ്പോ, നീ പിണങ്ങി പോവല്ലേ, ഞാൻ ഹെൽപ്പ് ചെയ്യാം, പക്ഷെ പകരത്തിന് പകരമായി നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണമെന്ന് അവൾ തിരിച്ചവനോട് ആവശ്യപ്പെടുന്നുണ്ട്. അവളുടെ ചേട്ടനുണ്ടല്ലോ, അപ്പൊ ജോലിക്കൊന്നും പോവാതെ വീട്ടിൽ തന്നെ ഇരിപ്പാണ്, അത് വീട്ടിലിരുന്ന് എന്തോ കഥ എഴുതുക അതിനുവേണ്ടി ഇരിക്കാന്നൊക്കെ പറഞ്ഞാണ് ഇരിക്കുന്നത്, പക്ഷെ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല, വല്ല ജോലിക്കും പോയല്ലേ ചേട്ടനും നല്ലൊരു ഫ്യൂച്ചർ ഒക്കെ ഉണ്ടാവും, അതുകൊണ്ട് നീ ഒന്ന് ചേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കാനായി അവൾ ആവശ്യപ്പെടുമ്പോ, അങ്ങനെ വീട്ടിലെത്തുന്ന അവനാകട്ടെ അവളെ മാറ്റി നിർത്തി ചേട്ടനെ തനിയെ അവളുടെ റൂമിന്റെ അവിടേക്ക് വിളിച്ചോണ്ട് പോകുന്നു. ചേട്ടാ നോക്കിയേ, ചേട്ടന്റെ അനിയത്തിയുടെ റൂം അല്ലേ ഇത്, ചേട്ടൻ അനിയത്തിയും അനിയത്തിക്ക് ചേട്ടനും അല്ലേ ഉള്ളൂ, അവൾ ഇപ്പോഴും ഈ ഹൈസ്കൂളിലായിട്ട് കൊച്ചു പിള്ളേരെ പോലെ റൂമും അലങ്കോലം ആക്കിയിട്ട് പാവയും കെട്ടിപ്പിടിച്ചൊക്കെ കിടന്നുറങ്ങുന്നത്. ഓരോ പ്രായത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണ്ടേ. ചേട്ടൻ നല്ല ഉത്തരവാദിത്തത്തില് എപ്പോഴും അനിയത്തിന്നും പറഞ്ഞ് വീട്ടിൽ തന്നെ ഇങ്ങനെ ചടഞ്ഞിരിക്കാതെ ജോലിക്കൊക്കെ പോയി നന്നായിട്ട് അവളെ നോക്കണ്ടേ, അല്ലെങ്കിലേ അവള് പല തോന്നിവാസവും കാണിക്കും. ചിലപ്പോ ചേട്ടൻ ഇങ്ങനെ ഉഴപ്പി നടക്കുന്നത് കണ്ട് അത് മാതൃകയാക്കി എടുത്ത് അവളും പിന്നീട് ഓരോ ദുസ്വഭാവങ്ങളൊക്കെ കാണിച്ച ആ ദുശീലങ്ങളൊക്കെ കണ്ട് ചേട്ടൻ എന്റെ അനിയത്തിയുടെ ലൈഫ് നശിച്ചു പോയല്ലോ എന്നോർത്ത് സങ്കടപ്പെടേണ്ടി വരും. അതുകൊണ്ട് ഞാൻ സ്നേഹത്തോടെ പറയാം, ചേട്ടൻ നല്ല ഉത്തരവാദിത്തമുള്ള ഒരു ചേട്ടനായി, അതായത് അനിയത്തിയെ ചേട്ടന് ജീവന, അത് സമ്മതിച്ചു, പക്ഷെ ജോലിക്കൊക്കെ പോയി ആ രീതിയിൽ ഒരു ഉത്തരവാദിത്തമുള്ള ചേട്ടനായി അവളുടെ മുന്നിൽ നിൽക്കണം. ചേട്ടനിപ്പോ വർക്ക് ചെയ്തിരുന്ന ഓഫീസിൽ ഒരു ടാസ്ക് വന്നപ്പോ അതിൽ നിന്ന് എസ്കേപ്പ് ആവാൻ, അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയല്ലേ ഇപ്പൊ ജോലിക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞ് ഇവിടെ കുത്തിരിക്കുന്നത്, അത് ശരിയാവോ, അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് നന്നായിട്ട് മുന്നോട്ട് പോണ്ടേന്നൊക്കെ അവൻ ഉപദേശിക്കുമ്പോ, ശരിയാ എന്റെ അനിയത്തിയുടെ ഭാവിക്ക് ഞാൻ നല്ല ഉത്തരവാദിത്തമുള്ള ഒരാളായി മാറണം എന്ന് തിരിച്ചറിവുണ്ടാവുന്ന ചേട്ടൻ വളരെ കാര്യമായി തന്നെ ഓഫീസിൽ നിന്ന് കൊടുത്ത ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനേ ഇരിക്കുന്നു. ചേട്ടൻ ഒരു ബുക്കൊക്കെ പബ്ലിഷ് ചെയ്യുന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ വേഗം തന്നെ ആ കാര്യങ്ങൾക്ക് റെഡി ആവുമ്പോ, എന്നാലും നീ ഒരു 5 മിനിറ്റ് കൊണ്ട് ചേട്ടനെ ഇങ്ങനെ ഉപദേശിച്ച് മാറ്റിയെന്ന് അവൾ ഇത് കണ്ട് അമ്പരെന്ന് ചോദിക്കുമ്പോ, ഞാൻ ചേട്ടനോട് ചില സത്യങ്ങൾ പറഞ്ഞു, ആ സത്യങ്ങൾ കേട്ടപ്പോ ചേട്ടന് ബോധോദയം വന്നെന്ന് അവനും പറയാണ്. അങ്ങനെ എന്തെങ്കിലും മൂവിനെ ഇപ്പോ ലിയോ സഹായിച്ചത് കൊണ്ട് തന്നെ പറഞ്ഞ കണക്ക് അവനെ സഹായിക്കാനായി അവൾ പോകുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം സ്കൂളിലെത്തുന്ന അവൾ ലിയോയ്ക്ക് അവനെ പ്രൊപ്പോസ് ചെയ്ത വേ ഇഷ്ടമല്ല എന്നത് അവന് വേണ്ടി പറയാനായി പോകുന്നു. അങ്ങനെ ലിയോയെ പിടിച്ചു നിർത്തി തന്നെ അവന്റെ മറുപടി കേൾക്കാനായി കാത്തിരിക്കുന്ന വേയോട് വെറുതെ ഇവന്റെ പറയാൻ നടക്കണ്ട, അവന് തന്നെ ഇഷ്ടമല്ലെന്ന് മൂ പറയുമ്പോ, അത് പറയാൻ നീ ആരാണെന്ന് വേ മൂവിനോട് ദേഷ്യപ്പെടുന്നു. ഞാൻ അവന്റെ ഗേൾ ഫ്രണ്ടാ, കുട്ടിക്കാലം മുതലേ അവൻ എന്നെ ഇഷ്ടപ്പെടുക, അത് നിനക്കറിയാവുന്ന മൂ ഒരു ഡയലോഗ് അടിക്കുമ്പോ അത് കേട്ട് വേ ഞെട്ടുന്ന കണക്ക് തന്നെ അതിപ്പോ ഇവളെന്തൊക്കെയാ പറയുന്നതെന്ന് മറ്റില്ല ലിയോ ഞെട്ടുന്ന ടീം, അതൊക്കെ ഉണ്ട്, നീ ഒന്നും മിണ്ടായിടാ, അതൊക്കെ ഒന്ന് സെറ്റാക്കി കൈ തരണ്ട, മിണ്ടായിരിക്കാനായി അവനെ ആംഗ്യം കാണിച്ച ശേഷം അവൾ വീം വിളക്കാനായി തുടങ്ങുകയാണ്. കുട്ടിക്കാലം മുതലേ ഇവൻ എന്നെ ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് അവൾ ഡയലോഗ് അടിക്കുമ്പോ, എന്താടാ അല്ലേ സ്കൂള് മുഴുവൻ അറിയാവുന്ന ഈ കാര്യം ഇവക്ക് മാത്രം എന്താ അറിയാത്തത്, നീ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാനായി ലിയോയോട് മൂ പറയുന്ന ടീം, അതെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഇഷ്ടത്തില്ല, ഇവളെന്ത് ക്യൂട്ടാ, എനിക്ക് ഇവിടെ വലിയ ഇഷ്ടമെന്നൊക്കെ പറഞ്ഞ് അവൻ സംസാരിക്കുമ്പോ അത് കേൾക്കുന്നവേ എനിക്കിതൊന്നും താങ്ങാൻ വയ്യ, ഇവളെയോ ഇവൻ ഇഷ്ടപ്പെടാനോ, അയ്യേ എന്തിനു കൊള്ളാം, ഞാൻ എന്ത് ബെറ്ററാ, എനിക്കിതൊന്നും കേൾക്കണ്ടെന്ന് മറ്റില്ല അവൾ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഓടുന്നു. അങ്ങനെ ലിയോയെ രക്ഷപ്പെടുത്താനായി മൂ ഇവിടെ ലിയോയും മൂവും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന ഒരു കള്ളമാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ലിയോ ഇഷ്ടമാണെന്ന് പറഞ്ഞ വേയെ റിജക്ട് ചെയ്യാനായി ലിയോയെ സഹായിച്ച് മൂന്നൊടുക്കം ലിയോയും അവളും തമ്മിൽ പ്രണയത്തിലാണ് എന്ന് വേയോട് പറയേണ്ടി വരുന്നു. വേ അത് വിശ്വസിക്കുന്നേ ഇല്ല. കൂടാതെ അത് കേട്ടപാടെ അവൾ ലിയോയോടുള്ള ഇഷ്ടത്തിൽ നിന്ന് പിന്മാറാനും തയ്യാറല്ല. അതുകൊണ്ട് തന്നെ അവളെ അകറ്റി നിർത്താനും ലിയോയെ ഹെൽപ്പ് ചെയ്യാനുമായി തുടർന്നങ്ങോട്ട് മൂന്ന് ലിയോയുമായി റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന രീതിയിൽ തന്നെ വേയുടെ മുന്നിൽ ആക്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതിന്റെ ഇടയിൽ ലിയോയുടെ മുത്തശ്ശി അവന്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. മുത്തശ്ശിക്കും മൂന്നും ഇടയിൽ വലിയ പരിചയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആദ്യം കാണുമ്പോഴേ ഇത് ലിയോയുടെ മുത്തശ്ശിയാണെന്നറിയാതെ മൂ ഒന്ന് കൊമ്പ് ഓർക്കാനായി ചെല്ലുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുത്തശ്ശിക്ക് ആദ്യമേ മൂവിനെ കണ്ണിൽ കണ്ടുവിടാത്ത അവസ്ഥയാവുന്നു. പക്ഷെ പിന്നീട് ലിയോ ഭയങ്കര കെയറായി മൂവിനെ നോക്കുന്നതൊക്കെ പോലെ തോന്നുന്ന മുത്തശ്ശി ഇനി ഇവർ തമ്മിൽ പ്രേമത്തിലാണോ എന്ന് ആകെ ഡൗട്ടിലാവുന്നു.
അവളോട് ഏതാണ്ട് ജോലിക്ക് എടുക്കാനായി ഇന്റർവ്യൂ നടത്തുന്ന കണക്ക് ഓരോ കാര്യങ്ങൾ മുത്തശ്ശി ചോദിച്ചറിയാൻ നോക്കുന്നുണ്ട്. അവളെ കാണാൻ തന്റെ പേരക്കുട്ടി പ്രേമിക്കുന്നുണ്ടോ എന്ന ഡൗട്ടില്. ഇതൊക്കെ കണ്ട് ആദ്യം ലിയോയ്ക്ക് ചിരി വരുന്നുണ്ടെങ്കിലും അവളായിട്ട് മുത്തശ്ശി ശരിക്കും ടോർച്ചർ ചെയ്യുന്നുണ്ടോ എന്ന് ഡൗട്ട് വരുന്ന അവൻ അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ അവനും മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടുന്നു. ഇതിന്റെ ഇടയിൽ മുത്തശ്ശി ഒരു ബോക്സ് ഭയങ്കര കാര്യമായി കൊണ്ട് നടക്കുന്നത് മോ ശ്രദ്ധിച്ചിരുന്നു. അതിൽ എന്താണുള്ളതെന്ന് അവളൊന്ന് അറിയാനേ ഒരു ശ്രമം നടത്തിയപ്പോ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടിയത് കൊണ്ട് തന്നെ പേടിച്ചിട്ട് പിന്നെ അതിന്റെ പുറകെ പോയില്ല. പക്ഷെ മുത്തശ്ശി അവിടെ നിന്ന് പോയ ശേഷം ആ ബോക്സ് അവിടെ തന്നെ കാണുന്ന അവൾ അതിൽ എന്താണുള്ളതെന്ന് പരിശോധിക്കുന്നു. മുത്തശ്ശിയുടെ ഹസ്ബൻഡിനെ പറ്റിയുള്ള കാര്യങ്ങളായിരുന്നു അതിൽ മുത്തശ്ശി സൂക്ഷിച്ചു വെച്ചിരുന്നതെന്ന് അവൾ അത് വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഉടനെ തന്നെ മുത്തശ്ശിയുടെയും മുത്തശ്ശിയുടെ ഹസ്ബൻഡിന്റെയും വെഡിങ് ആനിവേഴ്സറി വരുന്നുണ്ട്. മുത്തശ്ശിയുടെ ഹസ്ബൻഡ് ഇപ്പൊ ജീവനോടെ ഇല്ല, എന്നിരുന്നാലും മുത്തശ്ശി ആ ഒരു ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുവെന്ന് അതിനകത്തോട്ടായിരുന്നു ഓരോ കുറിപ്പുകൾ വായിച്ച് മനസ്സിലാക്കുന്ന മോ ലിയോയുടെ കൂടെ ചേർന്ന് മുത്തശ്ശിയെ ഹാപ്പി ആക്കാനായി പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. അതോടുകൂടി മുത്തശ്ശി ഫ്ലാറ്റ്. അവളെ പറ്റി മുത്തശ്ശിയുടെ മനസ്സിലുണ്ടായിരുന്ന തെറ്റായ ഇംപ്രഷനൊക്കെ മാറി അവളോട് ഭയങ്കര സ്നേഹത്തിലാണ് മുത്തശ്ശി പിന്നീട് പെരുമാറിയത്. അങ്ങനെ പിന്നീട് സ്കൂളിൽ ഒരു മ്യൂസിക് കോമ്പറ്റീഷൻ നടക്കുന്നത് കാണുന്ന മോ തന്നെ പാട്ട് പഠിപ്പിക്കാനായി ജാക്കിന്റെ അടുത്ത് പോയി ഹെൽപ്പ് ചോദിക്കുകയാണ്. ഇംഗ്ലീഷ് സോങ് ആയതുകൊണ്ട് തന്നെ അവനൊരു ഐഡൽ ആണല്ലോ, അവന് നന്നായി അത് വഴങ്ങും എന്നതുകൊണ്ടാണ് അവൾ ഹെൽപ്പ് ചോദിക്കുന്നത്. അവനൊരു ശ്രമം നടത്തുന്നുണ്ട് അവളെ പഠിപ്പിക്കാനായി. പക്ഷേ ഇംഗ്ലീഷ് മര്യാദയ്ക്ക് സംസാരിക്കാനോ പാട്ട് പാടാനോ ഒന്നും തന്നെ നമ്മുടെ മോന് ഒരു വശമില്ല. അതുകൊണ്ട് അവളെ പാട്ട് പഠിപ്പിക്കുക എന്നത് കുറച്ച് ടാസ്ക് ആയിട്ട് അവന് തോന്നുന്നുണ്ട്. വേറെ വല്ല ഭാഷയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പം പഠിപ്പിക്കായിരുന്നു. ഇംഗ്ലീഷ് നിന്നെ കൊണ്ട് പറ്റുന്ന പണിയാന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് പാട്ട് ഞാൻ പഠിപ്പിക്കാം, അതിനു മുന്നേ നീ ഒന്ന് ഇംഗ്ലീഷ് ഒന്ന് പഠിച്ചിട്ട് വാ, എന്നിട്ടല്ലേ പാട്ടെന്നും പറഞ്ഞ് അവൻ അവളെ പറഞ്ഞു വിടുമ്പോൾ ഇംഗ്ലീഷ് പഠിക്കാനായി ഇനി ഹെൽപ്പ് ചോദിക്കാനായി അവളുടെ മുന്നിൽ ആകെ പാടെ ഉള്ളത് ലിയോ ആണ്. അവൻ നല്ല പഠിപ്പിയായതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് അവന് നന്നായി കൈകാര്യം ചെയ്യാൻ അറിയാം. അവൾ ചെന്ന് ഹെൽപ്പ് ചോദിക്കുമ്പോൾ എനിക്ക് വേറെ പണിയുണ്ട് പോയെന്നും പറഞ്ഞ് അവൻ അവളെ ഓടിച്ചു വിടാനായി നോക്കുമ്പോ, എടാ നിന്റെ ഗേൾ ഫ്രണ്ടിനെ സഹായിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തല്ലേ, പിന്നെ ഇങ്ങനൊക്കെ പറഞ്ഞ് എങ്ങനെയാന്ന് പറഞ്ഞ് അവൾ അവന്റെ അടുത്ത് നിന്ന് ചിടുങ്ങുമ്പോ ചോദിച്ചത് കുറച്ച് സൗണ്ടിലായിരുന്നു. ഗേൾ ഫ്രണ്ടോ? ഇവർ തമ്മിൽ റിലേഷൻഷിപ്പ് ആണോന്നല്ല. ഇത് കേൾക്കുന്ന ക്ലാസ്സിലെ മറ്റു കുട്ടികൾ ഇങ്ങനെ അടക്കം പറയാൻ തുടങ്ങുന്നുണ്ട്. ഇങ്ങനെ പോയാൽ ഇവളെ പറ്റി ബാക്കിയുള്ളവര് സംസാരിച്ചു തുടങ്ങുമെന്ന് തോന്നുന്ന അവൻ, നീ ഒന്ന് അടങ്ങിക്കേ, ഞാൻ നിന്നെ പഠിപ്പിച്ചാലാന്നും പറഞ്ഞ് അവളെ മാറ്റി നിർത്തി ഭീഷണിപ്പെടുത്താൻ നോക്കുന്നുണ്ട്. നിന്നെ കൊണ്ടൊന്നും നടക്കുന്ന കാര്യമല്ല, നിനക്ക് ഇതൊക്കെ ഇട്ടിട്ട് പൊക്കൂടെ, വേറെ പണിയില്ലെന്നൊക്കെ. പക്ഷെ അവൾ വിടുവോ? അവൾ അവനോട്, നീ എന്നെ പഠിപ്പിച്ചില്ലെങ്കിൽ നീ ഞാനും തമ്മിലുള്ളത് ജസ്റ്റ് ഒരു സെറ്റപ്പ് ആണ്, നമ്മൾ യഥാർത്ഥത്തിൽ റിലേഷൻഷിപ്പിലല്ല എന്നത് ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കും. പ്രത്യേകിച്ച് ആവേ, അവൾ അറിഞ്ഞാൽ തീർന്നു. അവൾ നിന്റെ പുറകെ വീണ്ടും എന്നെ പ്രേമിക്കുന്ന പറഞ്ഞു നടക്കും. പിന്നെ അത് നിനക്ക് ഭയങ്കര പാടായിരിക്കും എന്നല്ല അവൾ ഭീഷണിപ്പെടുത്തുമ്പോ പഠിപ്പിക്കാൻ അവൻ തയ്യാറാവുന്നുണ്ട്. അങ്ങനെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനായി നോക്കുമ്പോ എത്ര ഇംഗ്ലീഷ് അറിയാത്ത ഒരാൾക്കും നന്നായി പറയാൻ അറിയാവുന്ന ഒരു കാര്യമായിരിക്കല്ലോ ഐ ലവ് യു എന്നത്. പക്ഷെ അതുപോലെ മര്യാദയ്ക്ക് അവൾക്ക് പറയാനേ കഴിയുന്നില്ല. അവൻ അത് ക്ലാസ് ഇരുത്തി പഠിപ്പിച്ചു കൊടുത്ത് നോക്കുമ്പോ അത് കറക്റ്റ് ആയി കാണുന്നുണ്ട്. ഇതും കൂടെ തൊല്ല താങ്ങാൻ വയ്യല്ലോ എന്ന് ഇവൻ ഏതാണ്ട് അവളെ ഐ ലവ് യു എന്ന് ശരിക്കും പറയുന്നതാണെന്ന് കരുതി അത് കേട്ട് വേക്ക് ദേഷ്യം വരുന്നു. ഡ്യൂറ്റ് പാടാനും സാധിക്കും, സോളോ പെർഫോം ചെയ്യാനും സാധിക്കും. ഡ്യൂറ്റ് പാടാനായി എന്റെ കൂടെ വരാമോ എന്ന് ലിയോട് മൂ ചോദിക്കുന്നുണ്ടെങ്കിലും അവൻ ആദ്യം സമ്മതിക്കുന്നില്ല. എന്തായാലും ഇതിൽ പങ്കെടുക്കാൻ ഞാൻ തീരുമാനിച്ചു, ഞാൻ ഇനി പിന്നോട്ടില്ലാന്ന് പറഞ്ഞ് അവൾ ഒറ്റയ്ക്കെങ്കിൽ ഒറ്റയ്ക്ക് പെർഫോം ചെയ്യാന്ന് കരുതി സ്റ്റേജിൽ ആ ഒരു കോമ്പറ്റീഷൻ ദിവസം കയറുന്നുണ്ട്. അറിയാവുന്ന പോലെ മനോഹരമായി തന്നെ അവൾ അങ്ങനെ പെർഫോം ചെയ്ത് തുടങ്ങുമ്പോൾ അവൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് അവൻ എത്തിയിരുന്നു. അവനും അവളുടെ കൂടെ ചേർന്ന് പാട്ട് പാടാനായി തുടങ്ങുമ്പോൾ അത്ര നേരം ഒരുവിധം അവൾ പാടി ഒപ്പിച്ച ആംബിയൻസ് എല്ലാം കൂടി അവന്റെ പാട്ട് കുളവാക്കുന്നുണ്ട്. അവൻ പാടിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അവൾക്ക് സമ്മാനം കിട്ടിയാണ്. കാരണം ഒട്ടും നന്നായി പാടില്ലാന്ന് എല്ലാവരും പ്രതീക്ഷിച്ച് അവൾ അത്ര മനോഹരമായി പാടുകയും അവളുടെ കൂടെ ചേർന്ന് ലിയോ പാടിയപ്പോ പാട്ട് നന്നായി കുളമാവുകയും ചെയ്തു. എന്തായാലും പ്രതീക്ഷിച്ച പോലെ ഒന്നാം സമ്മാനം ഒന്നും തന്നെ മോന് കിട്ടിയില്ല. അങ്ങനെ അന്ന് സ്കൂളിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് ലിയോ ചെല്ലുമ്പോഴേക്കും അവന്റെ ആ ഒരു വളർത്തുനായ ഉണ്ടല്ലോ, സ്കൂളിൽ നിന്ന് അവൻ കൊണ്ടുവന്ന ഡോഗ്, അത് അത്യാവശ്യം നല്ല കുരുത്തം കെട്ട ഒരു ഡോഗാണ്. അത് അവന്റെ താമസ സ്ഥലം മുഴുവൻ അലങ്കോലമാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ റെഡിയാക്കി അന്ന് രാത്രി മര്യാദയ്ക്ക് ഉറങ്ങാതെ അടുത്ത ദിവസം ക്ലാസ്സിലിരുന്ന് ലിയോ നന്നായി ഉറക്കം തൂങ്ങുമ്പോ അതെല്ലാം തന്നെ മോ ശ്രദ്ധിക്കുന്നു. കുട്ടിക്കാലത്തെ ഞാൻ ഇവനെ കാണാൻ തുടങ്ങിയതല്ലേ, ഇന്ന് വരെ ഒരു ക്ലാസ്സിലും ഇവൻ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുന്നത് എല്ലാ ക്ലാസ്സിലും ഇവന്റെ കൂടെ ഇരുന്ന് പഠിച്ചിട്ടുള്ള ഞാൻ കണ്ടിട്ടില്ല. ഇവനിത് എന്ത് പറ്റിയെന്നല്ല, ക്ലാസ്സിൽ ഇരുന്ന് ഉറക്കം തൂങ്ങുന്ന ലിയോയെ കണ്ട് അമ്പരക്കുന്ന മോ അവന്റെ ഒരു ഫോട്ടോ എടുത്തു വെക്കുന്നു. അവക്കാണെങ്കിൽ ചിരി സഹിക്കാൻ വയ്യ. ഇവളി കാണിക്കുന്നൊന്നും അവൻ അറിയുന്നില്ല, അത്രയ്ക്ക് ഉറക്കാണ്. ഈ സമയം മിസ് ബോർഡിൽ ഒരു കണക്കെഴുതിയിട്ട് ആരെ ഇതിന് ആൻസർ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും എത്ര തവണ ഇവൻ എനിക്കിട്ട് പാര വെച്ചിട്ടുള്ളതാ, ഇനി ഇവനായിട്ട് തിരിച്ചൊരു പാര വെച്ചിട്ട് തന്നെ കാര്യമെന്ന് മനസ്സിൽ ഉറപ്പിച്ച് അവളാകട്ടെ നേരെ മിസ് ഇതിന്റെ ആൻസർ ലിയോയ്ക്ക് അറിയാന്ന് പറഞ്ഞ് അവനെ കാട്ടിക്കൊടുക്കുമ്പോ മിസ് അവനെ നോക്കുമ്പോഴേക്കും അവനെ തോണ്ടി ഇതേണ്ടാ മിസ് എന്നെ വിളിക്കുന്നു പറഞ്ഞ് അവനെ പെട്ടെന്ന് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. അവനാണെങ്കിൽ കാര്യമൊന്നും മനസ്സിലാവാതെ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാണ് ഇവള് തന്നെ പാര വെച്ചതാണ് എന്ന് അവന് മനസ്സിലാവുന്നത്. എഴുന്നേറ്റ് നിന്ന സ്ഥിതിക്ക് ആ ഒരു സമ്മിന്റെ ആൻസർ ചോദിക്കുമ്പോൾ അതിപ്പോ പഠിപ്പിച്ച ഒരു പ്രോബ്ലം ആണ്, അതുകൊണ്ട് തന്നെ അതിന്റെ ആൻസർ മര്യാദയ്ക്ക് പറയാനേ അവൻ അറിയില്ല. അവൻ മിഴിച്ചു നിൽക്കുമ്പോഴേക്കും മിസ് അവനെ വഴക്ക് പറയുന്നുണ്ട്. ക്ലാസ്സിൽ ഇരുന്ന് ഉറക്കം തൂങ്ങി മര്യാദയ്ക്ക് ശ്രദ്ധിക്കാതെ ഇരുന്നതിന്റെ പേരിൽ. അങ്ങനെ അന്നാകട്ടെ ക്ലാസ് കഴിഞ്ഞ ഉടനെ ഇടം വലം നോക്കാതെ നേരെ തന്റെ വീട്ടിലേക്കായിരുന്നു ലിയോയുടെ യാത്ര. അവൻ അങ്ങനെ പോകാൻ കാരണം അവന്റെ ആ ഡോഗ് ഉണ്ടല്ലോ, അത് വീട്ടിലുള്ള സാധനങ്ങൾ കൊളവാക്കരുത് എന്നതുകൊണ്ടാണ്. അങ്ങനെ അവൻ നൈസായിട്ട്
കഴിഞ്ഞിട്ട് എന്തോ ഒരു കള്ളമുള്ള കണക്ക് ക്ലാസ് കഴിഞ്ഞ ഉടനെ വീട്ടിലേക്ക് എസ്കേപ്പ് ആവാൻ നോക്കുമ്പോ അത് മോ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തോ ഒരു ചുറ്റിക്കളി, എന്തോ ഒന്ന് നീ എന്നോട് മറക്കുന്നുണ്ടല്ലോ എന്ന്. പെട്ടെന്ന് അവന്റെ പെരുമാറ്റത്തിലൊക്കെ ഒരു മാറ്റം. ക്ലാസ് ഇരുന്ന് ഉറങ്ങാത്തവന് ഉറക്കം തൂങ്ങുന്നു. ആ കാര്യങ്ങളൊക്കെ കണ്ട് അവൾക്കൊരു ഡൗട്ട്. എന്താ വീട്ടിൽ വല്ല ഗേൾ ഫ്രണ്ടും ഉണ്ടോ, ലിവിങ് ടുഗദർ ആണോ എന്നെല്ലാം അവൾ ചോദിക്കുമ്പോ ആ ഡോഗിനെ ഇവൻ വളർത്തുന്ന കാര്യമൊന്നും അവൾക്ക് അറിയില്ല. അതിനെ അവൻ കൊടുത്തു വിട്ടു എന്നാണ് ഇപ്പോഴും അവൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. എന്തായാലും ആ കാര്യങ്ങളെ പറ്റി പറഞ്ഞ് തെറ്റിദ്ധാരണ മാറ്റാനായി അവൻ നിൽക്കുന്നുമില്ല. അവൻ നേരെ വീട്ടിലേക്ക് പോകുന്നു. ആ ഡോഗിനെ ലിയോയ്ക്ക് വലിയ കാര്യമാണ്. പക്ഷെ അവന്റെ അച്ഛന് ഡോഗ്സിനെ ഒന്നും വീട്ടിൽ വളർത്തുന്നതിനോട് താല്പര്യമില്ല. ഇപ്പൊ അച്ഛൻ വീട്ടിലില്ല. പക്ഷെ അച്ഛൻ അധികം വൈകാതെ വീട്ടിലോട്ട് വരും. അച്ഛൻ വരുമ്പോഴേക്കും ഡോഗിനെ എന്ത് ചെയ്യുമെന്ന് അവൻ ഒരു പിടുത്തമില്ല. അങ്ങനെ അച്ഛൻ വരുമ്പോഴേക്കും ഡോഗിനെ മാറ്റാനായി അവൻ ഡോഗിനെ മറ്റൊരിടത്ത് കൊണ്ടുപോയി നിർത്തുന്നുണ്ട്. അവന്റെ ക്ലാസ് ടീച്ചറിന്റെ വീട്ടിൽ തന്നെ സാറിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞാണ് അവൻ ആ ഡോഗിനെ അവിടെ ഏൽപ്പിക്കുന്നത്. ഡോഗിനാണെങ്കിൽ അവനെ വിട്ടു പിരിയുന്നതിന്റെ ഭയങ്കരമായ സങ്കടവും ഉണ്ട്. അവനും അതേ കണക്കൊരു സങ്കടം തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ വേറെ വഴിയില്ല. ഇതിന്റെ ഇടയിൽ വീണ്ടും ലിയോയുടെ മുത്തശ്ശി അവന്റെ വീട്ടിലേക്ക് എത്തുന്നു. മുത്തശ്ശന്റെ മരണശേഷം കുറച്ച് മാനസിക പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ട്രീറ്റ്മെന്റിനൊക്കെ മുത്തശ്ശി ഹോസ്പിറ്റലിലായിരുന്നു. ഇപ്പൊ വീണ്ടും മുത്തശ്ശി ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അവന്റെ മുത്തശ്ശിയെ നോക്കി വീട്ടിൽ ഇരിക്കാനേ കഴിയില്ല. അന്നവന് ഇമ്പോർട്ടന്റ് ആയി പങ്കെടുക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മൂനോട് മുത്തശ്ശിയെ ഒന്ന് നോക്കുന്ന അവളുടെ കൈയും കാലും പിടിച്ച് ഏൽപ്പിച്ചിട്ടാണ് അവൻ അങ്ങനെ പോകുന്നത്. അവൻ പോകുന്നത് വീട് കൂടെ ഡിബേറ്റ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനായിട്ടായിരുന്നു. ഇതേ സമയം മുത്തശ്ശന്റെ കാര്യം പറയുമ്പോഴേ അടങ്ങി ഒതുങ്ങിയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കൊനിഷ്ടും കുരുത്തക്കേടും ഒപ്പിച്ചോണ്ടിരിക്കുന്ന മുത്തശ്ശിയുടെ സ്വഭാവം അപ്പോഴേക്കും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന മുത്തശ്ശിയോട് മുത്തശ്ശിയുടെയും കൂടിയുള്ള ലവ് സ്റ്റോറി ചോദിക്കാണ്. അത് മുത്തശ്ശി ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ സംഭവം പെട്ടെന്ന് തന്നെ പറഞ്ഞിരുന്നു. ഇനി മുത്തശ്ശിയെ എൻഗേജ്ഡ് ആക്കാനായി എന്ത് ചെയ്യുമെന്ന് അവൾ ഓർക്കുന്ന സമയത്ത് നിന്റെ വീട് ഇവിടെ അടുത്തല്ലേ, നിന്റെ വീട്ടിൽ പോവാം, എന്നെ നിന്റെ വീടൊക്കെ കാണിക്കാനായി പറഞ്ഞ് മുത്തശ്ശി നിർബന്ധിക്കുമ്പോ അങ്ങനെ വീട്ടിലേക്ക് അവൾ കൊണ്ടുപോകുന്നുണ്ട്. അവിടെ അവളുടെ ചേട്ടനുണ്ടായിരുന്നു. വീടൊക്കെ മൊത്തത്തിൽ രണ്ടുപേരും അലങ്കോലമാക്കിയൊക്കെ ഇട്ടിരിക്കുകയാണ്. അത് കാണുന്ന മുത്തശ്ശി ഇതൊക്കെ ഒരു വീടാണോ എന്ന് ചോദിച്ച് ഏതാണ്ട് മുത്തശ്ശിയുടെ സ്വന്തം കൊച്ചുമക്കള് താമസ സ്ഥലം അലങ്കോലമാക്കിയിട്ടിരിക്കുന്നത് കണ്ടാല് ഏത് രീതിയിൽ വഴക്കു പറയുമോ അതുപോലെ തന്നെ അവരോട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന്റെ ഇടയിൽ മുത്തശ്ശി കാണാതെ ലിയോയുടെ താമസ സ്ഥലം മുഴുവൻ ഡാമേജ് ആക്കിയിരുന്നു. അവിടെ ഏതോ പൈപ്പൊക്കെ പൊട്ടിച്ചിട്ടിട്ടാണ് അവളുടെ വീട് കാണാന്ന് പറഞ്ഞ് അവളുടെ കൂടെ പോയത്. അപ്പോഴേക്കും അവന്റെ വീട്ടില് ഫുള്ള് വെള്ളം ലീക്കായി അങ്ങനെ മൊത്തത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. തിരിച്ച് ലിയോ എത്തി മുത്തശ്ശിയെ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് തന്നെ വിടുന്നുണ്ടെങ്കിലും അവന്റെ അപ്പാർട്ട്മെന്റിൽ അപ്പൊ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ചേട്ടൻ നമ്മുടെ കൂടെ അവനെ നിർത്തിയാലോ എന്ന് മൂനോട് ചോദിക്കുമ്പോ എന്നെ പോലെ ഒരു പ്രായപൂർത്തിയായ പെൺകുട്ടിയുള്ള വീട്ടില് അവനെ നിർത്താവോ, അത് ശരിയാവൂന്നെല്ലാം അവൾ തിരിച്ച് അവൻ ഇവിടെ നിർത്താൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ചേട്ടനോട് ദേഷ്യപ്പെടുന്നു. അതിന് അവൻ എന്ത് ചെയ്യാനാണെന്ന് അവൾ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് ചേട്ടൻ ചോദിക്കുമ്പോ അവൻ എന്റെ സ്നാക്സ് എടുത്ത് കഴിച്ചാലോ, അതൊന്നും എനിക്ക് ഇഷ്ടമില്ല എന്നെല്ലാം അവനെ അങ്ങനെ അവൾ കുറ്റം പറയുമ്പോ അതൊക്കെ ഒരു കാര്യമാണോന്ന് മട്ടില് ചേട്ടൻ അവളെ കളിയാക്കുന്നുണ്ട്. എന്തായാലും അവനെ അവിടെ തന്നെ ചേട്ടൻ താമസിപ്പിക്കുന്നു. അങ്ങനെ അവിടെ എത്തിക്കഴിയുമ്പോ അവനോട് ചുമ്മാ ചെറിയ കാര്യങ്ങൾക്കൊക്കെ തന്നെ അവൾ വഴക്കുണ്ടാക്കാനായി പോകുന്നുണ്ട്. കുറച്ചു ദിവസം അവൻ ഇവിടെ തന്നെ കാണും, അഡ്ജസ്റ്റ് ചെയ്ത് നിന്നേ പറ്റുന്ന ചേട്ടൻ അവളോട് പറയുന്നു. എന്തായാലും അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിൽ ഇപ്പൊ അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവൻ വീട്ടുജോലികളിലൊക്കെ നല്ലവണ്ണം ഇടപെടുന്നുണ്ട്. ഫുഡ് കുക്ക് ചെയ്യാനും പാത്രം കഴുകാനും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും അവൻ മുന്നിട്ട് നിൽക്കുമ്പോൾ ചേട്ടൻ അത് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഈ വീട്ടിലെ ജോലിയെല്ലാം ചേട്ടൻ ഒറ്റയ്ക്കാണ് ചെയ്തിരുന്നത്. ചേട്ടൻ അതൊരു ഭാരമല്ല. അനിയത്തിയാകട്ടെ ഒരു ജോലിയും ചെയ്യാതെ എല്ലാം തന്നെ കണ്ട് ആസ്വദിച്ചിരുന്നപ്പോ അവളുടെ അതേ പ്രായമുള്ള അവളുടെ കളിക്കൂട്ടുകാരനായ ലിയോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിൽ ചേട്ടന് ഭയങ്കര അത്ഭുതമുണ്ട്. അവൻ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ട് ഇവിടെ നിന്നാ ചേട്ടൻ അവനെ ചിലപ്പോൾ ഇവിടെ പെർമനന്റ് ആക്കി നിർത്താൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നവൾ എത്രയും പെട്ടെന്ന് അവൻ ഇവിടെ നിന്ന് പുകച്ച് പുറത്ത് ചാടിക്കണം എന്ന് തന്നെ വിചാരിക്കുന്നു. അതിനായിട്ട് അവൾ അവന് പഠിക്കാനായിട്ട് ഒരു ഗ്യാപ്പ് കൊടുക്കാതെ TV നല്ല സൗണ്ടിൽ വെക്കുകയും അവൻ ക്ലീൻ ആക്കുന്ന സ്ഥലങ്ങൾ വീണ്ടും വീണ്ടും പോയി അലങ്കോലമാക്കുകയും അവൻ പാത്രം എല്ലാം കഴുകി ജോലി തീർത്താൽ വീണ്ടും ചെന്ന് പാത്രങ്ങൾ അലങ്കോലമാക്കിയിടുകയും അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നുണ്ട്. അങ്ങനെ അവളുടെ ശല്യം ഒരു ലിമിറ്റ് കഴിയുമ്പോൾ ഇവിടെ നിന്ന് പോകാം എന്ന് തന്നെ തീരുമാനിച്ച് അവൻ ബാഗ് പാക്ക് ചെയ്യുന്നത് കണ്ട് ചേട്ടനും ദേഷ്യം വരുന്നു. നീ എന്താ ഇപ്പൊ അവനോട് ചെയ്തത്? അങ്ങനെ ഇവനെ ഇവിടെ നിന്ന് ഓടിച്ചു വിടാൻ മാത്രം നിനക്ക് എന്ത് ഇത്ര ദേഷ്യം എന്നല്ല. ചേട്ടൻ ദേഷ്യപ്പെടുമ്പോ സാധാരണ ചേട്ടൻ അങ്ങനെ മൂനോട് ദേഷ്യപ്പെടുന്നതല്ല, പക്ഷെ ഇത്തവണ ചേട്ടൻ ദേഷ്യപ്പെടുന്നുണ്ട്. അത് കേൾക്കുന്നവൾ ഞാനൊന്നും ചെയ്തില്ല, അവനായി തന്നെ അവന്റെ ഇഷ്ടത്തിന് പോകുന്നതിന് ഞാൻ എന്ത് ചെയ്യാനാണെന്നായിരുന്നു ചേട്ടനോട് ചോദിക്കുന്നത്. ആ സമയത്ത് അവൻ അവിടെ നിന്ന് ചേട്ടനോട് അവൾ ചെയ്ത ഓരോ ദ്രോഹങ്ങളും എണ്ണി എണ്ണി പറയുന്ന ടീമാണ്. അവന് വല്ലാത്ത പനിയുള്ളത് ചേട്ടൻ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് നീ ഇപ്പൊ വീട്ടിലോട്ട് പോകണ്ട, ഇവിടെ തന്നെ നിന്നാ മതി എന്ന് പറഞ്ഞ് അവനെ വീട്ടിൽ തന്നെ നിർത്തി നോക്കുന്നു. കാര്യം അവനെ പുകച്ച് പുറത്ത് അടിക്കാനായി പലതും ചെയ്തു നോക്കിയെങ്കിലും അവനാകെ പനി പിടിച്ച് കിടക്കുന്നത് കണ്ട് മൂന്ന് ഭയങ്കര സങ്കടം. അതുകൊണ്ട് തന്നെ അവൾ ഉറക്കം മുളച്ചിരുന്ന് അവനെ നോക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം അവർ വീട്ടിലുള്ള സമയത്ത് അവൻ പനിയൊക്കെ മാറി ഓക്കെ ആയിരിക്കുന്നു. മൂവാണ് തന്നെ നന്നായി നോക്കിയത്. തന്റെ പനി മാറിയതിന് അവളൊരു കാരണമാണെന്ന് മനസ്സിലാക്കുന്ന അവൻ അവളോട് താങ്ക്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതേ സമയം തന്നെ അവളെ കാണാനായി ആ ഇരട്ട ബ്രദേഴ്സും ഒപ്പം ജാക്കും വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അന്നൊരു അവധി ദിവസം ആയതുകൊണ്ട് തന്നെ അവന്മാരുടെ വരവപ്പോ അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ലെങ്കിലും ഇവിടെ ഇപ്പൊ വന്ന അവർ ലിയോ ഇവിടെയാണ് നിൽക്കുന്നതെന്ന് കണ്ടാല് താനും അവനും ഡേറ്റിംഗ് ആണെന്ന് തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി അവനെ അവിടെ ഒളിപ്പിച്ചിരുത്തിയിട്ടാണ് കൂട്ടുകാരുടെ അടുത്തേക്ക് പോകുന്നത്. ഒപ്പം ക്വിയും ഉണ്ട്. എന്തായാലും അവരോട് സംസാരിച്ചിരിക്കുമ്പോ അവൾ എന്തോ ഒരു കള്ളം ചെയ്യുന്നുണ്ട്. അവൾ ആരെയോ
എവിടെയോ മറച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ടോ എന്നൊരു മട്ടില് അവളുടെ ഇങ്ങനത്തെ ഒരു പെരുമാറ്റവും മുകളിൽ നിന്ന് എന്തൊക്കെയോ സൗണ്ട് വരുന്നതും ഒക്കെ കേട്ട് കൂട്ടുകാർക്ക് ഡൗട്ട്. അവരതുകൊണ്ട് തന്നെ മുകളിലേക്ക് കയറി പരിശോധിക്കാനായി തുടങ്ങുമ്പോൾ ആദ്യം മൂ തടയാൻ നോക്കുന്നുണ്ടെങ്കിലും അവർ ലിയോ ഉള്ള മുറിയുടെ അടുത്ത് വരെ എത്തുന്നത് കാണുന്ന അവളാകട്ടെ അതെ എന്റെ ബോയ് ഫ്രണ്ട് ഉണ്ട് ഇതിനകത്ത്, ഞാനേ അവൻ ഇതിനകത്ത് മറച്ചു വെച്ചിരിക്കുക, നിങ്ങളൊക്കെ അവനെ കാണാതിരിക്കാൻ വേണ്ടി തന്നെയാ ഞാൻ അങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോ അവൾക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട്, ഭയങ്കര ഹാൻസം ആണ് അവൻ എന്നിങ്ങനെയെല്ലാം അവൾ പറയുന്നത് കേട്ട് അവർ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. പിന്നെ നിനക്കല്ലേ ബോയ് ഫ്രണ്ട്, നടക്കുന്ന കാര്യമെല്ലാം പറയുന്നില്ല അവരവളെ നന്നായി കളിയാക്കുന്നു. എന്തായാലും പരിശോധിക്കാനായി വന്ന അവരാകട്ടെ അവളായിട്ട് ഇങ്ങോട്ട് ബോയ് ഫ്രണ്ട് ഉണ്ട്, വേണം പോയി പരിശോധിച്ചു എന്ന മട്ടിൽ പറഞ്ഞതുകൊണ്ട് തന്നെ അത് വിശ്വസിക്കാതെ പരിശോധിക്കാതെ പോകുന്നുണ്ട്. അടുത്ത ദിവസം ക്ലാസ് ഉണ്ടായിരുന്നില്ല, അവധിയായിരുന്നു. പക്ഷെ അന്ന് ഒരു എക്സ്ട്രാ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായി ലിയോ പോകുമ്പോ അവിടെ വേയുണ്ട്. ക്ലാസ് കഴിഞ്ഞ് അവനോടൊന്ന് സംസാരിക്കാനായി അവൾ അവനെ ഫോളോ ചെയ്ത് പോകുമ്പോ അവൻ മൈൻഡ് ആക്കാതെ പോകുന്നുണ്ടെങ്കിലും അവിടെ വെച്ചതേ വീണ്ടും ആ ഇരട്ട പയ്യന്മാര് ഓരോ പ്രശ്നം ഉണ്ടാക്കുന്നു. അവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം ഒഴിച്ച് കളിക്കുന്നതിന്റെ ഇടയിലൂടെയാണ് വീട്ടിലേക്ക് ഇവർ നടന്നു പൊക്കൊണ്ടിരുന്നത്. ലിയോ പോകുന്ന വഴി അവനെ ഫോളോ ചെയ്ത് വന്ന വേ കറക്റ്റ് അവന്മാർ ഒഴിച്ച വെള്ളത്തിന്റെ അവിടെ വന്ന് പിടിക്കുകയും അവളുടെ ഡ്രസ്സ് ഫുള്ള് നനയുകയും ചെയ്യുന്നു. അത് കണ്ട് അവളെ ഹെൽപ്പ് ചെയ്യാതെ പോകാനായി ലിയോയ്ക്ക് മനസ്സ് വന്നില്ല. അവൻ അവളെ കൂട്ടി ഇപ്പൊ അവൻ താമസിക്കുന്ന മോന്റെ വീട്ടിലേക്ക് ചെന്ന് അവന്റെ ഒരു ടീഷർട്ട് അവൾക്ക് മാറിയിടാനായി കൊടുക്കുന്നു. അവളാകട്ടെ ഇത് യഥാർത്ഥത്തിൽ മോന്റെ വീടാണെന്ന് അറിയാതെ അവന്റെ വീടാണെന്ന മട്ടിൽ അവിടെ ഇരുന്നവനോട് സംസാരിക്കുകയാണ്. ഇത് മോന്റെ വീടാണെന്ന് വേ കണ്ടുപിടിക്കോ അറിയില്ല, എന്തായാലും ഇവിടെ എന്ത് സംഭവിച്ചെന്ന് നമുക്ക് കാണാം. പക്ഷെ അപ്പോഴേക്കും ജാക്കിനെ ഒരു സ്ക്രിപ്റ്റ് പഠിക്കാനായി സഹായിക്കാൻ പോയിരിക്കുകയായിരുന്നു മൂ. ആ ടീം സ്ക്രിപ്റ്റിലെ ഡയലോഗ് പറയുന്ന രീതിയിൽ അവൻ വളരെ റൊമാൻറ്റിക് ആയി അവളെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി അവൻ സ്ക്രിപ്റ്റിലെ ഡയലോഗ് അല്ല പറയുന്നത്, മറിച്ച് അവന്റെ മനസ്സിൽ അവളോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു, അത് തുറന്നു പറയാനായി നോക്കുകയാണ്. പക്ഷെ അത് മനസ്സിലാവാതെ അവളാകട്ടെ അവൻ സ്ക്രിപ്റ്റ് പറയുകയാണെന്ന രീതിയിൽ അതിനെ കാഷ്വലായി എടുക്കുന്നു. ഒരു ഭാഗത്ത് ലിയോയും വേയും മറുഭാഗത്ത് ജാക്കും മൂ. അങ്ങനെ ലിയോയുടെ പുറകെ വേ അവനെ ഇംപ്രസ് ചെയ്യാനായി നടക്കുന്ന സമയത്താണ് മറ്റേ ആ തല തെറിച്ച ഇരട്ട പയ്യന്മാരുണ്ടല്ലോ ഇവരുടെ ക്ലാസ്സിലെ, ആ പയ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം ഒഴിച്ച് കളിച്ച് അവളെ മൊത്തത്തിൽ നനയ്ക്കുന്നത്. അത് കണ്ട് അവളെ ഹെൽപ്പ് ചെയ്യാതെ പോവാനായി ലിയോയ്ക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവൻ അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. വീടെന്ന് പറയുമ്പോൾ അവനിപ്പോ സ്റ്റേ ചെയ്യുന്നത് നമ്മുടെ മൂവിന്റെ വീട്ടിലല്ലേ, അങ്ങോട്ടേക്കാണ് കൊണ്ടുവരുന്നത്. അവൾക്ക് ചേഞ്ച് ചെയ്യാനായി അവന്റെ ടീഷർട്ട് ഒക്കെ കൊടുത്ത് അവളുടെ നനഞ്ഞ ഡ്രസ്സ് അവൻ ഉണക്കി കൊണ്ടുവരുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പിന് അവിടേക്ക് എത്തുന്ന മൂവിന്റെ ചേട്ടൻ ഇതെന്നെല്ലാം ലിയോയോട് ചോദിക്കുമ്പോൾ ഇതെന്റെ ക്ലാസ്മേറ്റ് ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയപ്പോ ഹെൽപ്പ് ചെയ്തതാണെന്ന് അവനും പറയുന്നു. ഈ സമയത്ത് ചേട്ടൻ ഗേൾ ഫ്രണ്ട് വല്ല ആണോ എന്നൊക്കെ അവനെ കളിയാക്കുമ്പോ അങ്ങനൊന്നും ഇല്ല ചേട്ടാന്ന് അവൻ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ ഡ്രസ്സ് ഉണക്കി കൊടുക്കുമ്പോൾ അത് ഇട്ടുകൊണ്ട് അവിടെ നിന്ന് പോകാനായി വേ റെഡിയല്ല. അവൾ അവിടെ തന്നെ കുറച്ചു നേരം കൂടി നിൽക്കാനായിട്ട് അതൊരു ചാൻസ് ആക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സമയത്താണ് പുറത്തു പോയിട്ടുണ്ടായിരുന്ന മൂ മടങ്ങി വരുന്നത്. മൂന്ന് ഇവിടെ വേയുള്ള കാര്യം അറിയില്ല. മുന്നേ വേയുടെ മുന്നിൽ വെച്ച് മൂവിന്റെ ചേട്ടൻ സംസാരിക്കുമ്പോൾ പോലും ലിയോയും മൂവും ഒന്നിച്ചാണ് സ്റ്റേ ചെയ്യുന്നത് എന്ന രീതിയിൽ ആരും അറിയണ്ട, വെറുതെ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നവർ ഇനി ലിവിംഗ് ടുഗദർ ആണ് എന്നൊക്കെ പറഞ്ഞ് അവരെ പറ്റി വല്ലാത്ത ഗോസിപ്പുകൾ ഇറങ്ങും എന്ന പേടിയിൽ മൂവിന്റെ ചേട്ടനാണെന്ന രീതിയിലല്ല സംസാരിച്ചതും. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇങ്ങോട്ടേക്ക് എത്തുന്ന മൂ കാര്യങ്ങളൊന്നും അറിയാതെ ചേട്ടനോട് എത്രയും പെട്ടെന്ന് ലിയോ ഇവിടെ നിന്ന് പറഞ്ഞു കേട്ടോ, അവന്റെ കൂർക്കമലി ശബ്ദം എനിക്ക് സഹിക്കാൻ പോലും പറ്റുന്നില്ല, ഭയങ്കര ശല്യാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ആ ഒരു കോൺവെർസേഷൻ കൃത്യമായി അവിടെ ഉണ്ടായിരുന്ന വേ കേൾക്കുന്നുണ്ട്. ലിയോയും മൂവും ഒന്നിച്ചൊരു വീട്ടിലാണോ നിൽക്കുന്നത്, ഇവരെന്താ ലിവിംഗ് ടുഗദർ ആണോ എന്നല്ല അവൾ അത് കേട്ട് ഉടനെ ടെൻഷൻ ആവുന്നുണ്ട്. എന്തായാലും അവൾ അവിടെ നിൽക്കാതെ വേഗം തന്നെ ഈ ഒരു കാര്യം കേട്ടാകെ അപ്സെറ്റ് ആയി എസ്കേപ്പ് ആയി പോകുന്നു. തുടർന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിൽ വീണ്ടും ഒരു ക്ലാസ് ഇല്ലാത്ത ദിവസം മൂവിന്റെ വീട്ടിലേക്ക് അവളുടെ ഫ്രണ്ട്സ് വരാനായി തീരുമാനിച്ചിരിക്കുന്നു. അവര് വരുന്നതിന് മുന്നേ അവളെ ഫോൺ വിളിച്ചറിയിക്കുന്നുണ്ട്, ഞങ്ങൾ വീട്ടിലോട്ട് വരുന്നുണ്ടേന്ന്. ആദ്യം ഉറക്കത്തിലായിരുന്ന അവൾ ആ ഒരു ഫോൺ കോളിന്റെ ശബ്ദം കേട്ട് ഉണർന്ന് കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞാൽ അല്ല ഇത്ര വിളിച്ചറിയിച്ചിട്ട് വരേണ്ട കാര്യം ഇവർക്ക് എന്താ, ഞാനെന്താ വീട്ടിൽ വല്ല നിധിയും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ, അവര് വരുമ്പോഴേക്കും മാറ്റാൻ ഇവർക്ക് ഇത് എന്തിന്റെ കേടാണെന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടെങ്കിലും പിന്നീടാണ് അവൾ ഓർക്കുന്നത്, അയ്യോ പ്രശ്നമാവുമല്ലോ, ഇവിടെ ലിയോ ഉണ്ടല്ലോ, അവനെ മാറ്റിയല്ലേ പറ്റൂന്ന്. വേഗം അവന്റെ അടുത്തേക്ക് ചെന്ന് വെപ്രാളത്തില് എടാ വേഗം നീ ഇവിടെ നിന്ന് പോ, ഇപ്പൊ ഫ്രണ്ട്സ് എല്ലാം ഇങ്ങോട്ട് വരുമെന്ന് പറയുമ്പോ നീ ഇത്ര ടെൻഷൻ ആവേണ്ട കാര്യം എന്താ, ഞാനിവിടെ ഉള്ളത് അവർ കണ്ടോട്ടെ, ഞാൻ പഠിക്കാൻ വന്നതെന്ന് പറഞ്ഞ പോരെ, കമ്പൈൻ സ്റ്റഡി, അതിൽ ഇത്ര പേടിക്കാൻ എന്തിരിക്കുന്നു എന്നല്ല അവൻ ചോദിക്കുമ്പോ ശരിയാ നീ ഇത്ര വെപ്രാളം പിടിക്കണ്ട, ആ രീതി പറഞ്ഞാൽ മതി എന്ന് ചേട്ടനും പറയുന്നു. അങ്ങനെ ഫ്രണ്ട്സ് അങ്ങോട്ടേക്ക് വരുമ്പോ ചേട്ടൻ അവരുടെ കൂടെ പുറത്ത് പോകണമെന്നുണ്ട്, കാരണം എല്ലാരും കൂടി ബീച്ചിൽ പോയി ഒന്ന് ആഘോഷിക്കാനായിട്ടുള്ള മൂഡിലായിരുന്നു. പക്ഷേ ചേട്ടൻ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ടല്ലോ, അതിന്റെ ലാസ്റ്റ് ഡേറ്റ് അടുത്ത ദിവസമാണ്. ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാതെ ചേട്ടൻ ഉരുണ്ട് കളിക്കുമെന്ന് ഡൗട്ടുള്ള ചേട്ടന്റെ ഓഫീസിലെ ആളുകൾ കട്ടായം ചേട്ടനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാനായി വീട്ടിൽ തന്നെ വന്നിരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അനിയത്തിയുടെയും കൂട്ടുകാരനും കൂടെ പുറത്തു പോയി ഒന്ന് എൻജോയ് ചെയ്യാൻ ഈ ചേട്ടന് പറ്റുന്നില്ല. ചേട്ടൻ വീട്ടിൽ പെട്ടിരിക്കുമ്പോൾ അവരിതേ ബീച്ചിൽ പോയി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ബീച്ചിൽ തന്നെ വേ ഉണ്ടായിരുന്നു. അവളൊരു ബോട്ടില് ഞാനും അവനും ഒന്നിക്കണമെന്നൊക്കെ പറഞ്ഞ് ലിയോയെ മനസ്സിലോർത്ത് ഒരു വിഷ് എഴുതി ആ ബോട്ടിലിനകത്ത് ആ പേപ്പർ ചുരുട്ടി വെച്ച് അത് കടലിലേക്ക് എടുത്ത് എറിയുന്നുണ്ട്. ഇത് തീർച്ചയായും ലിയോയുടെ അടുത്ത് വന്നാല് ഞാനും അവനും ഒന്നിക്കും എന്നതിൽ ഒരു ഡൗട്ടും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവളിങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴേക്കും ആരുടെയോ കയ്യിൽ ആ ഒരു ബോട്ടിൽ കിട്ടുന്നുണ്ട്. ആ ബോട്ടിലെ പേപ്പർ എടുത്ത് നോക്കുന്ന ആരോ അതിൽ അവളുടെ ആഗ്രഹം നടക്കുമെന്ന് മറുപടി എഴുതി തിരിച്ചത് കടലിലേക്ക് വിടുമ്പോ അത് കറങ്ങി തിരിഞ്ഞ് വീട് മുന്നിൽ തന്നെ വരുന്നു. അവൾ അതെടുത്ത് മറുപടി വായിച്ചു നോക്കുന്നു. ഇത് ലിയോയുടെ കയ്യിൽ കിട്ടിയോ, എന്റെ ആഗ്രഹം നടക്കുന്നില്ല. വളരെ എക്സൈറ്റഡ് ആയി അവൾ അവിടെ ലിയോയെ തപ്പി നടക്കുമ്പോ അവൾ അവിടെ കാണുന്നത് ലിയോയെ അല്ല മറിച്ച്
ചെന്നൈയാണ്. അവളുടെ ഈ ഒരു ലെറ്റർ കിട്ടിയതും അതിന് മറുപടി എഴുതിയതും എല്ലാം അവനായിരുന്നു. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ബീച്ചിലെ വോളിബോൾ കളിച്ചുകൊണ്ട് നിൽക്കാണ് നമ്മുടെ മൂവും ലിയോയും ഫ്രണ്ട്സും ഒക്കെ. ലിയോയും മൂവും ഒരേ ടീമിലാണ്. പക്ഷെ ലിയോയ്ക്ക് ബോൾ അടിക്കാൻ ഒരു ചാൻസ് കൊടുക്കാതെ എല്ലാം തന്നെ മൂ അടിച്ചു വിടുമ്പോ എന്നെ എന്തിനാണോ അവളുടെ ടീമിൽ എടുത്തത്, എന്നെ കളിപ്പിക്കാതിരിക്കാനാണോ എന്നെല്ലാം അവന് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി അതും ഇതും പറഞ്ഞ് വഴക്കാവുന്നുണ്ട്. ഇത്രയും നേരം ഒന്നായി കളിച്ചിരുന്ന അവർ ഇപ്പൊ രണ്ട് ടീമായി തിരിഞ്ഞ് മാച്ച് കണ്ടിന്യൂ ചെയ്യുന്നു. ആ ഒരു മാച്ചിൽ ഒരു തവണ ലിയോ ജയിച്ച വിട്ടുകൊടുക്കാതെ മൂ അടുത്ത റൗണ്ടിന് പോകാൻ പറയുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് ഇവരുടെ കൂടെ കളിക്കാൻ വന്ന കൂട്ടുകാരൊക്കെ മടുത്തിട്ട് അവിടെ നിന്ന് പോയിട്ടും ഇവർ രണ്ടുപേരും മാച്ച് നിർത്താതെ കളിച്ചോണ്ടേ ഇരിക്കുകയാണ്. ഒടുക്കം ആരാണ് ജയിച്ചതെന്നോ ആരാണ് നല്ല പ്ലെയർ എന്നോ ഒരു തീരുമാനത്തിൽ എത്താനും രണ്ടെണ്ണത്തിനും കഴിഞ്ഞില്ല. അങ്ങനെ കീരിയും പാമ്പുമായി നമ്മുടെ മൂവിന്റെയും ലിയോയുടെയും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിലാണ് ലിയോയുടെ മുത്തശ്ശി ഹോസ്പിറ്റലിൽ നിന്ന് ചാടിപ്പോയെന്ന ന്യൂസ് ആണ് അവൻ അറിയുന്നത്. മുത്തശ്ശിക്ക് ഹസ്ബൻഡിന്റെ മരണശേഷം മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടല്ലോ, അപ്പൊ അതിനായി ട്രീറ്റ്മെന്റിന് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയേക്കാണ്. മുത്തശ്ശി അവിടെ നിന്ന് ചാടിപ്പോയെന്ന് കേൾക്കുമ്പോൾ തന്നെ അവന് ടെൻഷൻ ആവുന്നുണ്ട്. വയ്യാത്ത മുത്തശ്ശിയെ കൂടെ നിന്ന് നോക്കാനുള്ള സാഹചര്യം തനിക്കില്ല. പഠിത്തവും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിർത്തേണ്ടി വന്നതിന്റെ സങ്കടം അവനുണ്ടായിരുന്നു. ഇതും കൂടി കേൾക്കുമ്പോൾ ആകെ അപ്സെറ്റ് ആവുന്ന അവനെ കൂടെ നിർത്തി മൂവാണ് മുത്തശ്ശിയെ കണ്ടുപിടിക്കാനായി ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ മുത്തശ്ശി എവിടേക്കാണ് പോകാൻ സാധ്യതയുള്ളതെന്ന് വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ മുത്തശ്ശിയോട് ഇടപെട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന മൂ കറക്റ്റ് അങ്ങോട്ടേക്ക് തന്നെ ലിയോയെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അതൊരു ബീച്ചായിരുന്നു. മരണപ്പെട്ട മുത്തശ്ശിയുടെ ഹസ്ബൻഡിന്റെ ബോഡി ഇവിടെ നിന്നാണ് കിട്ടിയിരുന്നത്. മുത്തശ്ശി ഇവിടെ തന്നെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ കറക്റ്റ് അവിടെ തന്നെ ഉണ്ടല്ലോ. അവൻ അമ്പരക്കുന്നുണ്ട് ഇവൾ എത്രത്തോളം മുത്തശ്ശിയെ മനസ്സിലാക്കി എന്നതോർത്ത്. മുത്തശ്ശി ആകട്ടെ ആകെ ഇമോഷണൽ ആവുന്നുണ്ട്. വയസ്സായി പല ബുദ്ധിമുട്ടുകളും എനിക്കുണ്ട്, ഓർമ്മക്കുറവുണ്ട്, പക്ഷെ ഈ ഒരു കാര്യം മാത്രം എന്റെ മനസ്സിൽ നിന്ന് മാറുന്നില്ല. ഈ ഒരു സ്ഥലം എനിക്ക് മറക്കാനേ കഴിയില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശി ഹസ്ബൻഡിന്റെ കാര്യം ഓർത്ത് ഇമോഷണൽ ആകുമ്പോൾ പെട്ടെന്ന് രണ്ടുപേരും ഇമോഷണൽ ആവുന്നുണ്ട്. അത് കാണുന്ന മുത്തശ്ശി പതിയെ ഏതാണ്ട് മരിച്ച കണക്ക് ലിയോയുടെ തോളിലേക്ക് ചാരുമ്പോ രണ്ടുപേരും പേടിക്കുന്നു. മുത്തശ്ശിന്ന് അവർ തട്ടി വിളിക്കുമ്പോഴേക്കും അവരെ പേടിപ്പിക്കാൻ വേണ്ടി ഒന്ന് പറ്റിക്കാൻ നോക്കിയ മുത്തശ്ശി, അല്ലെങ്കിൽ പറ്റിക്കാൻ വേണ്ടി ഒന്ന് പേടിപ്പിക്കാൻ നോക്കിയ മുത്തശ്ശി പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അല്ല പിന്നെ സെന്റി അടിച്ചിരിക്കുമ്പോ നിങ്ങളൊന്ന് ഉഷാറാക്കാൻ വേണ്ടി ഞാൻ ഒപ്പിച്ചൊരു പണിയല്ലേ, ഞാൻ ഇപ്പോഴും മരിക്കത്തില്ല, ഞാൻ ചെറിയ പ്രായമല്ലേ, ഇനി എത്രയോ നാൾ എനിക്ക് ജീവിക്കാനുണ്ടെന്നൊക്കെ മുത്തശ്ശി തമാശ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. കറക്റ്റ് താനുള്ള സ്ഥലം ലിയോയ്ക്ക് പറഞ്ഞു കൊടുത്ത് കൂട്ടിക്കൊണ്ട് വന്നത് മൂവാണെന്ന് മനസ്സിലാക്കുന്ന മുത്തശ്ശി മോക്ക് എങ്ങനെ ഞാൻ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആ ലെറ്റർ വായിച്ചിരുന്നു. മുത്തശ്ശിയുടെയും മുത്തശ്ശന്റെ ലൈഫിൽ ഈ ഒരു സ്ഥലം ജീവിച്ചിരുന്നപ്പോ എത്ര ഇമ്പോർട്ടന്റ് ആണെന്നും പിന്നെ മുത്തശ്ശന്റെ ബോഡി ഇവിടെ നിന്നാണ് കിട്ടിയതെന്നും എനിക്കറിയാലോ, അതുകൊണ്ട് തന്നെ ഞാൻ കറക്റ്റായി ഗസ് ചെയ്തെന്ന് അവൾ പറയുമ്പോൾ നീ എന്റെ ഫാമിലി മെമ്പർ പോലും അല്ല, എന്നിട്ടും എന്റെ കാര്യത്തിൽ എത്ര കൺസേൺ ആണ്, നീ എത്ര കാര്യമായിട്ടാണ് നോക്കുന്നതെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി അവൾക്ക് ഒരു വള സമ്മാനിക്കുന്നുണ്ട്. മുത്തശ്ശിക്ക് ഗിഫ്റ്റ് ചെയ്തതായിരുന്നു ഇത്. അതിപ്പോ അവൾ സൂക്ഷിച്ചു വെക്കണമെന്ന് പറഞ്ഞ് മുത്തശ്ശി അവൾക്ക് നൽകുന്നു. പിന്നീട് അവിടെ നിന്ന് പോകുമ്പോൾ അവളുടെ കയ്യിൽ ആ വള ഉള്ളത് കണ്ട് ഇത് മുത്തശ്ശി നിനക്ക് തന്നോന്ന് മുത്തശ്ശി ആരെയും കൊണ്ടും ഇത് തൊടിയിക്കാറ് പോലും ഉണ്ടായിരുന്നില്ല എന്നറിയാവുന്ന ലിയോ അമ്പരക്കുന്നുണ്ട്. മുത്തശ്ശി എനിക്ക് തന്നാ, നിനക്ക് വേണമെങ്കിൽ നീ എടുത്തോന്ന് അവൾ പറയുമ്പോൾ വേണ്ട വേണ്ട, നിനക്ക് മുത്തശ്ശി തന്നത് നീ തന്നെ സൂക്ഷിച്ചു വെച്ചാൽ മതി എന്ന് അവനും പറയുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിൽ ജാക്കിന് ഒരു കോൺസെർട്ട് വരുന്നുണ്ട്. അതിൽ അവൻ പുതിയൊരു പാട്ട് തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു. ലിറിക്സ് ഒന്നും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. അത് കാണുന്ന മൂ അവന് ലിറിക്സ് എഴുതി കൊടുത്ത് ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവൾ എഴുതി കൊടുക്കുന്നത് ലിറിക്സ് കണക്കില്ല, ഏതാണ്ട് ഒരു റൈം കണക്കാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഇത് കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് ക്വീ അതിനെപ്പറ്റി അഭിപ്രായം പറയുമ്പോൾ പക്ഷെ മൂവിനെ സങ്കടപ്പെടുത്താതിരിക്കാനായി ഇത് നന്നായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇത് വെച്ച് തന്നെ ഞാൻ പാട്ടുണ്ടാക്കുന്നു പറഞ്ഞ് പാട്ട് തയ്യാറാക്കാനായി ജാക്ക് ഒരുങ്ങുമ്പോൾ അവൻ ഈ പാട്ടും കാണും കോൺസെർട്ടിന് പാടിയ അവനുള്ള ഫാൻസും കൂടി ഹേറ്റേഴ്സ് ആയി മാറും. അത്രയ്ക്ക് കൊള്ളൂല, ഒരു ലുക്കില്ല, സ്റ്റാൻഡേർഡ് ഇല്ല എന്നൊക്കെ തോന്നുന്ന ക്വീ എങ്ങനെയും ഇത് പാട്ടാക്കി മാറ്റാനെങ്കിൽ അനുവദിച്ചുകൂടാ, അനുവദിച്ച് അവന് തന്നെ പ്രശ്നമെന്ന് മനസ്സിൽ ഉറപ്പിച്ച് അതിനെന്ത് ചെയ്യാമെന്ന് ആലോചിക്കുന്നു. നിനക്ക് തരി പോലും ബോധമില്ലേ, അവൻ എഴുതി കൊടുക്കാൻ പറ്റിയ ഒരു ലിറിക്സ് ആണോ ഇത്? LKG പിള്ളേർ എഴുതിയ റൈംസ് കണക്കുണ്ട്, ചുമ്മാ ഒരു ഫ്രണ്ടിനെ സഹായിക്കാൻ കഴിഞ്ഞില്ലേലും ഉപദ്രവിക്കുന്ന രീതിയിലൊന്നും ചെയ്യില്ലെന്നെല്ലാം അവളോട് വല്ലാണ്ട് തന്നെ ക്വീ ദേഷ്യപ്പെടുമ്പോ മൂന്ന് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോഴത്തെ ഒരു ഇതിനെ ക്വീ അങ്ങനെ ദേഷ്യപ്പെട്ടെങ്കിലും പിന്നീട് അവൾക്ക് തന്നെ അതിൽ നല്ല കുറ്റബോധം ഫീൽ ആവുന്നുണ്ട്. എത്രത്തോളം തന്നെ ഹെൽപ്പ് ചെയ്ത ഒരാളാണ് മൂ എന്ന കാര്യങ്ങൾ ആലോചിച്ച് നേരെ അവളെ സമാധാനിപ്പിക്കാനായി ക്വീ പോകുന്നുണ്ട്. നോക്കുമ്പോ മണ്ണിങ്ങനെ മല പോലെ കൂട്ടി വെച്ചോണ്ടിരിക്കുകയാണ് മൂ. എന്താ നീ ചെയ്യുന്നതെന്ന് അത് കണ്ട് ക്വീ ചോദിക്കുമ്പോ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ക്വീ, അവളിപ്പോ ചുമ്മാ എന്നോട് ദേഷ്യപ്പെട്ട് എന്നെ വായി വന്നതൊക്കെ പറഞ്ഞു, എനിക്കിനി അങ്ങനെ ഒരു ഫ്രണ്ട് ഇല്ല, അവളെ ഞാൻ ഈ കുഴിക്കാത്തിട്ട് മൂടുന്നെന്ന് പറഞ്ഞ് ഭയങ്കര ഇമോഷണലായി മൂ സംസാരിക്കുമ്പോൾ ഒരുവിധം ആ പിടക്കം മാറ്റിയെടുക്കാനായി ക്വീക്ക് സാധിക്കുന്നു. അങ്ങനെ പിന്നീട് അങ്ങോട്ട് കുറച്ചു ദിവസത്തേക്ക് മൂവും അവളുടെ ഫ്രണ്ട്സ് ഗ്യാങ്ങില് ലിയോ ഉണ്ടായിരുന്നില്ല, അവൻ അതിൽ നിന്ന് അകറ്റി അവളും ബാക്കി ഫ്രണ്ട്സും കൂടി ഒരു ഗ്യാങ് ആയി ലിയോയോട് വെറുതെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവന് കാര്യമൊന്നും മനസ്സിലാവുന്നില്ല, അവൻ അപ്സെറ്റ് ആവുന്നുണ്ടെങ്കിലും അത് ആലോചിച്ച് അവൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവളും ഫ്രണ്ട്സും കൂടി കേക്ക് ഒക്കെ ആയി അവന്റെ മുന്നിൽ വരികയും അവനെ ഹാപ്പി ബർത്ത്ഡേ പാടി വിഷ് ചെയ്യുകയും ചെയ്യുന്നത്. അത്തരം ഒരു കാര്യം അവനൊട്ടും അപ്പൊ പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആകെ സർപ്രൈസ്ഡ് ആവുന്നുണ്ട്. അന്ന് അവന്റെ ബർത്ത്ഡേ ആണ് എന്നത് പോലും അവൻ മറന്നിട്ട് മൂ അത് ഓർത്തു വെച്ചിരുന്നു. അങ്ങനെ ചെറിയ രീതിയിൽ ഫ്രണ്ട്സിനെ കൂട്ടി ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ അവിടെ അവൾ നടത്തുകയാണ്. അവൻ ഒരുപാട് ഹാപ്പി ആവുന്നു. സംഭവം സെലിബ്രേറ്റ് ചെയ്യാനായി എല്ലാവരും കൂടിയിട്ടുണ്ടായിരുന്നെങ്കിലും സെലിബ്രേഷന് ശേഷം ക്ലാസ് റൂം വൃത്തികേടാവുമ്പോ ഒരൊറ്റ ഓർമ്മയില്ല ക്ലീൻ ചെയ്യാനായി. നമ്മുടെ ബർത്ത്ഡേ ബോയ് ആയ ലിയോ തന്നെ നിന്ന് ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുന്ന കാഴ്ച കണ്ട് എടാ ബർത്ത്ഡേ ആയിട്ട് നീ ക്ലീൻ ചെയ്യാണോ, ഞാൻ സഹായിക്കാന്നും പറഞ്ഞ് മൂ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. പക്ഷെ അവൾ സ്ലിപ്പായി വീഴാനായി പോകുമ്പോഴേക്കും വീഴാതെ അവൻ അവളെ താങ്ങി പിടിക്കുന്നു. അങ്ങനെ സ്പോർട്സ് ഡേ വന്നെത്തുന്നു. ഈ സമയത്ത് കുട്ടികളെല്ലാം സ്നാക്സ് കഴിച്ച്
എൻജോയ് ചെയ്ത് ചിയർ ചെയ്തോണ്ടൊക്കെ ഇരിക്കുമ്പോ ലിയോ അപ്പോഴും ബുക്ക് എടുത്ത് വെച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ നന്നാവത്തില്ല എന്ന് അത് കണ്ട് പിറുപിറുത്തുകൊണ്ട് അവന്റെ ഫ്രണ്ട്സ് സ്നാക്സ് കഴിച്ച് വീണ്ടും അവരുടെ ക്ലാസ്സിനെ റെപ്രസെന്റ് ചെയ്ത് ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന ആ ഒരു പയ്യനെ ചിയർ ചെയ്തോണ്ടിരിക്കുകയാണ്. പക്ഷെ വേയുടെ ക്ലാസ്സിലെ കുട്ടി ആ മത്സരത്തില് ആ പയ്യനെ തട്ടിയിട്ട് ഓടി ജയിക്കാനായി നോക്കുമ്പോ മൂന്നും ഫ്രണ്ട്സിനും ദേഷ്യം വരുന്നു. സ്പോർട്സിൽ നേരെ ചൊവ്വേ മത്സരിക്കാമെങ്കിൽ മത്സരിച്ചാൽ മതി, ഇതുപോലെ ഉടായ്പ കാണിച്ച് ജയിക്കാനുള്ള ഒന്നല്ല സ്പോർട്സ് എന്നൊക്കെ പറഞ്ഞ് നന്നായി തന്നെ അവർ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. തോറ്റു കഴിയുമ്പോൾ അതും ഇതും പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളെ പോലെ പഠിക്കുന്ന പിള്ളേരുടെ മുന്നിൽ തോക്കാനാ നിന്നെ പോലെയുള്ള പിള്ളേരുടെ വിധി എന്നല്ല നന്നായി തന്നെ അവയെ കളിയാക്കുമ്പോ കാണിച്ചു തരാം. ഞങ്ങളെ അങ്ങനെ ആരുടെ മുന്നിൽ തോക്കാനായിട്ടുള്ളവരല്ല, നിങ്ങളെ പോലെ തന്നെ ഞങ്ങളും ഈ സ്കൂളിൽ പഠിക്കുന്നവരാ, ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടേതായ പൊസിഷൻ ഉണ്ടെന്ന് പറഞ്ഞ് വേയെ ചലഞ്ച് ചെയ്യുന്നുണ്ട്. ഈ ഒരു സംസാരമൊക്കെ കേട്ടിരുന്ന ലിയോയ്ക്ക് മൂവിന്റെ ഭാഗത്താണ് ശരിയെന്നറിയാം. അതുകൊണ്ട് തന്നെ വേയോട് ഇത്രയും ചീപ്പായിട്ടൊക്കെ പെരുമാറുമെന്ന് വിചാരിച്ചിരുന്നില്ല എന്ന് അവളോട് അവൻ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇനി വരുന്ന മത്സരങ്ങളിൽ വേയുടെ ടീമിനെ തോൽപ്പിക്കാനായി എന്ത് ചെയ്യാമെന്ന് മൂവും ഫ്രണ്ട്സും ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് കേൾക്കുന്ന ലിയോ അവർ തെറ്റായ രീതിയിൽ നമ്മുടെ അടുത്ത് ജയിക്കാൻ നോക്കിയെന്ന് പറഞ്ഞ് അതേ രീതിയിൽ തിരിച്ചവരെ അപ്രോച്ച് ചെയ്താൽ പിന്നെ അവരും നമ്മളും തമ്മിൽ എന്താണ് വ്യത്യാസം, അതുകൊണ്ട് നമുക്ക് കറക്റ്റായി എങ്ങനെ ജയിക്കാം, എന്ത് ചെയ്ത് നല്ല രീതിയിൽ മത്സരിക്കാം എന്നതിനെ പറ്റി മാത്രം ഡിസ്കസ് ചെയ്യാം, അതാണ് നല്ലതെന്ന് പറയുമ്പോൾ മോനും അങ്ങനെ തന്നെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ വിജയിക്കാനാണെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് അവൻ പറയുമ്പോൾ ശരി, തെറ്റായ രീതിയൊന്നും ചെയ്യാനായി ഞങ്ങൾ ശ്രമിക്കില്ല, നീ പറയുന്ന പോലെ നല്ല രീതിയിൽ തന്നെ എങ്ങനെ മത്സരത്തിൽ വിജയിക്കാമെന്ന് നോക്കാമെന്ന് അവൾ അവന് വാക്ക് നൽകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോ ക്ലാസ്സിന്റെ മൊത്തത്തിലുള്ള അഭിമാന പ്രശ്നമാണല്ലോ, അതുകൊണ്ട് തന്നെ മൂവിന്റെ ബാക്കി ഫ്രണ്ട്സ് മൂവല്ലേ ലിയോയ്ക്ക് വാക്ക് കൊടുത്തുള്ളൂ, നമ്മൾ എന്തായാലും ഉടായ്പ കാണിച്ച് വിജയിക്കാൻ നോക്കില്ലാന്ന് വാക്ക് കൊടുത്തില്ലല്ലോ, അതുകൊണ്ട് നമുക്കൊരു പണി ഒപ്പിക്കാന്ന് പറഞ്ഞ് വീണ്ടും മത്സരത്തിന് നിൽക്കുന്ന സമയം അവരുടെ ക്ലാസ്സിലെ പയ്യനെ ഒഴിച്ച് ബാക്കി പയ്യന്മാർക്കെല്ലാം കുടിക്കാനുള്ള വെള്ളത്തില് വിം കലക്കി നൽകുന്നുണ്ട്. അങ്ങനെ അത് കുടിക്കുന്ന അവന്മാർക്ക് ഓട്ട മത്സരത്തിനുള്ള സമയമാകുമ്പോൾ ഓടാൻ പോയിട്ട് നേരെ ഒന്നും നിൽക്കാൻ പറ്റാത്ത ആ ഒരു രീതിയിൽ ബാത്റൂമിലേക്ക് ഓടേണ്ടി വരുന്നുണ്ട്. അങ്ങനെ മത്സരം തകൃതിയിൽ നടക്കുന്നു. റിലേ കോമ്പറ്റീഷൻ എത്തുമ്പോൾ ലിയോ അതിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ലിയോയെ തോപ്പിക്കാനായി ചെന്നുണ്ടല്ലോ ലിയോയെ തള്ളിയിട്ടോണ്ട് ഓടാനായി നോക്കാണ്. അങ്ങനെ അവൻ മറിഞ്ഞടിച്ച് താഴെ വീഴുമ്പോൾ അത് കാണുന്ന ഓടി ചെന്ന് ലിയോയെ താങ്ങി പിടിക്കുന്നു. പക്ഷെ താങ്ങി പിടിച്ചത് അവനെ കൊണ്ട് ഫസ്റ്റ് എയ്ഡ് വെക്കാൻ പോകാനൊന്നുമല്ല, മറിച്ച് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു സ്റ്റിക്ക് വാങ്ങിച്ചിട്ട് അവക്ക് മുന്നോട്ട് ഓടാനാണ്. സ്റ്റിക്ക് കിട്ടിയ പാടെ അവനെ താഴെ ഇട്ടിട്ട് അവൾ ഓടി മത്സരത്തിൽ വിജയിക്കുന്നുണ്ട്. പാവം നമ്മുടെ ലിയോ വേടെ മുന്നിൽ ജയിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തില് താൻ ഇവിടെ മറിഞ്ഞടിച്ച് വീണ് കിടക്കുന്നത് പോലും തന്റെ ഫ്രണ്ട്സിന് ഒരു കാര്യമല്ലല്ലോ, അവരൊക്കെ വിജയം സന്തോഷിച്ചിരിക്കുകയാണല്ലോ എന്ന് അവൻ ഇങ്ങനെ കിടപ്പി നോക്കിയിരിക്കുകയാണ്. എന്ത് തന്നെയായാലും അവന്റെ ബാക്കി ഫ്രണ്ട്സിനെ പോലെ തന്നെ അവരുടെ ക്ലാസിന്റെ അഭിമാനം രക്ഷിക്കാനായിട്ട് ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിന്റെ ഒരു സന്തോഷം പരുക്ക് പറ്റിയിരിക്കുകയാണെങ്കിലും അവനുണ്ടായിരുന്നു. അങ്ങനെ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവാണ്. മൂവും ലിയോയും തമ്മിൽ ഇപ്പൊ പണ്ടത്തെ ആ ഒരു രീതിയിൽ വഴക്കൊന്നും ഉണ്ടാക്കാതെ അവർ നല്ല ഫ്രണ്ട്സ് ആയി തന്നെ മുന്നോട്ട് പോകുന്നു. എപ്പോഴും വഴക്കുണ്ടാക്കിയിരുന്ന ഇവർ ഇപ്പൊ അങ്ങനെ വഴക്കൊന്നും ഉണ്ടാക്കാതെ നല്ല ബോണ്ടിങ്ങിൽ മുന്നോട്ട് പോകുമ്പോൾ അത് കാണുന്ന മൂന്ന് ചേട്ടൻ ഇവർ റിലേഷൻഷിപ്പിലായി എന്ന് വിചാരിക്കുകയും എനിക്കിത് ഒരു ദിവസം നടക്കുമെന്ന് അറിയായിരുന്നു, പക്ഷെ ഇത്രയും നേരത്തെ നടക്കുമെന്ന് വിചാരിച്ചില്ല, എന്തായാലും നല്ല രീതിയിൽ നിങ്ങൾ ഇരിക്കും, എന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്നൊക്കെ അവരോട് ഡയലോഗ് അടിക്കുമ്പോൾ ചേട്ടനത് എന്ത് പറ്റിയെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. ഇവര് റിലേഷൻഷിപ്പിലൊന്നും ആയിട്ടില്ല, അങ്ങനെ പരസ്പരം ഇഷ്ടമൊന്നും തുറന്ന് പറഞ്ഞിട്ടുമില്ല, പക്ഷെ തെറ്റിദ്ധരിച്ചാണ് ചേട്ടൻ ഇങ്ങനെ പറയുന്നതെന്ന് അവർക്കറിയില്ലല്ലോ. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്താണ് ലിയോയുടെ അച്ഛൻ മടങ്ങിയെത്തുന്നത്. അച്ഛന്റെ വരവോടുകൂടി നല്ല രീതിയിൽ പൊക്കൊണ്ടിരുന്ന കാര്യങ്ങൾ ആകെ പ്രശ്നത്തിലാവുകയാണ്. ഇവിടെ നിന്ന് താമസം മാറാൻ പോവാണ്, ക്ലാസ് മാറാൻ പോവാണെന്ന് ചുമ്മാ മൂവിനെ പേടിപ്പിക്കാനായി അവളുടെ മനസ്സറിയാനായി പറഞ്ഞ ലിയോയുടെ അവസ്ഥ അച്ഛൻ വന്ന ശേഷം ആകെ കുഴപ്പത്തിലാവുന്നു. ഹോസ്പിറ്റലിലുള്ള ലിയോയുടെ മുത്തശ്ശിയെ കാണാനായി ലിയോയും മൂമ്മയുടെ കിടക്കെ പോകാറുണ്ട്. മുത്തശ്ശി മരുന്ന് കഴിക്കാതെ വാശൊക്കെ പിടിക്കുമ്പോൾ രണ്ടുപേരും കൂടിയാണ് മുത്തശ്ശിയെ അനുനയിപ്പിച്ച് മരുന്നൊക്കെ കഴിപ്പിക്കുന്നത്. അങ്ങനെ മുത്തശ്ശി ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു കാര്യങ്ങളുടെ ഇടയിൽ ഹോസ്പിറ്റലിൽ നിന്ന് മിസ്സാവുന്നുണ്ട്. ലിയോയുടെ അച്ഛൻ വന്ന ശേഷം അങ്ങനെ ഒരു ദിവസം മുത്തശ്ശി മിസ്സാവുമ്പോൾ ലിയോയും അച്ഛനും ഒരു ഭാഗത്ത് മുത്തശ്ശിയെ തിരക്കുന്ന ഇതേ ടീം തന്നെ മുത്തശ്ശി പോയിരിക്കാൻ സാധ്യതയുള്ള അതേ ബീച്ചിന്റെ അവിടേക്ക് മൂവ് എത്തുന്നുണ്ട്. ലിയോ അച്ഛന്റെ കൂടെ ആയിരുന്നതുകൊണ്ട് തന്നെ മൂവിന് ആ ടീം അവനെ കോൺടാക്ട് ചെയ്യാനായി കഴിഞ്ഞിരുന്നില്ല. അവൾ അതുകൊണ്ട് അവിടേക്ക് ചെന്ന മുത്തശ്ശിയോട് മുത്തശ്ശി ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ മുത്തശ്ശിയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്തോരം പേടിക്കും, എന്തിനാ മുത്തശ്ശി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ച് കാര്യമായി സംസാരിക്കുന്നു. ഒരുവിധം മുത്തശ്ശിയെ അവൾ അനുനയിപ്പിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്ന ഇതേ ടീം തന്നെ മുന്നേ പറഞ്ഞ് മുത്തശ്ശി ഇവിടെ പോയിട്ടുണ്ടാവും എന്നറിഞ്ഞ് അവിടേക്ക് മുത്തശ്ശി അന്വേഷിച്ചെന്ന് ഇതുപോലെ ഒരിക്കൽ മിസ്സായ മുത്തശ്ശിയെ കണ്ടുപിടിച്ച ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ലിയോ അച്ഛനോട് മുത്തശ്ശി മിസ്സാണെന്ന് അറിഞ്ഞപ്പോഴേ ആ ബീച്ചിന്റെ അവിടേക്ക് പോയിട്ടുണ്ടാകുമെന്ന് പറയുന്നു. പക്ഷേ ഈ വയ്യാത്ത മുത്തശ്ശി എങ്ങനെ ബീച്ചിൽ പോകാനാ, മുത്തശ്ശിക്ക് അവിടെ പോകേണ്ട കാര്യം എന്താ എന്നൊക്കെ പറഞ്ഞ അച്ഛൻ അത് കേട്ടതേയില്ല. പിന്നീട് ഏറെ കഴിഞ്ഞ് അങ്ങോട്ടേക്ക് മുത്തശ്ശിയെ കൊണ്ടുവരുന്ന സമയത്ത് അച്ഛൻ ഭയങ്കരമായി ദേഷ്യപ്പെടുന്നു. എന്റെ അമ്മയെ കണ്ടു കിട്ടിയാല് നീ എന്തിനാ എന്റെ അമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം, അമ്മയെ കണ്ടെങ്കിൽ അത് നീ എന്നെ വേണം വിളിച്ചറിയിക്കാൻ, അല്ലാതെ നീയായിട്ട് ആള് കളിക്കല്ല വേണ്ടതെന്ന് പറയുന്നുണ്ട്. കൂടാതെ അവളോട് അതിന്റെ പേരിൽ മാത്രമല്ല, അവൾ ഒട്ടും പഠിക്കാത്ത ഒരു പെണ്ണായതുകൊണ്ട് അവളുടെ കൂടെ പഠിക്കാനായിട്ടാണ് ലിയോയും നന്നായി മാർക്ക് വാങ്ങാതെ മാർക്ക് കുറവ് മേടിച്ച് പഠിക്കുന്ന കുട്ടികളുടെ ആ ക്ലാസ്സിലേക്ക് ചെന്നതെന്ന് നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന ലിയോയുടെ അച്ഛൻ അവളോട് മേലാൽ നിന്നെ പോലുള്ളവര് എന്റെ വീട്ടിലേക്ക് എത്തുകയോ എന്റെ മോനോട് സംസാരിക്കുകയോ ചെയ്യരുത്, അത് എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് അവളോട് ഭയങ്കര ദേഷ്യത്തിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അടുത്ത കുറെ നാളുകളിൽ ലിയോയ്ക്ക് ക്ലാസ്സിന് പോകാൻ സാധിച്ചിരുന്നില്ല. അടുത്തടുത്താണ് താമസിക്കുന്നതെങ്കിൽ പോലും ആ ഒരു
ഒരു ടീം ലിയോയെ കാണാൻ മൂവിനും കഴിയുന്നുണ്ടായിരുന്നില്ല. അവൻ വീട്ടിലുണ്ടായിരുന്നില്ല, അച്ഛന്റെ കൂടെ പോയിരിക്കായിരുന്നു. കൂടാതെ ക്ലാസ്സിൽ വരാത്തത് കൊണ്ട് അവിടെ വെച്ചും കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയി ഒരു ദിവസം മുത്തശ്ശി മരിച്ചു എന്ന വാർത്ത മൂ അറിയുന്നുണ്ട്. അവൾക്ക് വല്ലാത്ത സങ്കടം വരുന്നു. മുത്തശ്ശി അവസാനമായി ഒന്ന് കാണാൻ പോലും കഴിയാഞ്ഞതോർത്ത് അവൾ ഭയങ്കര അപ്സെറ്റ് ആണ്. മുത്തശ്ശി ഇടയ്ക്കിടയ്ക്ക് മൂനെയും ലിയോയും ഈ തോളിൽ ചാരി കിടന്ന് ഏതാണ്ട് മരിച്ച കണക്ക് അഭിനയിച്ച് പറ്റിക്കുമായിരുന്നു. ഇപ്പൊ അത് റിയൽ ആയി നടന്നല്ലോ എന്നോർത്ത് അവൾ ഭയങ്കരമായി പൊട്ടിക്കരയുന്നുണ്ട്. മുത്തശ്ശിയുടെ മരണം ലിയോയെ ഭയങ്കര സങ്കടത്തിലാക്കിയിരുന്നു. ആ സങ്കടത്തിന് കുറച്ചുകൂടെ ആക്കം കൂടുന്ന രീതിയിൽ അച്ഛൻ അവനോട്, ഇനി മേലാൽ നീ ആ ക്ലാസ്സിൽ പഠിക്കരുത്. ഞാൻ നിന്റെ പ്രിൻസിപ്പലിനെ കണ്ടിരുന്നു. ഇത്രയും നന്നായി പഠിക്കുന്ന നീ മാർക്ക് കുറവ് ഒരു എക്സാമിന് വാങ്ങിയെന്നും പറഞ്ഞ് നിന്നെ ഇവിടെ പഠിപ്പിക്കാൻ വിടരുത്, അത് ശരിയല്ലെന്ന് ഞാൻ സംസാരിച്ചപ്പോ അദ്ദേഹത്തിനും അതേ അഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ അന്ന് മാർക്ക് കുറവ് കിട്ടിയപ്പോ നീ ഒരു എഫേർട്ട് എടുത്തിരുന്നെങ്കിൽ ഒരു റീടെസ്റ്റ് നടത്തി പുഷ്പം പോലെ നിനക്ക് നീ പഠിക്കേണ്ട ക്ലാസ്സിൽ പഠിക്കായിരുന്നു. പക്ഷെ നീ അന്ന് എഫേർട്ട് എടുത്തില്ലെങ്കിൽ ഇന്ന് ഞാൻ നിനക്ക് വേണ്ടി അത് എടുക്കുന്നുണ്ട്. നിനക്ക് റീടെസ്റ്റ് ഇട്ട് നിന്നെ മറ്റേ ക്ലാസ്സിലേക്ക് മാറ്റാനുള്ള എല്ലാ കാര്യങ്ങളും പ്രിൻസിപ്പൾ വഴി ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങൾക്ക് നീ തയ്യാറെടുക്കണം. ഒപ്പം തന്നെ നമ്മുടെ ഇവിടുത്തെ വീടൊക്കെ വിറ്റ് നമ്മള് മറ്റൊരിടത്തേക്ക് താമസം മാറാം. സ്കൂളിലേക്ക് പോകുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതിനുള്ള ആക്സസ് ഒക്കെ ഈസി ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ മാറ്റങ്ങൾക്ക് നീ തയ്യാറായിക്കൊള്ളാനേ അച്ഛൻ പറയുമ്പോ അവൻ ആകെ സങ്കടത്തിലായിരുന്നു. അവൻ എതിർത്ത് സംസാരിച്ചാലും അച്ഛൻ കേൾക്കില്ല. അച്ഛൻ പിടിവാശി നേടിയെടുക്കുമെന്ന് അറിയാവുന്ന അവൻ ഭയങ്കര അപ്സെറ്റ് ആവുന്നു. എന്നാലും ഈ കാര്യത്തെ പറ്റി അവന് മോനോട് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. അവൾക്ക് സങ്കടമാകും എന്നറിയാമെങ്കിൽ പോലും അടുത്ത ദിവസം സ്കൂളിൽ വെച്ച് അവളെ കാണുമ്പോൾ താൻ ക്ലാസ് മാറുകയാണെന്നും താമസം മാറുകയാണെന്നും അവൻ അറിയിക്കുന്നു. അവളുടെ ആ സങ്കടം കണ്ടിട്ടും കാണാത്ത രീതിയിൽ അവൻ ഇരിക്കേണ്ടി വരാണ്. ഈ കാര്യം അറിയുന്ന ബാക്കി ക്ലാസ്മേറ്റ്സും എന്തിപ്പോ ഇങ്ങനെ ഒരു മാറ്റം, എന്തായാലും ഇത് ഭയങ്കര കഷ്ടമായി പോയി. മൂ ഈ കാര്യം അറിഞ്ഞപ്പോ മുതൽ ഭയങ്കര സങ്കടത്തിലാ. ഇത്ര നാളായിട്ട് ഒന്നിച്ച് പഠിച്ച് ഒരേ ഇടത്ത് താമസിച്ചവരാ നിങ്ങൾ, ഇത് വലിയ ചതിയായി പോയി എന്നൊക്കെ പെട്ടെന്നുള്ള അവന്റെ ഈ മാറ്റത്തെ പറ്റി കൂട്ടുകാരും പറയുന്നു. കൂട്ടുകാരന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനേ ഞങ്ങൾ എപ്പോഴും ടോം ആൻഡ് ജെറി അല്ലേ, അതുകൊണ്ട് ഞാൻ പോകുന്നത് അവൾക്ക് സന്തോഷമായിരിക്കുന്നെല്ലാം അവൻ പറയുന്നുണ്ടെങ്കിലും അവന് നല്ല സങ്കടമുണ്ട്. ഇതേ സമയം ഉള്ളിന്റെ ഉള്ളിൽ ലിയോ മാറിപ്പോകുന്നതിൽ സങ്കടമുള്ള മൂ ആകട്ടെ പുറമെ അത് കാണിക്കാതെ മാക്സിമം കൂട്ടുകാരുടെ മുന്നില് പിന്നെ ആ ശല്യം പോയി കിട്ടിയ അത്രയും കാര്യം, നല്ല കാര്യം, അവൻ പോട്ടെ, അവനെ എന്തിനു കൊള്ളാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരുമാതിരി സംസാരിക്കുകയാണ്. എന്തായാലും ക്ലാസ് ടീച്ചർ പോലും അവനിങ്ങനെ പോകുന്ന കാര്യം അറിയുമ്പോൾ അവനെ നന്നായി മിസ് ചെയ്യുന്നു എന്നത് അവനോട് പറയുന്നുണ്ട്. പക്ഷെ അവനും കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിലും അച്ഛന്റെ തീരുമാനം മാറ്റാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ പോകാൻ മനസ്സുകൊണ്ട് അവൻ തയ്യാറെടുപ്പ് നടത്തുകയാണ്. പോകുന്നതിന് മുന്നേ വരുന്ന എക്സാമിന് പഠിക്കാൻ വേണ്ടി മോന് കുറെ നോട്ട്സും അവൻ തയ്യാറാക്കി നൽകുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ അവൻ ക്ലാസ് മാറിയും താമസം മാറിയും ഒക്കെ പോകുന്നതിന്റെ ഇഷ്ടക്കേട് നല്ലവണ്ണം ഉള്ളിലുള്ള മൂ ആകട്ടെ അവളെ സഹായിക്കാനായി കൊടുത്ത ആ നോട്ട്സ് പോലും വാങ്ങാനായി തയ്യാറായില്ല. അങ്ങനെ ലിയോ ക്ലാസ് മാറി പോകുന്ന ദിവസം വന്നെത്തുന്നു. മൂ ക്ലാസ് ലീഡർ ആയ ശേഷം ലിയോ അങ്ങനെ ഒരു പാവത്തെ പോലെ പമ്മി ഒതുങ്ങി ഇരിക്കുകയായിരുന്നു എന്ന് പറയാൻ കഴിയില്ല. കാരണം അവൻ ക്ലാസ്സിൽ പല ഇൻചാർജ് ആയിരുന്നു. ആ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പോ മറ്റൊരു പയ്യനെ ഏൽപ്പിച്ചാണ് ലിയോ പോകാനായി ഒരുങ്ങുന്നത്. ഈ ഒരു വർഷം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് എനിക്ക് വളരെ നല്ല മെമ്മറീസ് ആയിരുന്നു എന്നും പറഞ്ഞ് അവൻ അങ്ങനെ ഒരു ചെറിയ ഇമോഷണൽ സ്പീച്ചും ക്ലാസ്സിൽ ഡെലിവറി ചെയ്ത് പോകുമ്പോൾ എല്ലാവരും ഭയങ്കര അപ്സെറ്റ് ആയിരുന്നു. മൂ വളരെ അപ്സെറ്റ് ആണ്. ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഒരു കുട്ടി മാറിപ്പോയതിന്റെ സങ്കടത്തിൽ ഇരിക്കുന്നത് കാണുന്ന അവരുടെ ക്ലാസ് ടീച്ചർ, അവൻ സ്കൂൾ മാറിയൊന്നും പോയതല്ലല്ലോ, ഒരു ബിൽഡിംഗ് അപ്പുറത്ത് അവനുണ്ട്, പിന്നെ നിങ്ങൾ ഇത്ര അപ്സെറ്റ് ആവേണ്ട കാര്യം എന്താണ്, ബ്രേക്ക് ടീമിലൊക്കെ എല്ലാവർക്കും പരസ്പരം കാണാലോ എന്നൊക്കെ പറഞ്ഞ് സാർ അവരെ ചീർ ചെയ്യാനായി നോക്കുന്നു. ലിയോയെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രം, അവന്റെ മുന്നിൽ ആള് കളിക്കാൻ വേണ്ടി മാത്രം കഷ്ടപ്പെട്ട് ലീഡറായ മൂ ആകട്ടെ ഇപ്പൊ ക്ലാസ്സിൽ ലിയോ ഇല്ലാത്തത് കൊണ്ട് ആ ലീഡർ സ്ഥാനം പോലും വേണ്ടാന്ന് സാറിന്റെ അടുത്ത് അങ്ങോട്ട് എന്ന് പറഞ്ഞ് ആ ഒരു പദവിയൊക്കെ ഒഴിയുന്നുണ്ട്. അവൻ പോയ ശേഷം അവൾ വളരെ അപ്സെറ്റ് ആണ്. അവൻ കൂടെ ഉണ്ടായിരുന്നപ്പോ എങ്ങനെയും ഈ ശല്യം ഒന്ന് പോയി കിട്ടിയാൽ മതി, ഭയങ്കര ശല്യം തന്നെ എന്ന രീതിയിൽ സംസാരിച്ചിരുന്നവൾ അവൻ പോയി കഴിഞ്ഞപ്പോ അവന് വളരെ ആ ഒരു കാര്യങ്ങൾ അവളുടെ പ്രവൃത്തിയിലും വളരെ പ്രകടമായിരുന്നു. അവളിങ്ങനെ അപ്സെറ്റ് ആയിരിക്കുന്നത് ക്വീക്കോ ജാക്കിനോ ഇഷ്ടാവുന്നുണ്ടായിരുന്നില്ല. കാരണം അങ്ങനെ കടഞ്ഞുകൂടി വിഷമിച്ചപ്പോഴും ചിന്തയിലും മുഴുകിയിരിക്കുന്ന ഒരാളെ അല്ലല്ലോ മൂ. അതുകൊണ്ട് തന്നെ അവളെ ചീർ ചെയ്യാനായി അവർ നോക്കുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിൽ എക്സാമിന് മാർക്ക് വരുമ്പോ മൂന്ന് മാർക്ക് കുറവാണ്. വേ ആകട്ടെ ആ കാര്യം പറഞ്ഞ മൂവിനെ മാർക്ക് നോക്കാനായി വന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ പബ്ലിക്കായി അവളെ കളിയാക്കുന്നുണ്ട്. അത് നമ്മുടെ ആ ഇരട്ട പയ്യന്മാർക്കും ജാക്കിനും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. വേ എന്തെങ്കിലും പറഞ്ഞാല് അവളുടെ അഹങ്കാരത്തിന്റെ മോനെ ഒടിക്കുന്ന രീതിയിൽ സാധാരണ തിരിച്ചു മറുപടി കൊടുക്കാറുള്ള മൂ ഒന്നും മിണ്ടാതെ പോകുന്നത് കണ്ട് ജാക്ക് അവളെ തിരിച്ചു വിളിച്ചോണ്ട് വന്ന് അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. നിനക്ക് കുറച്ച് മാർക്ക് കുറവാണെന്ന് പറഞ്ഞ് നീ ഫെയിൽ ആയിട്ടൊന്നുമില്ല, പാസ് മാർക്ക് മേടിച്ചിട്ടുണ്ട്, പിന്നെ എന്തിനാ നീ ഇവളൊക്കെ പറയുന്ന കേട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ടതെല്ലാം ചോദിച്ച് സംസാരിക്കുമ്പോ ഡ്രാമയിൽ വല്ലതും അഭിനയിക്കേണ്ടവൻ എന്തിനാ ഈ സ്കൂളിൽ വന്ന് പഠിക്കുന്നത്, നിനക്കൊന്നും വേറെ പണിയില്ലേന്ന് വേ കളിയാക്കുന്ന ടീം. ഞാൻ ഡ്രാമയിൽ അഭിനയിക്കാതിരിക്കോ ചെയ്യും, അതെന്റെ ഇഷ്ടം. എന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ഫാൻസ് എങ്കിലും ഉണ്ട്, നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുണ്ട്, നിന്റെ അഹങ്കാരം കൊണ്ട് നിനക്ക് നല്ലൊരു സുഹൃത്ത് പോലും ഇല്ലെന്നെല്ലാം ജാക്ക് ഉടനെ വേയെ കളിയാക്കുന്നു. കൂടാതെ മേലാൽ മൂവിന്റെ പുറകെ ശല്യം ചെയ്യാനായി വന്നേക്കരുതെന്ന് വേക്ക് താക്കീത് കൊടുത്ത മൂവിനെ അവൻ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവളാകെ അപ്സെറ്റ് ആയതുകൊണ്ട് തന്നെ അവളെ ഒന്ന് ചീർ ചെയ്യാനായി അവൻ അന്ന് ക്ലാസ് കഴിഞ്ഞ് ഒരു കോഫി ഷോപ്പിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അവൾ നല്ല മാർക്ക് തന്നെ വാങ്ങിച്ചിരിക്കുന്നത്, അതൊട്ടും കുറഞ്ഞ മാർക്കല്ല എന്ന് പറഞ്ഞ് അതിന് അവൾക്ക് ട്രീറ്റ് എന്ന് പറഞ്ഞവൻ ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് അവന് കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അന്ന് ഇവർ തമ്മിലുള്ള റൂമറിന്റെ പേരിൽ അവന്റെ മാനേജർ പോലും പഠനം കുറച്ച് നാളത്തേക്കൊന്ന് പോസ് ചെയ്ത് ഇവിടെ നിന്ന് പോകാനായി പറഞ്ഞപ്പോ അവൻ അങ്ങനെ ചെയ്യാനായി ഇരിക്കുകയായിരുന്നു.
ചിന്തിക്കുകയായിരുന്നു. പക്ഷെ അന്ന് അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ ഈ പോസ് ചെയ്ത പഠനം പിന്നെ എപ്പോ റീസ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും എന്ന് പോലും അറിയില്ലല്ലോ. ഒരു പക്ഷെ ഈ പഠനം തന്നെ എന്നേക്കുമായി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നേനെ. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കാതെ അവളാണ് അവനെ ഓരോന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തിയത്. അതുകൊണ്ടാണ് അവൻ ഇന്നും ഇവിടെയുള്ളത്. ആ കാര്യങ്ങളൊക്കെ അവൻ വളരെ നന്ദിയോടുകൂടി അവളോട് പറയുന്നു. അവൻ അങ്ങനെ ഓരോന്നും പറഞ്ഞ് അവന്റെ മനസ്സിൽ അവളോട് തുറന്ന് പറയാത്ത അല്ലെങ്കിൽ ഇടയ്ക്കെപ്പോഴോ തുറന്നു പറയാനായി ശ്രമിച്ചപ്പോ അവൾക്ക് മനസ്സിലാവാതെ പോയ ആ ഒരു ഇഷ്ടം ഇപ്പോഴും ഉണ്ടല്ലോ, അതൊന്നുകൂടെ പൊടിതട്ടി എടുത്ത് പറയാമെന്ന് അവൻ കരുതുന്നുണ്ടെങ്കിലും അതിനൊരു സാധ്യതയും അവൾ നൽകുന്നില്ല. നീ എന്നോട് താങ്ക്സ് പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഫ്രണ്ട്സിന്റെ ഇടയിൽ അങ്ങനെ താങ്ക്സിന്റെ ആവശ്യമുണ്ടോന്നില്ല അവൾ ചോദിക്കുമ്പോ അവൾ തന്നെ അതിൽ കൂടുതൽ ഒരു ഇഷ്ടവും അവൾക്ക് തന്നോടില്ല എന്നത് ജാക്കിന് വ്യക്തമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെറുതെ ഈ ഒരു സമയത്ത് തനിക്ക് അവളോടുള്ള ഒരു ക്രഷിനെ പറ്റി പറഞ്ഞ് വെറുതെ അവളെ മൂഡ് ഓഫ് ആക്കണ്ട, ഫ്രണ്ട്സ് ആയിട്ട് തന്നെ ഇരിക്കാം എന്ന ഒരു ധാരണയിൽ അവൻ അങ്ങനെ പ്രപ്പോസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് എടുത്ത് മാറ്റുന്നു. ഒരു ഫ്രണ്ട് എന്ന രീതിയിലാണെങ്കിൽ പോലും അവൾ ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു ഫ്രണ്ട്സിന്റെ കൂടെ ചേർന്ന് പഴയ ആ മൂവിനെ തിരിച്ചു കൊണ്ടുവരാനായി അവളെ ഹാപ്പി ആക്കാനായി എന്ത് ചെയ്യാമെന്ന് അവർ ഡിസ്കസ് ചെയ്യുന്നു. ലിയോ പോയതാണ് മൂവിന്റെ സങ്കടത്തിന് കാരണമെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ അവളെ ഹാപ്പി ആക്കാനായി അവനുമായി അവളെ വീണ്ടും ഒന്നിപ്പിക്കണം എന്നങ്ങനെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ രണ്ടുപേരെയും കൂട്ടിമുട്ടിക്കാനായി അവർ നേരിട്ടിപ്പം മിണ്ടില്ല, രണ്ടുപേരും കുറച്ച് അകൽച്ചയിലാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ രണ്ടുപേരെയും കൂട്ടിമുട്ടിക്കാനായി ഫ്രണ്ട്സ് ഒരു ചെറിയ പണി ഒപ്പിക്കുന്നുണ്ട്. രണ്ടുപേരെയും അവരറിയാതെ തന്നെ ഒരേ സ്ഥലത്ത് ഈ കൂട്ടുകാർ എത്തിക്കുന്നു. അങ്ങനെ കൂട്ടുകാർ ഒപ്പിച്ച പണിയില് രാത്രി സമയത്ത് പൂട്ടിയ ഒരു തീം പാർക്കിലാണ് ലിയോയും മൂവും കണ്ടുമുട്ടുന്നത്. അവരെ അവിടെ എത്തിച്ച് കൂട്ടുകാരും നൈസായിട്ട് എന്താണ് അവിടെ നടക്കുന്നതെന്ന് കാണാനായി മാറി നിൽപ്പുണ്ടായിരുന്നെങ്കിലും ഈ പൂട്ടിയ തീം പാർക്കിൽ ഇവര് വന്നപ്പോ സെക്യൂരിറ്റിയും പുറകെ എത്തിയിരുന്നു. അങ്ങനെ അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായി ഓടി എല്ലാവരും പല വഴിക്കായി പോകുന്നുണ്ട്. പക്ഷെ സെക്യൂരിറ്റീസ് കറക്റ്റ് ആയി നമ്മുടെ മൂവിനെയും ലിയോയെയും പിടിക്കുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് സംസാരിക്കുന്ന ടീം അവൻ ക്ലാസ് മാറിപ്പോയപ്പോ എത്രത്തോളം സങ്കടം താൻ അനുഭവിച്ചു എന്നത് മൂ വളരെ ഓപ്പണായി പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ലിയോ അവളെ നല്ലൊരാളാക്കാനായി അവളുടെ ചില കുറവുകളൊക്കെ തിരുത്തിയെടുത്ത് അവളെ പെർഫെക്റ്റ് ആക്കാനായി താൻ കുറെ പാടുപെട്ടു. അതിനായിട്ട് നടത്തിയ ശ്രമങ്ങളൊക്കെ തന്നെ അവൾക്ക് തന്നോട് ദേഷ്യം തോന്നുന്ന രീതിയിലാണ് ആയതെന്ന് അറിയാമെങ്കിലും താൻ കഷ്ടപ്പെട്ട കാര്യങ്ങൾ ലിയോയും പറയുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ച് സംസാരിച്ച് രണ്ടുപേരും മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നു. അന്ന് ചേട്ടൻ ലിയോയുടെ അടുത്ത് മൂനെ ആക്കിയിട്ട് പോയ ശേഷം അവൾ പഠനത്തിൽ അവനെ ശല്യപ്പെടുത്താതിരിക്കാനായി സാറ്റ് കളിക്കാൻ പോയതും അവളെ കണ്ടെത്താൻ ലേറ്റ് ആയപ്പോ അവളെ നല്ലൊരാളാക്കി മാറ്റാൻ താൻ അവളുടെ കൂടെ തന്നെ കാണുമെന്ന് ദൈവത്തിനോട് വാക്ക് കൊടുത്തതും അതിനുശേഷം എപ്പോഴും അവളുടെ കൂടെ ഉണ്ടാവാനായി ആ വാക്ക് പാലിക്കാനായി അവൻ ഒരുപാട് കഷ്ടപ്പെട്ടതും അതിനുവേണ്ടി മാത്രം എക്സാമിന് മാർക്ക് കുറവ് വാങ്ങിച്ച് അവളുടെ ക്ലാസ്സിൽ എത്തിയതും ഒക്കെ അവനിപ്പോ വ്യക്തമാക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ച് തന്നോട് റഫായി നടന്ന് പലപ്പോഴും താൻ അവനെയൊക്കെ പറയുന്നത് കേട്ടിട്ടും മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാതെ തന്റെ കൂടെ നിന്ന് അവനെ പറ്റി ഓർത്ത് അവൾ വളരെ ഇമോഷണൽ ആവുന്നുണ്ട്. ഇനി എന്തുണ്ടെങ്കിലും തന്നോട് തുറന്നു പറയണമെന്ന് അവൾ അവനോട് ആവശ്യപ്പെടുന്നു. അത് കേൾക്കുന്ന അവനാകട്ടെ തീർച്ചയായും പറയുമെന്ന് പറഞ്ഞ് പതിയെ അവളുടെ അടുത്ത് കിസ് ചെയ്യുന്ന കണക്ക് പോകുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും ഫ്രണ്ട്സ് അങ്ങോട്ടേക്ക് ഓടി എത്തുന്നുണ്ട്. മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് പരസ്പരം തെറ്റിദ്ധാരണ മാറ്റിയെടുത്ത് നല്ല രീതിയിൽ ഇപ്പൊ മുന്നോട്ട് പോകാൻ കഴിഞ്ഞതിന്റെ സന്തോഷമായിരുന്നു ലിയോയ്ക്കും മൂവിനും ഉണ്ടായിരുന്നത്. ഫ്രണ്ട്സിനാവട്ടെ ഇവരെ ഒന്നിപ്പിക്കാനായി കഴിഞ്ഞതിന്റെ സന്തോഷവും. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടന്ന് എല്ലാം ഹാപ്പിയായി മുന്നോട്ട് പോകുന്ന ഈ സമയത്ത് വേഡ് അവളുടെ കൂടെ എപ്പോഴും അവളുടെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ടാവാറുള്ള ചെൻ അവന്റെ മനസ്സിൽ അവളോടുള്ള ഇഷ്ടം തുറന്നു പറയുന്നുണ്ട്. അവൾക്കും അപ്പോഴേക്കും ലിയോ ഒരിക്കലും തന്നെ താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ കാണില്ല എന്ന് വ്യക്തമായതുകൊണ്ട് തന്നെ അവളെ ഇഷ്ടപ്പെടുന്ന എപ്പോഴും കട്ടയ്ക്ക് കൂടെയുള്ള ചെന്നിനെ ഇഗ്നോർ ചെയ്യാനായി കഴിയാത്ത ആ സാഹചര്യത്തിലേക്ക് അവളുടെ മനസ്സും എത്തുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് വന്നു. ഇപ്പൊ പിണക്കൊന്നും ഇല്ലാതെ ഹാപ്പി ആയിട്ടാണ് ലിയോയും മൂവും പോകുന്നതെങ്കിലും അവനെ ഒരേ ക്ലാസ്സിൽ ഇരുന്ന് കാണാനോ അല്ലെങ്കിൽ ഒരേ ക്ലാസ്സിൽ ഒന്നിച്ചിരുന്ന് പഠിക്കാനോ ആ രീതിയിലൊന്നും സാധിക്കാത്തതിന്റെ നല്ല സങ്കടം മൂവിനുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം അവളിങ്ങനെ അവനെ പറ്റി തന്നെ ആലോചിച്ച് ക്ലാസ്സിൽ ഇരിക്കുമ്പോഴേക്കും എടാ വീണ്ടും വന്നോ, എങ്ങനെ ഈ പഠിപ്പി പയ്യൻ വീണ്ടും ഇവിടെ വന്നു എന്ന് ആ ഇരട്ട പയ്യന്മാര് ക്ലാസ്സിൽ ബഹളം ഉണ്ടാക്കി ആരോ ക്ലാസ്സിലെത്തിയ ആ ഒരു സമയം സംസാരിക്കുന്ന സൗണ്ട് കേട്ട് അപ്സെറ്റ് ആയിരുന്ന ലിയോ തിരിച്ചു വന്നോന്ന് വലിയ ആകാംക്ഷയിൽ അങ്ങോട്ടേക്ക് നോക്കി ചിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുമ്പോൾ പുതിയൊരു കഥയുമായി രാവിലെ 10:00 നമ്മൾ എത്തുന്നതാണ്. അപ്പൊ മിസ്സാക്കാതെ കാണാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീണ്ടും പുതിയൊരു കഥയുമായി കണ്ടുമുട്ടും വരെ ബൈ.